Good day to all of you. ഇത് ZEOTS JEE എക്സാം നടന്നതിൻ്റെ ഡിസ്കഷൻ മാഗ്നറ്റിസം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ AC തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ഐഡൻറ്റിക്കൽ മാഗ്നറ്റിക് പോൾസ് ഓരോന്നും മാഗ്നറ്റിക് മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് 1 ആംപെയർ മീറ്റർ സ്ക്വയർഡ്. സോ magnitude m is 1 ampere meter squared. Place separation അവർ തമ്മിലുള്ള ദൂരം 2 meter, axis perpendicular to each other. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരാളുടെ ആക്സിസ്, മറ്റേയാളുടെ ആക്സിസ് ഇങ്ങനെ, ഇതല്ലേ ആക്സിസ്, ഇത് ഒരു ആക്സിസ്, ഇത് മറ്റേ ആക്സിസ്. So axes are perpendicular to each other. അപ്പോൾ ഇത് നമ്പർ 1 മാഗ്നറ്റ് എന്ന് പറയാം, ഇത് നമ്പർ 2 മാഗ്നറ്റ് എന്ന് പറയാം. രണ്ടും ഐഡൻറ്റിക്കൽ മാഗ്നറ്റ്സ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് m തന്നെയാണ്. തമ്മിലുള്ള സെപ്പറേഷൻ 2 മീറ്റർ ആണ്. നമുക്ക് വേണ്ടത് അറ്റ് ദ മിഡ് പോയിൻറ്റ്. സോ 1 മീറ്റർ, ടോട്ടൽ ഡിസ്റ്റൻസ് 2, സോ ഡിസ്റ്റൻസ് 1 മീറ്റർ. സോ ഈ പോയിൻറ്റ് പി എന്ന് പറയുന്നത് നമ്പർ 1 മാഗ്നറ്റിൻ്റെ ഏത് ലൈനാണ്? ആക്സിയൽ ലൈൻ. നമ്പർ 1ൻ്റെ ആക്സിയൽ ലൈൻ ആൻഡ് നമ്പർ 2ൻ്റെ ഇതെന്ന് പറയുന്നത് ഏതാ? ഇക്വിറ്റോറിയൽ ലൈൻ. നമ്പർ 2ൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ. സോ ആക്സിയൽ ലൈൻ ഫീൽഡിൻ്റെ ഫോർമുല B1 എന്ന് പറയുന്നത് μ0/4π 2m/d cubed. പക്ഷേ d 1 മീറ്റർ ആണ്. സോ μ0/4π ഇൻറ്റു 2m. ഓക്കെ, സോ μ0/4π 2 ഇൻറ്റു m എത്ര? 1. ഇനി ഇക്വിറ്റോറിയൽ ലൈനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് μ0/4π m/d cubed ആണ്. d രണ്ടും സെയിം ആണ്. സോ μ0/4π m എത്ര? 2, സോറി എമ്മിൻ്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ d ക്യൂബ്ഡ് 1 ക്യൂബ്ഡ്. പക്ഷേ ആക്സിയൽ ലൈൻ ഇതിപ്പോൾ SN എന്ന് വിളിച്ചാൽ ആക്സിയൽ ലൈനിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഇസ് എലോങ് SN. അപ്പോൾ B1 എന്ന് പറയുമ്പോൾ ഇവിടെ താഴോട്ട് വരും B1. B2 രണ്ടാമത്തെ കാരണം, അപ്പോൾ ഇത് SN എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഇസ് പാരലൽ ടു NS. അപ്പോൾ അത് NS ഇവിടെ, അപ്പോൾ ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് B1ഉം B2ഉം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, സോ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി റൂട്ട് ഓഫ് B1 സ്ക്വയർഡ് പ്ലസ് B2 സ്ക്വയർഡ്. സോ B1ഉം B2ഉം B1 μ0/4π ഇൻറ്റു 2 സ്ക്വയർഡ്, μ0/4π റൂട്ട് ആകുമ്പോഴത്തേക്ക് μ0/4π ദ ഹോൾ സ്ക്വയർ എടുത്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ യു ക്യാൻ ടേക്ക് ഔട്ട് μ0/4π ഔട്ട്സൈഡ്. μ0/4π റൂട്ട് ഓഫ് 2 സ്ക്വയർഡ് പ്ലസ് ഇതിൻ്റെ എന്താ 1 സ്ക്വയർഡ്. സോ 2 സ്ക്വയർഡ് പ്ലസ് 1 സ്ക്വയർഡ്. സോ ഇറ്റ് ബിക്കംസ് μ0/4π ഇൻറ്റു റൂട്ട് ഓഫ് 5. μ0/4π എന്താണ്? 10⁻⁻⁷. μ0 എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁻⁷. സോ μ0/4π is 10⁻⁻⁷ multiplied by root 5. സോ ആൻസർ ഇസ് ചോയ്സ് 2. അത്രയും ടെസ്ല. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരാൾ ആക്സിയൽ ലൈൻ, മറ്റേ ഇക്വറ്റോറിയൽ ലൈൻ, രണ്ട് ഒരേ മാഗ്നറ്റ്, ഡിസ്റ്റൻസും സെയിം. സോ ഫോർമുല മാത്രം, ഒന്ന് ആക്സിയൽ ലൈൻ്റെ ഫോർമുല, മറ്റേത് ഇക്വറ്റോറിയൽ ലൈൻ, രണ്ട് ഫീൽഡും പെർപെൻഡിക്കുലർ. സോ റൂട്ട് ഓഫ് B1 സ്ക്വയർഡ് പ്ലസ് B2 സ്ക്വയർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. A dip circle is adjusted so that its needle moves freely in the magnetic meridian. Dip circle, dip at a place കാണാൻ വേണ്ടി അല്ലേ? It is capable of rotating in a vertical plane. ഇനി സോ ആദ്യം ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് ഇൻ ദ മാഗ്നറ്റിക് മെറീഡിയൻ. അപ്പോൾ മാഗ്നറ്റിക് മെറീഡിയനിൽ ദ ഡിപ്പ് നീഡിൽ ഡയറക്ട്ലി മെഷേഴ്സ് ഡിപ്പ് അറ്റ് എ പ്ലേസ്. So in this position the angle of dip is 40 degree എന്ന് പറയുമ്പോൾ
ആക്ച്വൽ ഡിപ്പാണ്, ട്രൂ ഡിപ്പാണ് തീറ്റ എന്ന് പറയുന്നത് 40 degrees because it's moving in the magnetic meridian. ഇനി the dip circle is rotated so that the plane in which the needle moves makes an angle 30 degree with the magnetic meridian. So alpha എന്ന് പറയുന്നത് 30 degree ആണ്. The angle between the plane of that instrument and the magnetic meridian ആണ് 30 degree. So ഇപ്പം നീഡിൽ കാണിക്കുന്നത് അപ്പാരൻറ്റ് ഡിപ്പാണ് അല്ലേ. സോ അപ്പാരൻറ്റ് ഡിപ്പിൻ്റെ ഫോർമുല എന്താണ്? ടാൻ തീറ്റ ഡാഷ് എന്ന് പറയുന്ന ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ. ഡിപ്പ് സർക്കിളിൻ്റെ നമ്മൾ കൂടുതൽ കൺസെപ്റ്റായിട്ടൊന്നും പഠിക്കണില്ല. സോ ഇറ്റ് ഇസ് ജസ്റ്റ് തീറ്റ ഡാഷ് ഇസ് ദി അപ്പാരൻറ്റ് ഡിപ്പ് വെൻ ദ plane of the dip circle is not in the magnetic meridian. The dip circle, plane of the dip circle makes an angle alpha with the magnetic meridian. Theta is the true dip at a place. അപ്പോൾ നമുക്കിപ്പോൾ ടാൻ തീറ്റ ഡാഷ് കാണണം. ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ 40. ടാൻ 40യുടെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ. ഡിവൈഡഡ് ബൈ കോസ് ആൽഫ, കോസ് 30. ദാറ്റ് ഈസ് ടാൻ 40 ഡിവൈഡഡ് ബൈ കോസ് 30 എന്ന് പറയുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 2 മേളിപ്പോ. Okay, so 2 divided by √3 എന്ന് പറയുമ്പോൾ 2 divided by 1.732. This is an answer more than 1, isn't it? So that means tan theta dash എന്ന് പറയുന്നത് tan 40 multiplied by a number that is greater than 1. അപ്പോൾ എന്താ പറ്റും? ഗ്രേറ്റർ ദാൻ 1, സേ 1 point something ഇൻറ്റു ടാൻ 40 വിൽ ബി ആൻ ആൻസർ ഗ്രേറ്റർ ദാൻ ടാൻ 40. സോ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1.73 എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ ഡാഷ് ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ ദാൻ ടാൻ 40. ടാനിന് ആംഗിൾ കൂടുമ്പോൾ ടാൻ ഓഫ് ദ വാല്യൂ ഓൾസോ കൂടും. ടാൻ 0 = 0, ടാൻ 90 = ഇൻഫിനിറ്റി. സോ ടാൻ തീറ്റ ഡാഷ് ഗ്രേറ്റർ ദാൻ ടാൻ 40 എന്ന് പറയുമ്പോൾ തീറ്റ ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ 40 degrees. So ഇപ്പോഴത്തെ apparent dip is greater than 40 degrees. Exact value അറിഞ്ഞൂടാ because we don't know the values of tan 40. പക്ഷേ you know it is choice 3, more than tan 40. Okay. അടുത്ത question. Number 3. A short bar magnet with its north pole facing north. So short magnet, north pole pointing to the north of the earth. അപ്പോൾ എർത്തിൻ്റെ നോർത്തിലാണ്. ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ദി എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി നോർത്ത് ഓഫ് ദി എർത്ത്. BH is directed towards the north of the earth. So this magnet, earth's field to the north, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ is facing north. അപ്പോൾ ഇത് മാഗ്നറ്റാണ്, ഇത് ആ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനാണ്. ഓക്കെ. ന്യൂട്രൽ പോയിൻ്റ് അറ്റ് P ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിൻ്റെ ഫീൽഡും എർത്തിൻ്റെ ഫീൽഡും കൂടെ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് റിസൾട്ടൻറ്റ് ഫീൽഡ് 0. സോ ഇവിടെ ഇഫ് യു ടേക്ക് നോർത്ത് പോൾ പോയിൻറ്റിങ് നോർത്ത് അല്ലേ, തിയറി പഠിച്ചു കാണുമല്ലോ. ഇഫ് യു ടേക്ക് എനി പോയിൻ്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ, ഇപ്പുറത്തെ സൈഡിലോ ഇക്വറ്റോറിയൽ ലൈനിൽ എർത്തിൻ്റെ ഫീൽഡ് എന്തായാലും ടു ദ നോർത്ത് ഓഫ് ദി എർത്ത് ആണ്. ഐ മീൻ ജോഗ്രഫിക് നോർത്ത്, BH. ദിസ് ഈസ് എ പോയിൻ്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ മാഗ്നറ്റിൻ്റെ ഫീൽഡ് പാരലൽ ടു NS. സോ പാരലൽ ടു NS താഴോട്ട്, ഇതാണ് മാഗ്നറ്റിൻ്റെ ഫീൽഡ്. ആൻഡ് അറ്റ് ദ ന്യൂട്രൽ പോയിൻറ്റ് P എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ് ഫീൽഡ് 0. സോ ഇക്വറ്റോറിയൽ ലൈനിലാണ് നൾ പോയിൻ്റ് വരുന്നത് വെൻ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഇസ് പോയിൻറ്റിംഗ് ടു ദ നോർത്ത് ഓഫ് ദി എർത്ത്. സോ at that null point P, which is on the equatorial line, BM, magnet in the field, horizontal intensity of the earth's field same ആണ്. So magnet in the field എന്ന് പറയുമ്പോൾ equatorial line short magnet mu0 by 4 pi m divided by d cubed ആണ് is equal to BH, where d എന്ന് പറയുന്ന ഈ distance of the null point from the center of the magnet. ഇതാണ് equation 1. Okay. ഇനി അപ്പോൾ we read up to forms a neutral point at P in the horizontal plane. ഇത്രയും അറിയാം. രണ്ടാമത്, if the magnet is rotated by 90 degree in the horizontal plane,
സോ ഇപ്പോൾ എന്താണ് മാഗ്നറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് 90 ഡിഗ്രി തിരിക്കുമ്പോൾ അത് ഇങ്ങനെ വരും സോ രണ്ടാമത്തെ ഫിഗർ 2 എർത്തിൻ്റെ ഫീൽഡ് എർത്തിൻ്റെ നോർത്ത് എപ്പോഴും ഇങ്ങോട്ടാണ് BH ഇങ്ങോട്ടാണ് പക്ഷേ ഇപ്പോൾ മാഗ്നറ്റ് എവിടെ നിൽക്കണോ മാഗ്നറ്റ് ഇവിടെ this is the magnet okay so magnet is now rotated in the this way magnet ഇപ്പോൾ 90 ഡിഗ്രി തിരിച്ചു ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു മാഗ്നറ്റ് 90 ഡിഗ്രി തിരിച്ചു സോ ഇവിടെ നോർത്ത് പോളായി ഇത് സൗത്ത് പോളായി ആൻഡ് ദെൻ ദ നെറ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് P സോ P ഇപ്പോൾ എവിടെയാണ് ഇതിപ്പോൾ ഈ മാഗ്നറ്റ് നിന്നിട്ട് ഇങ്ങനെ വന്നു ദാറ്റ്സ് ഓൾ സോ ഇങ്ങനെ വരുമ്പോൾ P ഇപ്പുറത്ത് നിൽക്കുകയാണ് ഇവിടെയാണ് ഇതാണ് P is here ഓക്കെ നേരത്തെ ഇതിവിടെ ആയിരുന്നു നേരത്തെ ഉള്ള പാർട്ട് കഴിഞ്ഞാണല്ലോ നോർത്ത് പോൾ പോയിൻറ്റിങ് നോർത്ത് ഇത് 90 ഡിഗ്രി തിരിച്ചപ്പോൾ ഇതാണ് ഫിഗർ ആയത് നോർത്ത് ഇപ്പുറത്ത് വന്നു സൗത്ത് ഇപ്പുറത്ത് വന്നു P കണ്ടിന്യൂസ് ടു റിമെയിൻ ഹിയർ സോ P ഇപ്പോൾ എന്താണ് P ഈസ് നൗ ദ പോയിൻ്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓക്കെ സെയിം ഷോർട്ട് മാഗ്നറ്റ് ആണ് സെയിം ഡിസ്റ്റൻസ് D ആണ് സോ ഡിസ്റ്റൻസ് D തന്നെയാണ് സോ നൗ സെക്കൻഡ് കേസ് ഫീൽഡ് അറ്റ് P ഈസ് നൗ ഫീൽഡ് അറ്റ് P എന്ന് പറയുന്നത് μ0/4π ഇതിപ്പോൾ ഏത് കേസാണ് ഇറ്റ്സ് എ പോയിൻ്റ് ഓൺ ദ ആക്സിയൽ ലൈൻ സോ ഇറ്റ് ഈസ് 2m/d3 ഓക്കെ ഇതാണ് ഫീൽഡ് അറ്റ് P പക്ഷേ വി നോ ദാറ്റ് μ0/4π m/d3 ആണ് BH എന്നറിയാം സോ വാട്ട് ഈസ് μ0/4π 2m/d3 അതിൻ്റെ ഡബിൾ അല്ലേ 2m/d3 സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2BH ഓക്കെ സോ നൗ ഫീൽഡ് അറ്റ് P ഈസ് ഈക്വൽ ടു 2BH ഇനി നെറ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് P സോ ഇപ്പോൾ Pയിൽ എന്തൊക്കെയുണ്ട് Pയിൽ ഫീൽഡ് ഡ്യൂ ടു ദ മാഗ്നറ്റ് ഇപ്പോൾ SN ആണെങ്കിൽ ഫീൽഡ് ഡ്യൂ ടു ദ മാഗ്നറ്റ് അത് BP ആണ് നമ്മളിപ്പോൾ എഴുതിയ 2BH ഇങ്ങോട്ടുണ്ട് പക്ഷേ എർത്തിൻ്റെ ഫീൽഡ് നേരത്തെയുള്ള എർത്തിൻ്റെ ഫീൽഡ് മേലിലോട്ട് അതിപ്പോഴും ഉണ്ട് സോ എർത്ത് ഫീൽഡ് ഇസ് അപ്വേർഡ് മാഗ്നറ്റ് ഫീൽഡല്ല എർത്ത് ഫീൽഡ് ആ ഹോൾ റീജിയനിലുണ്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ദറ്റ് ഇസ് അപ്വേർഡ് സോ വാട്ട് ഹാപ്പൻസ് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒന്ന് ഫീൽഡ് ഡ്യൂ ടു ദ മാഗ്നറ്റ് ഓൺ ദി ആക്സിയൽ ലൈൻ അത് 2BH എന്ന് കണ്ടു മറ്റത് എർത്തിൻ്റെ ഫീൽഡ് ഡയറക്റ്റഡ് ടു ദ നോർത്ത് ഓഫ് ദി എർത്ത് അതാണിത് സോ വാട്ട് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് P so that means resultant B2BH and BH are perpendicular to each other so total magnetic field at P എന്ന് പറയുമ്പോൾ it is root of B1 square plus B2 square അല്ലേ perpendicular case അപ്പോൾ it is root of 2BH the whole squared 4BH squared plus BH squared so that becomes root of 5BH squared എന്ന് പറയുമ്പോൾ BH multiplied by root 5 so answer root 5BH so that is choice 4 okay clear ആയല്ലോ question ആദ്യം മാഗ്നറ്റിനെ നോർത്ത് പോൾ പോയിൻറ്റിങ് നോർത്ത് വെച്ചു സോ അറ്റ് എ ഡിസ്റ്റൻസ് D നൾ പോയിൻ്റ് വന്നു എന്ന് പറയുമ്പോൾ യു നോ ദ നൾ പോയിൻ്റ് ഇസ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ നൾ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ BHും Mഉം തമ്മിലുള്ള റിലേഷൻ എഴുതി അതാണ് ഇക്വേഷൻ 1 ഇനി ആ മാഗ്നറ്റിനെ 90 ഡിഗ്രി തിരിച്ചു അപ്പോൾ ഇതാണ് ഫിഗർ നൗ 90 ഡിഗ്രി തിരിക്കുമ്പോൾ P അതിൻ്റെ ആക്സിയൽ ലൈനിൽ വരും ആക്സിയൽ ലൈനിൻ്റെ ഫോർമുല μ0/4π 2m/d3 ആണ് അതേ ഡിസ്റ്റൻസ് ആണ് ബിക്കോസ് ഇവിടെ തന്നെയാണ് അത് തിരിയണത് സോ ഷോർട്ട് മാഗ്നറ്റ് ആണ് സോ ഇത് BH ആണെങ്കിൽ ഇത് 2BH പക്ഷേ ഇപ്പോൾ എന്താ വരും P എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആക്സിയൽ ലൈനും വരും അല്ലാതെ എർത്തിൻ്റെ ഫീൽഡ് മേളിലോട്ട് ഡയറക്റ്റഡ് ടു ദ നോർത്ത് ഓഫ് ദി എർത്ത് സോ ദ പോയിൻറ്റ് Pയിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട് resultant root of B1 squared plus B2 squared so you get root 5BH that's okay point clear ആയല്ലോ okay അടുത്ത question number 4 conceptual ആണ് a thin diamagnetic rod diamagnetic അല്ലേ repelled by a magnet ആണ് it wants to send the magnetic field lines out of the magnetic substance its mu r is less than 1 alle so and if it is suspended freely it comes to rest perpendicular to the uniform magnetic field so that's a diamagnetic so a thin diamagnetic rod is placed vertically between the pole pieces of an electromagnet so this is the electromagnet
that means ഒരു pole north ഉണ്ട് ഒരു pole south ഉണ്ട് അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഡയാമാഗ്നറ്റിക് റോഡ് വയ്ക്കും അപ്പോൾ റോഡിന് ഒട്ടും ഇഷ്ടമില്ല because the rod does not want any magnetic field. It wants to expel the magnetic field. When the current in the electromagnet is switched on, that means ഈ സാധനം magnet ആവുമ്പോൾ diamagnet is pushed out. So because അതിന് ഈ ഫീൽഡിൻ്റെ അടുത്ത് നിൽക്കേണ്ട diamagnetic always is repelled by an external magnetic field. Magnetic field lines will go away from the diamagnetic substance. So അതുകൊണ്ട് അത് pushed out ആവും. So pushed out ആവുമ്പോൾ അത് it's going through a height, so it gains potential energy. Work required to do this comes from ഇത് ഏത് കാരണം കൊണ്ടാണ് ഇത് വന്നത് because current is switched on. It became an electromagnet because current is passing and then that electromagnet became a magnet. So the energy obtained for that is obtained from the work done by the source which is producing current. So answer, work required to do this comes from the current source. Choice 1. That's all. Clear? അടുത്ത question number 5. At some location on the earth, എവിടെയോ earthil എവിടെയോ horizontal component of the earth's magnetic field തന്നിട്ടുണ്ട് BH തന്നിട്ടുണ്ട് 18 into 10 raised to minus 6 Tesla എന്ന് തന്നിട്ടുണ്ട്. At this location മാഗ്നറ്റിൻ്റെ ലെങ്ത് ഉണ്ട് പോൾ സ്ട്രെങ്ത് ഉണ്ട്. സോ മാഗ്നറ്റിൻ്റെ ലെങ്ത് ഉണ്ട് പോൾ സ്ട്രെങ്ത് ഞാൻ സ്മോൾ p വിളിക്കാൻ പോകണം. ഓക്കെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ക്യാപിറ്റൽ M എന്ന് വിളിക്കാം പോൾ സ്ട്രെങ്തിനെ സ്മോൾ p എന്ന് വിളിക്കാം. സോ പോൾ സ്ട്രെങ്ത് ഇസ് 1.8 ആംപെയർ മീറ്റർ. ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ്സ് മിഡ് പോയിൻറ്റ് യൂസിങ് എ ത്രെഡ്. അപ്പോൾ ഒരു നൂലിൽ നിന്ന് അതിനെ തൂക്കിയിട്ടിരിക്കുകയാണ് മിഡ് പോയിൻറ്റിൽ. And at midpoint using a thread it makes 45 degrees angle with the horizontal in equilibrium. ഇതാണ് horizontal 45 degrees with the horizontal. ഇനി ഇതിപ്പോൾ ഇങ്ങനെയാണ് ആ മാഗ്നറ്റ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ two poles of the magnet, north pole and south pole. Magnet is remaining like this. You want the needle to become horizontal. So that means you want the needle to come like this. ഇങ്ങനെ വരണം. You want the needle, you want AB to be like this. അപ്പോൾ needle ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ what is the vertical force that should be applied at one of the ends? So that means that needle force applied at one of the ends എന്ന് പറയുമ്പോൾ it is torque about this point. So force, if you are applying, ഇവിടെ നിന്ന് ഒരു force apply ചെയ്തു to bring it to this horizontal position, force into perpendicular distance, that is force multiplied by L by 2. That is to overcome the torque. Torque എന്ന് പറയുമ്പോൾ mb sin theta. Sin theta. Magnetic fieldും ആക്സിസും തമ്മിൽ തീറ്റ 90. അപ്പോൾ sin 90. ഓക്കെ സോ F into L by 2. F ആണ് കാണേണ്ട. മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ആണ് into length. That's a magnetic moment. I use the letter L for length. So magnetic moment is pole strength into length. B എന്ന് പറയുന്നത് BV. പക്ഷേ 45 ഡിഗ്രി ആയതിൻ്റെ ബി വി ആയാലും ബി എച്ച് ആയാലും ബോത്ത് ആർ ന്യൂമറിക്കലി ദ സെയിം. സോ ബി വി ഈസ് ഈക്വൽ ടു ബി എച്ച്, ദാറ്റ് ഈസ് ബി 18 into 10 raised to minus 6 into 1. ഓക്കെ എല്ലും ക്യാൻസലായി. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ്? Force will be 2p into BV, which is BV is numerically equal to BH. അപ്പോൾ ഇവിടെ ആകെ 2 into pole strength. Pole strength is 1.8 multiplied by BH, numerically equal to BV, 18 multiplied by 10 raised to minus 6. So that's simplification. So 18 into 18, 324, right? 8 8s are 64, carry 6, 8 1s are 8, 14, 1 8 1. നേരിട്ട് ആൻസർ അറിയാമെങ്കിൽ അത് എഴുതാം. സോ ഒരു ഡെസിമൽ പ്ലേസ്. സോ 32.4 multiplied by 2. So that is 64.8. okay 64.8. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 10 raised to minus 6. So that works out to be ഒരു സ്ഥാനം പുറകോട്ട് എടുത്താൽ 6.48 multiplied by 10 raised to minus 5. ഇതാണ് ഫോഴ്സ്, അത്രയും ന്യൂട്ടൺ, which is 6.5 into 10 raised to minus 5. Choice 2. Okay.
So the torque FL by 2 is balanced by the torque acting on the magnet placed at right angles to the uniform magnetic field. Okay, that is ഇവിടെ magnetic field BV perpendicular ആയിട്ട് ഈ magnet വെച്ചിരിക്കണം. So angle is 90 degree. So torque is also equal to mb sin 90. So what is the force? Clear? അടുത്ത question. A magnetic compass needle oscillates 30 times per minute at a place. So basic formula, vibration magnetometer T is equal to 2 pi into root of I divided by mb. ഇവിടെ that m moment of the magnet, ഇവിടെ it's a compass needle, so it's constant. പിന്നെ it is compass needle എന്ന് പറയുമ്പോൾ it is free to rotate in the horizontal plane. Compass needle free to rotate in the horizontal plane. So ഇവിടെ b എന്ന് പറയുന്നത് in this case it is bh because the word used is compass needle. It's free to rotate in the horizontal plane. ഇനി ഇവിടെ it's given in terms of frequency 30 times per minute, 40 times per minute. Time period ഉം ഫ്രീക്വൻസിയും 1/f ആണ്. In other words, ടിക്ക് പകരം 1/f, 2πയ്ക്കും ഐക്കും മാറ്റമില്ല, എമ്മിനും മാറ്റമില്ല, സെയിം നീഡിൽ, സോ ബി, സോ പ്രൊപ്പോർഷണൽ ടു 1/√b. ഇൻ അതർ വേർഡ്സ് ഫ്രീക്വൻസിയും √bയും കൂടെ എടുത്താൽ മതി. ക്ലിയർ? ഇവിടെ കോമ്പസ് നീഡിൽ ആൻഡ് ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി horizontal component of the Earth's magnetic field. So F proportional to √bh, or in other words F squared proportional to bh. Okay. ആദ്യത്തെ കേസ് 30 F എന്ന് പറയുന്ന F1 30 oscillations per minute, രണ്ടും per minute ആയതുകൊണ്ട് ഒന്നും കൺവേർട്ട് ചെയ്യണ്ട. BH1 എന്ന് പറയുന്നത് B1 cos theta 1. Theta is the dip at the place. B1 അറിഞ്ഞൂടാ, theta 1 ആണ് 45 degrees. Theta 1 is 45 degrees. Okay, ഇതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ ഫ്രീക്വൻസി ഈസ് 40 oscillations per minute, 40 per minute. അവിടുത്തെ ഡിപ്പ് ആംഗിൾ 30. സോ അവിടുത്തെ BH2 is equal to B2 cos theta 2. So that means it is B2 cos theta 2 is now 30 degree. Okay. So നമ്മുടെ ഇവിടെ F proportional to √bh കണ്ടു, F squared proportional to bh. What is bh? B cos theta. So this is what we are doing. So F1 by F2 the whole square എന്ന് പറയുമ്പോൾ B1 by B2 cos theta 1 divided by cos theta 2. Clear? So B1 by B2 എന്ന് പറയുമ്പോൾ we asked to find B1 by B2. Yes, F1 by F2 the whole square പിന്നെ cos theta 2 divided by cos theta 1. B1 by B2 എന്ന് പറഞ്ഞാൽ F1 by F2 the whole square cos theta 2 മേളി വരും, cos theta 1 താഴെ. Okay, so F1 by F2 the whole squared. F1 30, F2 40. F1 by F2 is 30 by 40 is 3/4. 3/4 the whole squared. 3/4 the whole squared is 9/16. 9/16 into cos theta 2. Theta 1 ആണ് 45 degree, theta 2 ആണ് 30. So cos 30 divided by cos 45. ഇതാണ്, what is this? B1 by B2. Okay, so B1 by B2 മോളി ചെയ്യാൻ പോണു. B1 by B2 becomes 9/16 multiplied by cos 30 √3/2 divided by cos 45 1/√2. Clear? So √2ഉം 2ഉം കൂടെ √2 വരും. So 9/16 multiplied by √3/√2 എന്ന് പറയുമ്പോൾ √3/2. Okay.
റൂട്ട് ഓഫ് 3/2 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1.5. റൂട്ട് ഓഫ് 3/2 ഈസ് റൂട്ട് ഓഫ് 1.5. ഏകദേശം എത്ര വരും? 1.2 സ്ക്വയർഡ് എന്ന് പറയുന്നത് 1.44. 1.3 സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ 1.69. അപ്പോൾ ഒരു 1.2ൻ്റെ കുറച്ച് മുകളിൽ വരും. സോ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1.2. 1.2നെക്കാട്ടിയും കുറച്ച് കൂടുതൽ വരും. സോ 9/16 ഇൻറ്റു slightly, very slightly greater than 9/16 into 1.2. Okay, 1.2 4 കൊണ്ട് വെട്ടിയ 4 3s are 12, 4 4s are 16. So 2.7 divided by 4 എന്ന് പറഞ്ഞാൽ ഏകദേശം 2.7/4 ഗ്രേറ്റർ ദാൻ ഈ സാധനമല്ലേ. അപ്പം നമുക്ക് ഇറ്റ്സ് നിയർലി ഈക്വൽ ടു 2.8/4 എന്ന് ഇട്ടിട്ട് ആൻസർ എന്താ വരും? 0.7. പോയിൻ്റ്. ഓക്കെ, സിംപ്ലിഫൈങ് പിന്നെ ഞാൻ ചെയ്യണം നോക്കണ്ട, യു ക്യാൻ ഡു യുവർ ഓൺ കാൽക്കുലേഷൻ. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫ്രീക്വൻസിയും മാഗ്നറ്റിക് ഫീൽഡും കൂടെയാണ് ബന്ധം. സോ എഫ് ടി എന്ന് പറയുന്നത് 1/f ആണ്. എഫും റൂട്ട് ബിയും ആണ്. ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ ദ horizontal field. Vibration magnetometer is always oscillating in the horizontal field. So F proportional to BH ആണ്, root BH ആണ്, where BH is equal to B cos theta. ബാക്കി പിന്നെ മാത്സ് ആണ്. 2 കേസ് എടുത്ത് റേഷ്യോ എടുത്ത് ചെയ്തു. All right, calculation. So answer 0.7. Choice 3. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് തിയറിയാണ്. At a point A on the Earth's surface, dip angle is +25. So northern hemisphere lana, there is geographic northern hemisphere lana dip positive ആയിട്ട് എടുക്കണം, southern hemisphere dip negative ആയിട്ട് എടുക്കാം, magnetic equator dip 0. Okay, so that's all. So at a point A on the Earth's surface, dip angle is +25. That means A is in the northern hemisphere. And where a point B dip -25, so B is in the southern hemisphere. So it is choice 3. Okay. Another question. The needle of a deflection magnetometer. Deflection magnetometer nu parana, it is used to find magnetic moment, okay, all that. It is based on tangent law. ennu parna horizontal motion ആണ്, that is the compass needle which is free to rotate in the horizontal plane. So Earth's magnetic field will be along the horizontal. So our compass needle ആദ്യം വേറെ external magnet ഒന്നും വയ്ക്കാതെ one small compass needle will be standing in the direction of the Earth's magnetic field, horizontal component, because this experiment is done in the horizontal plane, നമ്മുടെ ലാബിൽ ടേബിളിലൊക്കെ. Then വേറൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, വേറെ മാഗ്നറ്റൊക്കെ കാരണം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വയ്ക്കും. സോ ദാറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ബി എച്ച്. അപ്പോൾ ദിസ് നീഡിൽ ഇനിഷ്യലി ദർ വാസ് ഓൺലി ബി എച്ച്, ബട്ട് നൗ ഒരു റൈറ്റ് ആംഗിൾസിൽ ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദ നീഡിൽ നൗ കംസ് ടു റെസ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഫീൽഡ്. റിസൾട്ടൻറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതാണ് നെറ്റ് ഫീൽഡ്. സോ നീഡിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കറങ്ങി, ടേണിംഗ് ത്രൂ ആൻ ആംഗിൾ തീറ്റ, such that tan theta എന്ന് പറയുമ്പോൾ opposite side divided by adjacent side, that means B is equal to BH tan theta. ഇതാണ് ടാൻജൻറ്റ് ലോ എന്ന് പറയുന്നത്. സോ ബി എന്ന് പറയുന്നത് the external magnetic field produced by some external magnet that is arranged so that the field due to that magnetum BHും perpendicular ആണ്. നമ്മുടെ കോമ്പസ് നീഡിൽ ഇനിഷ്യലി എലോങ് ബി എച്ച് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡും കൂടെ ആക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾസിൽ കോമ്പസ് നീഡിൽ ടേൺസ് ത്രൂ ആൻ ആംഗിൾ തീറ്റ, സോ ദാറ്റ് ബി ഇസ് ഈക്വൽ ടു ബി എച്ച് ടാൻ തീറ്റ. ഇനി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൻ്റെ ടാൻ എ പൊസിഷൻ റിമെമ്പർ, ടാൻ എ പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി സിലബസിലില്ല, ബട്ട് ഫോർ ഇൻഫർമേഷൻ, tan A position ആകുമ്പോൾ the field due to the external magnet is the field on the axial line of that external magnetum. Tan B position ആണെങ്കിൽ field due to the external magnet is the field due to its equatorial line ആയിട്ട് വരും എന്ന് ഓർക്കുക. അതാണ് tan Aയും tan Bയും. ഫോർ എക്സാമ്പിൾ ഇത് tan A പൊസിഷനാണ്.
അപ്പോൾ tan A പൊസിഷൻ എന്ന് പറയുമ്പോൾ ബി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ആ ബി ആക്സിയലാണ്, അതാണ് BH tan തീറ്റ. മറ്റേതാണെങ്കിൽ ഇക്വറ്റോറിയൽ, tan B ആണെങ്കിൽ ഇക്വറ്റോറിയൽ ഇട്ടാണ്. അപ്പോൾ ബി ആക്സിയൽ ഷോർട്ട് മാഗ്നറ്റിന് ഫോർമുല μ0/4π 2m divided by d cubed. This is BH tan theta. Okay. ഇതേ കണക്ക് tan B ആയിരുന്നെങ്കിൽ μ0/4π m/d cubed is equal to BH tan theta എന്ന് എഴുതിയാണ്. ഇവിടെ എന്തായാലും ആരും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസും തീറ്റയും. ബിക്കോസ് the needle of a deflection magnetometer shows a deflection 60 degree. So theta 1 60 degree at a certain distance. That means that magnet is kept at a distance say d. Appa theta 1 60 degree. D1 എന്ന് പറയുന്നത് d ആണ്. സോ ആദ്യത്തെ ഡിസ്റ്റൻസ് D1 എന്ന് പറയുന്നത് d ആണ്. തീറ്റ 1 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആണ്. പിന്നെയോ ഡിസ്റ്റൻസ് ഡബിൾ ആക്കി, അപ്പോൾ D2 എന്ന് പറയുന്നത് 2d ആണ്. അപ്പോൾ തീറ്റ 2 എത്ര? ദാറ്റ്സ് ഓൾ. സോ ഈ ഫോർമുലയിൽ ഇറ്റ് ഈസ് ഓൺലി എ റിലേഷൻ കണക്റ്റിംഗ് d ആൻഡ് തീറ്റ. ഓക്കെ, അപ്പോൾ μ0/4π 2m BH അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ എന്താ വരും? 1/d³ പ്രപ്പോർഷണൽ ടു tan തീറ്റ. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ചോദിക്കണം. സോ ദാറ്റ് മീൻസ് 1/d³ പ്രപ്പോർഷണൽ ടു tan തീറ്റ 1, ആദ്യത്തെ ഡിഫ്ലക്ഷൻ 60 ഡിഗ്രി, രണ്ടാമത് D2 is 2d, so 1/2d the whole cubed proportional to tan theta 2. Theta 2 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. തീറ്റ 1 60 ഡിഗ്രി ആണ്. ക്ലിയർ? ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് തീറ്റ 2. പോയിൻ്റ് ഓക്കെ? റിലേഷൻ ബിറ്റ്വീൻ ഡി ആൻഡ് തീറ്റ മാത്രമേ ഉള്ളൂ ഇവിടെ. സോ d³ 1/d³ പ്രപ്പോർഷണൽ ടു tan theta. ദാറ്റ് ഇസ് tan തീറ്റയും d³ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. സോ യു വോണ്ട് ടു ഫൈൻഡ് tan theta 2. സോ ഹിയർ tan തീറ്റയും ഡിയും ഇൻവേഴ്സ്ലി d³ 1/d³. അപ്പോൾ എന്ത് എഴുതിയാൽ മതി? tan theta 2 divided by tan theta 1 will be equal to inversely അല്ലേ d1/d2 the whole cubed. തീറ്റ 2 എന്ന് പറയുമ്പോൾ d2 താഴെ വരും, തീറ്റ 1 എന്ന് പറയുമ്പോൾ d1 മുകളിൽ പോകും. വേർ d2 എന്ന് പറയുന്നത് 2d1, d2 is equal to 2d1. So it becomes 1/d2 is 2d1, 1/2 the whole cube, that means 1/8. So tan theta 2 will be tan theta 1 multiplied by 1/8. Tan theta 1 എന്താണ്? ഇനിഷ്യൽ ആംഗിൾ tan 60. What is tan 60? √3. So it becomes √3 into 1/8, √3/8. So what is theta 2? So theta 2 will be tan inverse ഒരു മിനിറ്റ്, തീറ്റ 2 എന്ന് പറയുമ്പോൾ tan inverse √3 divided by 8. ഓക്കെ, അപ്പോൾ ആദ്യം ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ഒബേസ് ടാൻജൻ ലോ. രണ്ട് പൊസിഷൻ tan A tan B. tan A സ്റ്റാൻഡ്സ് ഫോർ ആക്സിയൽ ലൈൻ, tan B is ഇക്വറ്റോറിയൽ ലൈൻ. നമ്മുടെ കണക്ക് tan A ആണ്. അപ്പോൾ അതും അതിൻ്റെ ഡിസ്റ്റൻസും ഡിഫ്ലക്ഷനും തമ്മിലുള്ള ബന്ധം, പിന്നെ റേഷ്യോ കണക്ക്. സോ ആൻസർ ഇസ് ചോയ്സ് 3. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തിയറിയാണ്. Copper rod of length L rotated about one end perpendicular to the magnetic field. So rod idana rotating about the end here. Here it is rotating with a constant angular velocity. Magnetic field is directed either into the paper or out of the paper. That is in a plane perpendicular to the magnetic field. The EMF induced between the two ends of the rod. Induced EMF is given by the formula standard theory half BL squared omega. So formula half BL squared omega, choice 1. அடுத்த question number 10. ഇൻഡക്ടറിൻ്റെ കാര്യം. സോ ഇൻഡക്ടറിനെ പറ്റി what do you know? That is when an inductor is connected to a circuit,
just when the switch is closed, just when the key is closed, that is circuit is on. Just when the circuit is closed, current growing aana, so maximum opposition to the flow of current, because EL nu parayunnathu EMF induced by the inductor nu parayumbol minus L into di by dt. So at the start there is maximum growth of current, so that means inductor behaves like a perfect insulator. Just when the key is closed, that is just when the circuit is on, inductor behaves like a perfect insulator. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കറണ്ട് ഗ്രോ ചെയ്തിട്ട് കറണ്ട് സ്റ്റഡി ആവും എന്ന് പറഞ്ഞാൽ കറണ്ട് മാറാതെ നിൽക്കും. കറണ്ട് മാറാതെ നിന്നാൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇൻ ദാറ്റ് കേസ് ദാറ്റ് മീൻസ് ആഫ്റ്റർ സം ടൈം എന്ന് പറയുമ്പോൾ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ്. സോ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ചേഞ്ച് ഇൻ കറണ്ട് ഇല്ല, സോ EMF induced ഇല്ല, that means that's behaving no PD. So the inductor is behaving like a perfect conductor. Inductor is a perfect conductor. ഈ രണ്ട് പോയിന്റ് ആണ് അറിയേണ്ടത്. സോ ഇവിടെ the key is closed at t is equal to 0. എന്നിട്ട് what is the current through the battery? രണ്ട് ആൻസേഴ്സും തന്നിട്ടുണ്ട്. at t is equal to 0. t is equal to 0 ആകുമ്പോൾ ഇൻഡക്ടർ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആകുമ്പോൾ അവിടെ എന്തോ പറ്റും. പിന്നെ t is equal to infinity എന്ന് പറയുമ്പോൾ കുറേ കഴിഞ്ഞിട്ട്, അതാണ് t is equal to infinity, when the current has reached steady state. So first t is equal to 0. So t is equal to 0 ആകുമ്പോൾ എന്തോ പറ്റും, ഇൻഡക്ടർ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോവില്ല, ബിക്കോസ് ദിസ് ഇസ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ. സോ ഫിഗർ ബിക്കംസ് വാട്ട്, ബാറ്ററി കീ ക്ലോസ്ഡ് ആണ്, അതിൻ്റെ EMF V ആണ്, താഴത്തെ ബ്രാഞ്ചിൽ കൂടെ മാത്രമേ പോകൂ. So that's all. So that current will be, first case current will be V divided by R2. V divided by R2 because our L is the perfect insulator, adi kuda no current passes. Ini പക്ഷേ at t is equal to infinity what happens? Inductor is a perfect conductor ആണ്. Inductor perfect conductor. അപ്പോൾ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ബാറ്ററി കീ ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഇൻഡക്ടർ ദർ ഇസ് നോ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ദെൻ യു ഹാവ് R1 ഹിയർ, പിന്നെ നേരത്തെ പോലത്തെ താഴത്തെ R2 ഉണ്ട്. Now what is it? R1 and R2 are connected in parallel. So effective resistance is going to be R1 R2 divided by R1 plus R2. So now what is the current in the second case? It is V divided by R net. So it's going to be V divided by R1 R2 divided by R1 plus R2 എടപ്പം മേളിപ്പോൾ. ഇതാണ് സെക്കൻഡ് കേസ്. സോ ഇത് സെക്കൻഡ് കേസ്, ദാറ്റ് മീൻസ് ആഫ്റ്റർ സം ടൈം അല്ലെങ്കിൽ t ടെൻസ് ടു 0. ഈ ആദ്യത്തെ കേസ് ഇതാണ്. സോ ഫസ്റ്റ് കേസ് V by R2 at t is equal to 0, choice 3, and at t is equal to infinity it is V into R1 plus R2 divided by R1 R2. Point is clear? So ഇതാണ് ഇൻഡക്ടറിൻ്റെ കാര്യം which you have to know. Okay. അടുത്ത question. A coil is suspended in a uniform magnetic field with the plane of the coil parallel to the magnetic lines of force. So plane of the coil parallel to the magnetic lines, current pass through the coil. So current passing through the coil ആകുമ്പോൾ, so it's a coil, current is passing through the coil, and then that coil starts oscillating in that magnetic field, that is up and down starts oscillating. Appo it is very difficult to stop it. That means because of that external magnetic field and current passing through the coil starts oscillating. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കും, ബിക്കോസ് ഫീൽഡും ഉണ്ട് കറണ്ടും ഉണ്ട്. ബട്ട് അലുമിനിയം പ്ലേറ്റ് വയ്ക്കുമ്പോൾ, അപ്പോൾ ഒരു അലുമിനിയം പ്ലേറ്റ് നിയർ ബൈ വയ്ക്കുമ്പോൾ എന്താ പറ്റും, ബിക്കോസ് ഓഫ് ദാറ്റ് ചേഞ്ചിങ് കറണ്ട് EMF is induced. It's a piece of metal placed in a varying magnetic field. What will happen? Eddy currents, induced current will be flowing in that path on the surface of the metal, and that will oppose this changing current that is happening in the coil. A changing current ondale coil oscillate cheyana. So the eddy currents formed on the aluminum plate will provide electromagnetic damping to the current carrying coil which is oscillating. അങ്ങനെ അതിൻ്റെ ഓസിലേഷൻ റെഡ്യൂസ് ആവും.
ഇതാണ് കാര്യം. So when a current is passed through the coil, it starts oscillating. It's very difficult to stop. But if an aluminum plate, that is metal plate, is placed near to the coil, എന്താണ് പറ്റണ? Electromagnetic induction in the aluminum plate. അപ്പോൾ eddy currents ഉണ്ടായിട്ട് that eddy currents produce electromagnetic damping. അതുകൊണ്ടാണ് അലുമിനിയം പ്ലേറ്റ് അടുത്ത് വയ്ക്കുമ്പോൾ, that is a metal plate അടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് the oscillation stops. So choice 4. അടുത്ത question, number 12. A uniform but time varying magnetic field, that is magnetic field varying with time. നമുക്ക് EMF induced EMF ൻ്റെ magnitude d∅dt എന്നറിയാം, which can be d/dt of magnetic flux എന്ന് പറയുമ്പോൾ n(b.a) അല്ലേ? അപ്പോൾ n(ba cos theta). So EMF can be induced when number of turns changes with time, magnetic field changes with time, area changes with time, അല്ലെങ്കിൽ ആംഗിൾ തീറ്റ, കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ചേഞ്ചസ് വിത്ത് ടൈം. ഈ ആംഗിൾ ചേഞ്ചിങ് വിത്ത് ടൈം ആണ് നമ്മുടെ എ സി ചാപ്റ്റർ. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം ആണ് ഇത്. സോ വെൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻഡ്യൂസ്ഡ്. പക്ഷേ ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ എന്താ പറയണ, മാഗ്നറ്റിക് ഫീൽഡ് വേരീസ് വിത്ത് ടൈം, there will be an induced electric field. പക്ഷേ ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് അല്ല. ദിസ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഇലക്ട്രിക് ഫീൽഡാണ്. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ഇൻ എ ക്ലോസ് പാത്ത് ഇസ് നോട്ട് സീറോ. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച കൺസർവേറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് വർക്ക് ഡൺ ഇൻ എ ക്ലോസ് പാത്ത് സീറോ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റൻറ്റ്, മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻറ്റ്. റിമെമ്പർ, ഇതല്ല. ദിസ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഓക്കെ, വേറാസ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത് അങ്ങനെയല്ല. ഒരു പ്ലസ് ക്യൂവും മൈനസ് ക്യൂ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലേ, പ്ലസ്സിന്ന് പോയി മൈനസിൽ പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നോൺ കൺസർവേറ്റീവ് ഫീൽഡ് ലൈൻസ് ആണ്, ദേ ഫോം ക്ലോസ് ലൂപ്സ്. ക്ലിയർ? സോ ആ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്, ബിക്കോസ് ഇറ്റ്സ് ക്ലോസ് ലൂപ്പ്, EMF ഈസ് ബേസിക്കലി നമ്മുടെ when you study electrostatics, you study electric field എന്ന് പറയുന്നത് minus dV/dr, or electric field is PD divided by distance, or dV എന്ന് പറയുന്നത് E multiplied by distance. ഞാൻ ഐഡിയ പറയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഈ dV, there is nothing called potential difference എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. So the EMF induced, because it's a closed loop, EMF induced എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് മൾട്ടിപ്ലൈഡ് ബൈ ലെങ്ത് ഓഫ് ദ ലൂപ്പാണ്, വിച്ച് ഇസ് 2πr. ഇതാണ് EMF induced. And then this EMF induces d∅dt, where d∅dt is happening because magnetic field changes with time. Understood? So ഇതാണ് concept. So ഇവിടെ there is a region where in the figure ഇത്രയും ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെരിങ് വിത്ത് ടൈം. ദേ ആർ ഷോയിങ് എ കേസ് വെയർ ഇങ്ങനെ കാണിക്കണം, ആൻഡ് ദാറ്റ് മീൻസ് എ ഇൻവേർട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെരിങ് വിത്ത് ടൈം എന്നാണ് കാണിക്കണത് പ്രോസ്. സോ ഇൻവേർട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെരിങ് വിത്ത് ടൈം, ആൻഡ് അതിൻ്റെ റേഡിയസ് എ ആണ്. ഇതിൻ്റെ ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ടു, ആൻഡ് ദാറ്റ് ഇസ് വെരിങ് വിത്ത് ടൈം, ദിസ് റേഡിയസ് ഇസ് എ. സോ ഈ ഭാഗത്ത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് E മൾട്ടിപ്ലൈഡ് ബൈ 2πr ആണ്. ഇനി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് P at a distance r from the center. So you are now taking a point P, distance r from the center. ഇവിടെയാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവണം, ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻറ്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നോൺ കൺസർവേറ്റീവ് ഫീൽഡ്, വാട്ട് യു ഡു ഇസ് ഇതിൻ്റെ സെൻറ്ററാക്കി വെച്ചിട്ട് വിത്ത് ദിസ് O as center and smaller radius you draw one circle. അപ്പോൾ ഈ സർക്കിളിലെ എല്ലാ പോയിൻറ്റ്സും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് E മൾട്ടിപ്ലൈഡ് ബൈ 2πr.
R OP because I want the field at the point P. പക്ഷേ EMF എന്തുകൊണ്ടാണ് ഉണ്ടായത്? Because magnetic field changes with time. Magnetic field changes with time ഏത് ഭാഗത്ത് മാത്രമേ ഉണ്ടായുള്ളൂ? It only happened in this region which is having a radius A. Okay. So this is numerically equal to d phi by dt. That means it is d by dt of B, that is dB by dt കാരണമാണ് ഇത് ഉണ്ടായത്. But this happens in which area? It happens in the area pi a squared. It happens in the circle of radius A. Clear? So ഇവിടെ E multiplied by 2 pi r എന്ന് പറയുന്ന ഇതാണ്. So E multiplied by 2 pi r is dB by dt multiplied by pi a squared. So from here you pi and pi cancel ചെയ്തു. E എന്ന് പറയുമ്പോൾ 2r താഴെ പോകും. ഫുൾ ഫോമുല ഇവിടെ ചോദിച്ചിട്ടില്ല. സോ ഇവിടെ E എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി dB by dt പൈ പോയി a squared ഡിവൈഡഡ് ബൈ എന്താ വരും പൈ ഗോൺ 2r. They have only asked how E varies with r. So how does E vary with r? E proportional to 1 by r. That means 1 by r കൂടുമ്പോൾ E കുറയും, r കൂടുമ്പോൾ E കുറയും. So it decreases as 1 by r. That's how it's written. Yeah. So because r കൂടുമ്പോൾ E കൂടെയല്ലല്ലോ, r കൂടുമ്പോൾ E കുറയും. So choice 2. ഇതാണ് നോൺ കൺസർവേറ്റീവ് ഫീൽഡ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫീൽഡ് ലൈൻസ് ആർ ഓൾ ക്ലോസ്ഡ് ലൂപ്സ്. Next question. A physicist works in a laboratory where the magnetic field is 2 Tesla. So magnetic field is 2 Tesla. She wears a necklace enclosing an area 0.01 meter squared. 0.01 meter squared എന്ന് പറഞ്ഞാൽ 10 raised to minus 2 meter squared. In such a way that the plane of the necklace, plane ആണ്. So it is plane. മനസ്സിലാവും, the plane of the necklace is normal to the field. അപ്പോൾ ഇത് നെക്ലസ് ആണെങ്കിൽ അതിൻ്റെ plane is normal to the field. That means vector B is like this. So plane of the necklace normal to B എന്ന് പറഞ്ഞാൽ vector A is normal to the plane. So that means vector B and vector A are parallel to each other because this is the plane of the necklace, plane of that body. So B and A are parallel. So flux എന്ന് പറയുമ്പോൾ BA cos 0 വരും. That is BA. Okay. Anyway. So she wears a necklace enclosing an area in such a way plane of the necklace is normal to the field and is having a resistance R. So resistance R is 0.01 ohm, which means 10 raised to minus 2 ohms. Because of power failure, field decays to 1 Tesla in time 10 raised to minus 3 seconds. So പുതിയ field 1 Tesla in a time 10 raised to minus 3 seconds. ഇതാണ് data. What is the total heat produced? Heat produced. Joule heating. Heat produced I squared RT. R ആണ് 10 raised to minus 2, ടൈം ആണ് 10 raised to minus 3. അപ്പോൾ ഇനി I കാണണം. I കാണാൻ EMF ഇൻഡ്യൂസ്ഡ് ആണ് എന്തുകൊണ്ട്? EMF is induced because magnetic field മാറുന്നുണ്ട്. So it is basic formula d phi by dt. Magnitude is d phi by dt. d phi by dt. But that's happening because it's A into dB by dt. Okay. A എന്ന് പറയുന്നത് 10 raised to minus 2. Magnetic field dB എന്ന് പറയുമ്പോൾ 2 ടെസ്ലയെന്ന് 1 ടെസ്ല ആവണം. So 2 minus 1. This is taking place in a time 10 raised to minus 3 seconds. So 10 raised to minus 2 minus 3 മോളിൽ പോകും, അപ്പോൾ plus 10 വരും. ഇതാണ് EMF induced. Current എന്താണ്? Current is EMF divided by resistance. So 10 divided by resistance എന്താണ്? 10 raised to minus 2. So it becomes 10 raised to plus 3 ampere. ഇതാണ് current. What do we want to do? H, I squared RT. Okay. So from here, I squared 10 raised to 6
R, resistance 10 raised to minus 2, time 10 raised to minus 3. അപ്പോൾ എന്താ വരും 6 minus 5, that is 10 joules. So answer is 10 joules, choice 1. Okay, choice 1. Okay, joule heating, heat produced in the necklace എന്ന് പറയുമ്പോൾ I squared RT. So I കണ്ടു E by R, E ഉണ്ടായത് മാഗ്നറ്റിക് ഫീൽഡ് മാറണമുണ്ട്. സോ d5 by dt മാഗ്നിറ്റ്യൂഡ് എടുത്തു. I എന്ന് പറയുന്നത് E by R, then I squared RT. Okay, അടുത്ത question 14. As shown in the figure, a metal rod makes contact and completes the circuit. So ഇവിടെ ഒരു ആദ്യത്തെ കേസ്, എ റോഡിൻ്റെ നീളം 50 centimeter, that means 0.5 meter, half meter, that's moving with a velocity v 2 meter per second. Magnetic field അകത്തോട്ടാണ്. Okay, so a straight rod, motional EMF theory, a straight rod of length L ഇങ്ങനെ velocity v, magnetic field അകത്തോട്ട്, that is Vm Lm Bm perpendicular to each other. So EMF induced എന്ന് പറയുന്ന BLV, that's EMF induced. And direction എന്താണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെ? So that is right hand അല്ല, ഇൻഡ്യൂസ്ഡ് EMFന്. So magnetic field അകത്തോട്ട്, thumb shows direction of the motion of the conductor, that is റൈറ്റിലോട്ട്. അപ്പോൾ middle finger will give you the direction of current. ഇതല്ലേ റൈറ്റ് ഹാൻഡ് റൂൾ. മിഡിൽ ഫിംഗർ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ദാറ്റ് മീൻസ് മുകളിലോട്ട്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. കറണ്ട് ഇങ്ങനെ. ഈ EMF ആണ് BLV. സോ B 0.15, length of the conductor half meter, velocity 2. So it is 0.15 volt. So this E എന്ന് പറയുന്ന 0.15 volt. Okay, ഇനി so now that figure വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, that is റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3 ohm. This is 3 ohm. ഇവിടെ ഒരു ബാറ്ററി, മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. ഇതിൻ്റെ EMF 0.15 വോൾട്ട്. ഇനി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. റിമെമ്പർ ദിസ് പൊസിഷൻ, ദാറ്റ് ഈസ് ഈ റോഡ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഐ കോൾ ഇറ്റ് പി ക്യൂ is actually a rod, it's behaving like a battery എന്നല്ലേ ഉള്ളൂ. So now it's a story of that rod PQ has a current like this. ആ കറണ്ട് എന്താണ്? കറണ്ട് ഈസ് ദ, ആ റോഡിൻ്റെ റെസിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസേ തന്നിട്ടുള്ളൂ. റോഡിൻ്റെ റെസിസ്റ്റൻസ് തന്നാൽ അത് ആ ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് തന്നിട്ടില്ല. സോ കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ E/R ഉള്ളൂ. That means 0.15 divided by 3. Okay, so 0.05 ampere. Okay, 0.05 into 3 എന്ന് പറയുമ്പോൾ 0.15 ആയി. So current is 0.05 ampere. So this current 0.05 ampere. പിന്നെ സർക്യൂട്ട് ഏതാ കംപ്ലീറ്റ്? This circuit is like this. This is the R. And then current carrying conductor, magnetic field into the paper ഉണ്ട്. Magnetic field into the paper. So current carrying conductor placed in an external magnetic field. Magnetic field and length of the conductor are perpendicular to each other. So force acting on the conductor, Fleming's left hand rule. F is equal to ILB. Force acting on a current carrying conductor which is at right angles to a uniform external magnetic field. Force ILB. So left hand ആണ്. Magnetic field അകത്തോട്ട്, current മേളിലോട്ട്. So thumb ആണ് direction of force. So force ഇവിടെ ലെഫ്റ്റിലോട്ട്.
So there is a force this side given by ILB. So that works out to be I എന്ന് പറയുമ്പോൾ 0.05, length of the conductor 50 centimeter 1/2, magnetic field 0.15 അല്ലേ 0.15. So 15 into 5 75, decimal place കളയാം 1 2 3 4 10 raised to minus 4 divided by 2, that is 37.5 into 10 raised to minus 5 37.5 into 10 raised to minus 4 Newton. ഇതാണ് force, which is the same as 3.75 into 10 raised to minus 3 Newton. അപ്പോൾ എന്തോ കാണാൻ പറഞ്ഞ force needed to move the rod as indicated with a constant speed. So speed constant ആണെങ്കിൽ what is happening? Rod initially റൈറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു, force ഇങ്ങോട്ട് ആക്ട് ചെയ്തിട്ടും speed is there, that means the net force acting on that conductor is 0. So that means the force that's acting on the conductor to make it move with constant speed is force needed to move the rod, because magnetic force ഇങ്ങോട്ട് ആക്ട് ചെയ്യണം. So നമ്മൾ ഒരു external force ഇങ്ങോട്ട് ആക്ട് ചെയ്താലേ the rod will move with a constant speed of 2 meter per second. Point okay? ഞാനിവിടെ ഓരോ കേസും കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് ആൻസർ വന്നു. സെയിം തിങ് ഫൈനൽ ഫോർമുല വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ക്ലിയർ? സോ സെയിം തിങ് ഐ ജസ്റ്റ് റിപ്പീറ്റ് നൗ ഇൻ ടേംസ് ഓഫ് ലെറ്റേഴ്സ്. ഇത് മനസ്സിലായല്ലോ? സോ ഞാൻ ആദ്യം ചെയ്തത്, ചിലവർക്ക് അതായിരിക്കും എളുപ്പം, അപ്പോൾ അതും കൂടെ പറയാം. ആദ്യം പറഞ്ഞത് there is a rod of length L moving with a velocity v, magnetic field അകത്തോട്ട്. സോ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് BLV ആണ്. ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ കറണ്ട് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ദ സെയിം തിങ് ഇസ് ഡ്രോൺ ലൈക്ക് ദിസ്, ദറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഇതാണ് E. സോ ദാറ്റ് E ഇസ് BLV. പിന്നെ എന്ത് ചെയ്തു? ദാറ്റ് റോഡ് ഇസ് പാർട്ട് ഓഫ് എ ക്ലോസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇത് റോഡാണ് E, വിച്ച് ഇസ് BLV, ആൻഡ് ദർ ഇസ് ആൻ R ഹിയർ. സോ കറണ്ട് ഇൻ ദ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് E ബൈ R, വിച്ച് ഇസ് BLV ഡിവൈഡഡ് ബൈ R. ദാറ്റ്സ് എ കറണ്ട്. പിന്നെ എന്ത് ചെയ്തു? ആ റോഡ് തന്നെ ഹൂസ് ലെങ്ത് ഇസ് L, ദാറ്റ് ഇസ് 1/2 meter, ഹാസ് ടു മൂവ് വിത്ത് എ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി V. അതിന് നമ്മൾ എന്തോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ റോഡ് വിച്ച് ഇസ് ഹാവിങ് എ കറണ്ട് I and placed in an external magnetic field directed into the paper, ഇങ്ങോട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ദാറ്റ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ILB. സോ I എന്ന് പറയുന്നത് BLV ബൈ R ആണ്. ഇതാണ് I. പിന്നെ ഒരു L ഉണ്ട്, ഒരു B ഉണ്ട്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് B² L² V ബൈ R. ഈ ഫോഴ്സാണ് ഞാൻ മുറിച്ച് ചെയ്ത് ആൻസർ ചെയ്തത്. നേരിട്ട് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഈ ആൻസർ കിട്ടും. ദിസ് ഈസ് ദ ഫോഴ്സ്. പക്ഷേ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ടു ദ ലെഫ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഡയറക്ഷൻ കാണുമ്പോൾ ടു ദ ലെഫ്റ്റ് ആണ്. പക്ഷേ ആ ഫോഴ്സ് ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ റോഡ് മുമ്പോട്ട് പോകുന്നത് റിട്ടാർഡേഷൻ ആയിപ്പോയനെ. വാട്ട് ഡു ദേ വാണ്ട്? They want the rod to continue to move with a constant velocity. So that means constant velocity എന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ആവണം. Already there is a force to the left. So we should apply an external force to the right to exactly cancel the effect of this. Our external force also should be numerically equal to this value. That means 3.75 into 10 raised to minus 3. So that net force on the rod is 0. ഇതാണ് question. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കറണ്ടൊക്കെ ചെയ്യാതെ ഫൈനലി സിംപ്ലിഫൈ ചെയ്താലും മതി. ക്ലിയർ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, നമ്പർ 15. അതും ഇൻഡക്ടറിൻ്റെ കഥ തന്നെയാണ്. സോ ഇൻഡക്ടറിൻ്റെ നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞു? ഫോർ ഇൻഡക്ടർ ഒന്ന് at t is equal to 0. That means just when the circuit is closed, inductor is a perfect insulator. പിന്നെ 2, after some time,
അതായത് സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് അതിനെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നും പറയും. അപ്പോൾ എൽ ഇസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ. ഇതാണ് പോയിന്റ്. ഈ ഐഡിയ വെച്ചിട്ട് ഈ 3 ഫിഗർ തന്നിട്ടുണ്ട്. റാങ്ക് എല്ലാ ഐഡൻറ്റിക്കൽ ബാറ്ററീസാണ്. ഐഡൻറ്റിക്കൽ ബാറ്ററി, ഐഡൻറ്റിക്കൽ ഇൻഡക്ടർ, ഐഡൻറ്റിക്കൽ റെസിസ്റ്റർ. ദാറ്റ് മീൻസ് എല്ലാത്തിൻ്റെ ആറും എല്ലും ഇ എം എഫും ഒക്കെ സെയിം ആണ്. റാങ്ക് ദ സർക്യൂട്ട്സ് ഇൻ ഡിക്രീസിങ് ഓർഡർ. ദാറ്റ് മീൻസ് ആദ്യം ഹയസ്റ്റ് കറണ്ട് അക്കോർഡിംഗ് ടു ദ കറണ്ട് ത്രൂ ദ ബാറ്ററി just after the circuit is closed. അപ്പോൾ ആദ്യം at t is equal to 0. Remember, L is a perfect insulator. So ആദ്യത്തെ ഫിഗറിൽ ഇവിടെ സീരീസ് സർക്യൂട്ടാണ്. എൽ ഇൻസുലേറ്റർ ആകുമ്പോൾ പിന്നെ കറണ്ട് പാസ് ചെയ്യില്ല. സോ ദാറ്റ് മീൻസ് I1 is 0. ഇനി ഇതിൻ്റെ I2 എന്ന് വിളിക്കാം. രണ്ടാമത്തേൻ്റെ എൽ പെർഫെക്റ്റ് ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇങ്ങനെ വന്നു, ഇവിടെ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പോവില്ല. സോ ദ ഫിഗർ ബിക്കംസ്, രണ്ടാമത്തെ ഫിഗർ ബിക്കംസ് ബാറ്ററി. ഇത് മാത്രമേ ഉള്ളൂ, കാരണം ഈ ഭാഗത്തൂടെ പോയ ഇൻഡക്ടറിൽ കൂടെ പാസ് ചെയ്യണം, അത് പോവില്ല. സോ ഇൻ ദാറ്റ് കേസ് I2 is equal to V/R. അത്രേ ഉള്ളൂ. മൂന്നാമത്തെ ഫിഗർ അഗൈൻ ഇൻഡക്ടർ ഇൻസുലേറ്ററാണ്. സോ ഈ ബ്രാഞ്ചിൽ കൂടെ പോവില്ല. സോ മൂന്നാമത്തെ ഫിഗർ ബിക്കംസ് ബാറ്ററി. ഇവിടെ R ഉണ്ട്, ഇവിടെയും R ഉണ്ട്. സോ R + R 2R. സോ I3 എന്ന് പറയുന്നത് V/2R ആണ്. സോ വി ഹാവ് ടു അറേഞ്ച് ഇറ്റ് ഇൻ ഡിക്രീസിങ് ഓർഡർ. അപ്പോൾ ഹയസ്റ്റ് ഫസ്റ്റ്, ഹയസ്റ്റ് ഏത് I2. സോ I2 is greater than I3 is greater than I1. ഇതാണ് ഏത് കേസ്? at t is equal to 0. ഓക്കെ, ഇതാണ് t is equal to 0. രണ്ടാമത്തത് at t long time later എന്ന് പറഞ്ഞാൽ t tends to infinity when L is a perfect conductor. അപ്പോൾ L ആദ്യത്തെ ഫിഗർ L perfect conductor. സോ ദാറ്റ് മീൻസ് R + R 2R ഉണ്ട്. സോ I1 എന്ന് പറയുമ്പോഴത്തേക്ക് V/2R വരും. I2 L is a perfect conductor. അപ്പോൾ അതിൻ്റെ പടം വരയ്ക്കുമ്പോൾ ബാറ്ററി ഇവിടെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് there is a resistance here R, then there is another resistance here and that is conductor ആണ്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ AB എന്ന് വിളിച്ചാൽ ABയുടെ അക്രോസ് ആയിട്ട് ആറും ഉണ്ട്, ഇനി ഒരു ആറും ഉണ്ട്. അപ്പോൾ ആറും പാരലലാണ്. സോ ദാറ്റ് മീൻസ് R പാരലൽ R ബിക്കംസ് R/2. സോ I2 എന്ന് പറയുമ്പം I2 ബിക്കംസ് V/R പാരലൽ R/2. R/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2V/R. ഇതാണ് I2. സോ I2 2V/R. I3യോ L is a perfect conductor. അപ്പോൾ L പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് ഇവിടെ എത്തുമ്പോൾ രണ്ട് വഴിയുണ്ട്. ഒന്ന് ഇവിടെ കൂടെ പോകാം, അല്ലെങ്കിൽ ഇവിടെ കൂടെ പോകും. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 0 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇൻഡക്ടറിൽ കൂടെ പോകും. അപ്പോൾ I3യുടെ പടം എങ്ങനെ വരും? I3യുടെ ബാറ്ററി ഇവിടെ, ദെൻ റെസിസ്റ്റൻസ് ഉണ്ട്, താഴത്തെ റെസിസ്റ്റൻസ് കൂടെ പോവില്ല, അത് നേരെ ഇൻഡക്ടറിൽ കൂടെ പോയുള്ളൂ. സോ ദാറ്റ് മീൻസ് I3 is equal to V/R ആണ്. You have to arrange in decreasing order. That means highest first. Highest ഏതാ? I2 അല്ലേ? സോ I2, പിന്നെ ഹയസ്റ്റ് I3, പിന്നെ സ്മോളസ്റ്റ് I1. സോ സെക്കൻഡ് ചോയ്സ് I2 greater than I3 greater than I1 ആദ്യത്തെ ഇത്. സോ ഇറ്റ് ഈസ് ചോയ്സ് 1. ചോയ്സ് 1. ഓക്കെ, I2 greater than I3 greater than I1, മറ്റത് I2 greater than I3 greater than I1. Okay, so clearly understood. അടുത്ത question 16. Simple question on transformer. Transformer based on mutual induction. So converting AC of high voltage to low voltage or low voltage to high voltage. Step up ആകുമ്പോൾ output voltage higher, step down ആകുമ്പോൾ output voltage is lower. So transformer consists of 300 turns in the primary. So NP is 300 and secondary 150. Output power
ഔട്ട്പുട്ട് പവർ 2.2 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ 2200 വാട്ട്സ്. എഫിഷ്യൻസി പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് അബൌട്ട് എഫിഷ്യൻസി ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് 100% എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്നർത്ഥം. ആൻഡ് പവർ എന്ന് പറയുമ്പോൾ EI, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് EP/IP അല്ലെങ്കിൽ ഇറ്റ് ഈസ് ESIS. എഫിഷ്യൻസിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ലോസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ലോവർ ആണ്, ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് പവർ വിൽ ബി സ്മോളർ. പക്ഷേ ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് ദിസ് ഈസ് ദ കേസ്. സോ നൗ current in the secondary coil, that means IS, is 10 ampere. Input voltage, that means you want EP എത്ര, പിന്നെ and current in the primary coil IP എത്ര. സോ നമുക്കിപ്പോൾ എന്താ അറിയാം, ഔട്ട്പുട്ട് പവർ അറിയാം, നമ്പർ ഓഫ് ടേൺസ്, ആൻഡ് യു നോ കറണ്ട് ഇൻ ദ സെക്കൻഡറി അറിയാം. Current in the secondary is given as 10 ampere. IS അറിയാം. So because you know IS, you know ES/IS is equal to output power. So ES becomes output power 2200 divided by IS 10. So ES is 220 volt. ഇത് ES ആണ്. ഇനി I want to find EP. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം ES/EP ഈസ് ഈക്വൽ ടു NS/NP. അപ്പോൾ EP കാണണം, 220 ഡിവൈഡഡ് ബൈ EP യെസ് NS 150, NP 300. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവാണ്. 150/300 എന്ന് പറയുമ്പോൾ 1/2. സോ 220/EP ആണ് 1/2. So what will be EP? It is 440 volt. So EP is 440 volt. ഇനി എന്താ വേണം, ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ട് ചെയ്യാൻ എന്തോ ചെയ്താൽ മതി, EP/IP is equal to പവർ. സോ അടുത്തത് EP/IP is equal to ഇൻപുട്ട് പവർ. പക്ഷേ ഇവിടെ ഇൻപുട്ട് പവർ ആയാലും ഔട്ട്പുട്ട് പവർ ആയാലും സെയിം ആണ്. സോ IP is going to be പവർ 2200 divided by EP 440. ഒരു 0 പോയി, 220 divided by 44. 44 into 5 gives you 220. So 5 ampere. So EP is 440 volt and IP is 5 ampere. So choice 2. Choice 2. Problem okay? Simply transformer and basic formula. All right. അടുത്ത ക്വസ്റ്റ്യൻ 17. കൺസെപ്ച്വലാണ്. ഒരു സ്ക്വയർ കോയിൽ ABCD ദാറ്റ്സ് ലൈങ് ഇൻ ദി XY പ്ലെയിൻ, അതാണ് ഇറ്റ്സ് ലൈങ് ഇൻ ദി XY പ്ലെയിൻ, സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആണ്, ദാറ്റ് ഈസ് OX OYയുടെ ഒറിജിനിലാണ്. ലോങ് സ്ട്രേറ്റ് വയർ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ക്യാരീസ് എ കറണ്ട് I is equal to 2T. I is equal to 2T എന്ന് പറയുമ്പോൾ സമയം കൂടുമ്പോൾ കറണ്ടും കൂടും. ഇപ്പോൾ T is equal to 1 T is equal to 0യിൽ കറണ്ട് 0. T is equal to 1 സെക്കൻഡിൽ കറണ്ട് 2 ampere, etc. T is equal to 2 സെക്കൻഡിൽ കറണ്ട് 4. ദാറ്റ് മീൻസ് കറണ്ട് ഇസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ്. കറണ്ട് ഇസ് പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ അകത്തോട്ട് കറണ്ട് കൂടുകയാണ്. എന്നിട്ട് കോയിലിൽ എന്താണെന്ന്, പക്ഷേ അകത്തോട്ട് കറണ്ട്, സി ഇഫ് ഐ പുട്ട് മൈ ഫിംഗർ, if the current is into the paper, I am drawing this and the thumb, current into the paper, magnetic field, magnetic effect chapter, current is shown by the thumb ആണെങ്കിൽ magnetic field line is the rest of the fingers ആണ്. അപ്പോൾ കറണ്ട് അകത്തോട്ട് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എവിടെ വരും, ദാറ്റ്സ് കമ്മിങ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ഓക്കെ, സോ ദാറ്റ് കറണ്ട് ഇസ് ഇൻക്രീസിങ്, അതുകൊണ്ട് ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ തന്നെയാണ്, പക്ഷേ ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് വെക്റ്റർ എ ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. സോ വെക്റ്റർ എയും വെക്റ്റർ ബിയും പെർപെൻഡിക്കുലർ ആണ്. സോ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ BA cos 90 ആണ്, വിച്ച് ഇസ് 0. അതുകൊണ്ട്
കറണ്ട് കൂടുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കൂടണമെങ്കിലും ഫ്ലക്സ് സീറോ. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിലല്ലേ ഇ എം എഫ് ഉണ്ടാവും. ഇ എം എഫ് ഉണ്ടായാലേ കറണ്ട് ഇൻഡ്യൂസ് ആവും. സോ ഇൻ ദിസ് കേസ് ദർ ഇസ് നോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, നോ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ക്ലിയർ? സോ ദാറ്റ്സ് വൈ ദി ആൻസർ ഇസ് 0. പോയിന്റ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 18. A 100 turns insulated copper wire. ഈ സെൻറ്റൻസിൽ എഴുതിയിട്ടുകൊണ്ട് ചിലപ്പോൾ മിസ്സാവും. നമ്പർ ഓഫ് ടേൺസ് 100 turns insulated copper wire is wound around an inner iron cylinder. അപ്പോൾ ഇതൊരു സിലിണ്ടറാണ്, അതിൽ വയർ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് സോളിനോയിഡ് പോലെ. സോ ഏരിയ ഈസ് 10⁻³ meter squared and are connected to a resistor. Okay, so wire is wound and is connected to a resistor. Total resistance of the circuit 10 ohms. If the longitudinal magnetic induction in the iron core, so that means it's similar to solenoid. Appo magnetic field idana along the coil, along the axis of the coil. Longitudinal magnetic induction എന്ന് പറഞ്ഞാൽ magnetic field in the coil changes from 1 Weber per meter squared. Weber per meter squared is Tesla. In one direction to 1 Weber per meter squared in the opposite direction. Versus Hushona, the magnetic field is changing from 1 Weber per meter squared in one direction. So Adhyam, current is flowing in one direction, then current is flowing in the opposite direction. So if I take B1 to be 1 Tesla, B2 I must take to be -1 Tesla. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ B1നെ +1 എന്ന് വിളിച്ചാൽ B2നെ -1 എന്ന് വിളിച്ചാൽ 1 -1. അപ്പോൾ എന്താ വരും? 2 ടെസ്ല. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 2 ടെസ്ല. ഓക്കെ. പിന്നെ വെക്റ്റർ എ ഇസ് perpendicular to the phase. അപ്പോൾ വെക്റ്റർ ബി പാരലൽ വെക്റ്റർ എ. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു BA cos 0 തന്നെയാണ്. ദാറ്റ് മീൻസ് BA ആണ്. ഓക്കെ. പക്ഷേ ഇവിടെ 100 ടേൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ NBA ആണ്. NBA. So that's a flux and magnetic field is changing. So changing magnetic flux. So changing magnetic flux delta phi എന്ന് പറയുമ്പോൾ N into delta B multiplied by area. Change in magnetic flux. What's a charge flowing? Charge induced. Basic formula, change in magnetic flux divided by resistance on a charge. So that means N delta B area multiplied by resistance. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓൾറൈറ്റ്. സോ മോളിൽ എഴുതാൻ പോണു. സോ ചാർജ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് N ഇൻറ്റു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നത് ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ചേഞ്ചിങ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ. ഇതാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്പർ ഓഫ് ടേൺസ് 100. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് 2. ഏരിയ 10⁻³ divided by resistance. Total resistance of the circuit 10. So what happens? 10 ഈ 100 പോയിട്ട് 10 വരും. So it is 2 into 10 into 10⁻³ So 10⁻². Charge ആണ് കൂളം. So charge induced is so much. 2 into 10⁻² coulomb. Point okay? So it's a question of change in magnetic flux divided by resistance gives you induced charge. So ഈ പോയിൻ്റേ ഉള്ളൂ സൂക്ഷിക്കേണ്ടത്. ഒരു ഡയറക്ഷനിലെ ഫീൽഡും മറ്റേ ഡയറക്ഷനിലെ ഫീൽഡും. അപ്പോൾ ചേഞ്ച് രണ്ടും കൂടെ കൂട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ. The current through a coil of self inductance L. So L is 2 mH. Current is given by T² e⁻⁻². How long will it take for the EMF to become 0?
EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. അതുകൊണ്ടാണ് ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്. ഈസ് ഈക്വൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പോൾ EMF 0 ആവണം എന്നുണ്ടെങ്കിൽ എൽ എന്തായാലും 0 അല്ല. സോ EMF is 0 if ഡി ഐ ബൈ ഡി ടി is 0. അപ്പോൾ നമുക്ക് ഡി ഐ ബൈ ഡി ടി 0 ഇട്ടിട്ട് ആ 0 ആവണ ടൈം ഏതാണെന്ന് നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ഡി ഐ ബൈ ഡി ടി 0 ആകുമ്പോൾ EMF 0 ആവണം. സോ I is given by ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ടി സ്ക്വയർഡ് ഇ റേസ് ടു മൈനസ് ടി. സോ ഡി ഐ ബൈ ഡി ടി പ്രോഡക്റ്റ് റൂൾ അല്ലേ. ടി സ്ക്വയർഡ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് ടി, ഡിഫറൻസിയേഷൻ ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് ടി. ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ടി. പക്ഷേ പിന്നെ മൈനസ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് -1. സോ ഇറ്റ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു -1. ഇതാണ് ആദ്യത്തെ ടേം. സോ ടി സ്ക്വയർഡ് ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ ഡിഫറൻസിയേഷൻ പ്ലസ് പിന്നെ സെക്കൻഡ് ടേം മൾട്ടിപ്ലൈഡ് ബൈ ഡിഫറൻഷ്യൽ ഓഫ് ദ ഫസ്റ്റ്. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2t. യു വോണ്ട് ഡി ഐ ബൈ ഡി ടി ടു ബി 0. ബാക്കി മാത്സ് ആണ്. പോയിൻ്റ് ഓക്കെ. സോ ഇവിടെ സോ ദിസ് ഐ എം ഗോയിങ് ടു റൈറ്റ് ഓൺ ടോപ്പ്. വാട്ട് യു ആർ ഗോയിങ് ടു പുട്ട്, ഇതിന് 0ൻ്റെ ടി കാണണം. ദാറ്റ്സ് ദി ആൻസർ. സോ ഇവിടെ ടി സ്ക്വയർഡ് മൈനസ് ഉണ്ട്. സോ മൈനസ് ടി സ്ക്വയർഡ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 2t ഇ റേസ് ടു മൈനസ് ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടിടത്ത് ഇ റേസ് ടു മൈനസ് ടി പോയി. മൈനസ് ടി സ്ക്വയർഡ് അപ്പുറത്ത് പോകുമ്പോൾ 2t ഇസ് ഈക്വൽ ടു ടി സ്ക്വയർഡ്. ദാറ്റ് മീൻ ഒരു ടി വെട്ടിപ്പോയി. ടി ഇസ് ഈക്വൽ ടു 2 seconds. സോ ആൻസർ ടി ഇസ് ഈക്വൽ ടു 2 seconds. ക്ലിയർ. ഇയുടെ മാഗ്നിറ്റ്യൂഡ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. പക്ഷേ എൽ 0 അല്ല. അപ്പോൾ EMF 0 ആവണമെങ്കിൽ ഡി ഐ ബൈ ഡി ടി 0 ആവണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. Alternating EMF E is in the form E0 sin omega t. That is 220 root 2 sin 100 t. So E0 is 220 root 2. Omega is 100. Applied to a capacitor. The resistance offered by the capacitor, capacitative reactance is given by 1 by C omega. Current എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ERMS ഡിവൈഡഡ് ബൈ XC ആണ്. കറണ്ട് ഇസ് ഓൾസോ ഗോയിങ് ടു ബി IRMS. പീക്ക് വാല്യൂ ആണെങ്കിൽ അതനുസരിച്ച് പറയും. സോ ERMS E0 ആണ്. ERMS എന്ന് പറയുന്നത് E0 ഡിവൈഡഡ് ബൈ √2. സോ ദാറ്റ് ഈസ് 220. അതാണ് ERMS. സോ ഇറ്റ് ഈസ് XC is what? 1 by C omega. So ERMS divided by 1 by C omega works out to be C omega ERMS. C, what is C? 10 raised to minus 6. Omega 100, 10 raised to 2. ERMS 220. അല്ലേ? അപ്പോൾ ഈ രണ്ട് പൂജ്യം ഇതിൻ്റെ കൂടെ 22 multiplied by 10 raised to minus 3 ampere. So it becomes 22 mA. ഇത് RMS current ആണ്. If nothing is mentioned, it is RMS. They should either say peak value of current അല്ലെങ്കിൽ amplitude of current എന്നാലേ I0 കാണേണ്ടു. അല്ലെങ്കിൽ it is RMS. So answer is 22 mA. Okay. അടുത്ത question 21. An AC source, angular frequency omega, is fed across a resistance R and a capacitor C in series. So AC source in series with CR circuit. CR series circuit. Current I. So current എന്ന് പറയുമ്പോൾ that VRMS divided by ZCR. Okay. ZCR എന്ന് പറയുന്നത് root of R squared plus
XC square. Because C R മാത്രമേ ഉള്ളൂ. What is XC? 1 by C omega. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്, ഇത് ആദ്യത്തെ Z ആണ്, Z1 എന്ന് വിളിക്കാം. രണ്ടാമത് ഫ്രീക്വൻസി ചേഞ്ച് ടു ഒമേഗ ബൈ 3, വിക്ക് മാറ്റമില്ല, കറണ്ട് ഹാഫ് ടൈം. സോ രണ്ടാമത്തെ Z2 എന്ന് പറയുന്നത് ഒമേഗ ബിക്കെയിം ഒമേഗ ബൈ 3. സോ XC2, ഇത് XC1 എന്ന് വിളിക്കാം. XC1 XC2 എന്ന് പറയുമ്പോൾ 1 ബൈ സി ഒമേഗ ബിക്കെയിം ഒമേഗ ബൈ 3. ഒമേഗ ബൈ 3 എന്ന് പറയുമ്പോൾ എന്താ വരും? 3 ബൈ സി ഒമേഗ. 1 ബൈ സി ഒമേഗയാണ് XC1. അപ്പോൾ ഇറ്റ് ഇസ് ദിസ് ബിക്കം 3 ഇൻറ്റു 1 ബൈ സി ഒമേഗ ഇസ് XC1. So XC2 is equal to 3XC1. Clear? So in the second case, Z2 എന്ന് പറയുന്നത് root of R squared plus XC2 the whole square ആണ്, XC2 square ആണ്, XC2 square. But what is XC2? 3XC1. So Z2 becomes root of R squared plus 9XC1 square. Equation 2. ഈ പോയിന്റ് ക്ലിയർ ആയല്ലോ? Z2 is root of R squared plus 9XC1 squared because XC2 എന്ന് പറയുന്നത് 1 by C omega became omega by 3. So 3 into 1 by C omega എന്ന് പറയുന്നത് 1 by C omega is XC1. So XC2 is 3XC1. So root of R squared plus ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9XC1 squared. Equation 2. അപ്പോൾ രണ്ടാമത്തെ കേസിൽ കറണ്ട് എന്താ പറ്റി? ഹാഫ് ഡൈ. VRMSനൊന്നും പറ്റിയില്ല, നോ ചേഞ്ച്. സോ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് കറണ്ട് ആൻഡ് Z. ക്ലിയർ? സോ ഇൻ അതർ വേർഡ്സ് I1 ബൈ I2 എന്ന് പറയുമ്പോൾ Z2 ഡിവൈഡഡ് ബൈ Z1 ആണ്. വാട്ട് അബൌട്ട് I2? I2 ഹാഫ് ആയി. സോ I2 എന്ന് പറയുന്നത് I1 ബൈ 2 ആണ്. ദാറ്റ് മീൻസ് I1 ബൈ I2 ബിക്കംസ് 2. സോ 2 ആണ് Z2 ഡിവൈഡഡ് ബൈ Z1. So that clear? Z2ഉം Z1ഉം റൂട്ടിലാണ്. സോ I'll square both sides. 4 ആണ് Z2 ഡിവൈഡഡ് ബൈ Z1 the whole square. ഇത്രയും ക്ലിയർ ആയല്ലോ? ബിക്കോസ് ഐ എം ഗോയിങ് ടു റബ് ദ ടോപ്പ് പാർട്ട്. ഓക്കെ. സോ Z2 ബൈ Z1 the whole square എന്ന് പറയുന്നത് 4 ആണ്. സോ ബാക്കി ചെയ്യാം. ക്ലിയർ? സോ ടോപ്പ് പാർട്ട് മായ്ക്കാൻ പോണു. So 4 is equal to Z2 by Z1 the whole square എന്ന് പറയുമ്പോൾ റൂട്ട് പോയി. അപ്പോൾ Z2 എന്ത് വരും? R squared plus 9XC1 squared by Z1 എന്ന് പറയുമ്പോൾ R squared plus XC1 squared. ഇനി നമുക്ക് എന്താ വേണം? You want to calculate reactance എന്ന് പറഞ്ഞാൽ XC to resistance at the original frequency. That means XC1 divided by R ആണ് കാണേണ്ടത്. ഒറിജിനൽ ഫ്രീക്വൻസിയിൽ XC1 by R. അപ്പോൾ എന്തായാലും XC1 ഫോമിലാണ്, അപ്പോൾ പ്രശ്നമില്ല. സോ ലെറ്റ്സ് സിംപ്ലിഫൈ. സോ ദാറ്റ് മീൻസ് 4R squared plus 4XC1 squared ആണ് R squared plus 9XC1 squared. Bring up R squared ഇപ്പുറത്ത് വന്നു. 3R squared is 9 minus 4, 5XC1 squared. So നമുക്ക് XC1 by R ആണ് വേണ്ടത്. സോ XC1 by R the whole square എന്ന് പറയുന്നത് 3 by 5. So what is XC1 by R? XC1 divided by R becomes root of 3 by 5. ഇതാണ് ratio of reactance to resistance at the original frequency. Root of 3 by 5, choice 1. Point okay? Clear ആയല്ലോ? അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ക്ലിയർ ആണ്. എന്തോ ക്ലിയർ ആണ്? ഇത് കറണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് കറണ്ട്. പിന്നെ EMF
ഇവിടെ നിന്നാണ്. ദാറ്റ് മീൻസ് ഇത് ആംഗിളാണ്, താഴെ കാണിച്ചിരിക്കുന്ന ആംഗിളാണ്. സോ ആംഗിൾ 0 ആകുമ്പോഴേ കറണ്ട് ഇവിടെ 0 നിന്ന് പൊങ്ങി. ഇവിടെ ആംഗിൾ കുറച്ച് താമസിച്ചിട്ടേ പൊങ്ങിയുള്ളൂ. ആര്? EMF. ദാറ്റ് മീൻസ് കറണ്ട് ഇസ് ലീഡിങ് ദ EMF ബൈ എ ഫേസ് ആംഗിൾ ഫൈ. മനസ്സിലായല്ലോ? ഇത് ഇവിടെ തന്നിരിക്കുന്ന ഫേസ് ആംഗിൾ ഫൈ, തീറ്റയ്ക്ക് പകരം ഫൈ മാർക്ക് ചെയ്തിരിക്കുന്നു. സോ തമ്മിൽ ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് വിത്ത് കറണ്ട് ആണ് മുമ്പേ. കാരണം കറണ്ട് ഇവിടെ 0 നിന്ന് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടേ EMF 0 നിന്ന് തുടങ്ങണേ ഉള്ളൂ. സോ കറണ്ട് ഇസ് ലീഡിങ് ദ EMF. ഇനി E is equal to E0 sin omega t ആണ്. E is equal to E0 sin 100t എന്ന് പറഞ്ഞാൽ E0 sin omega t. സോ കറണ്ട് ലീഡ്സ് ബൈ ഫൈ എന്നറിയാം. ഫൈ എത്ര എന്നറിഞ്ഞൂടാ. ഒമേഗ ഇസ് 100. ഇനി this source is connected across a circuit. Phase difference between EMF and current is found to be pi/4. So EMFും കറണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് pi/4 ആണ്. pi/4 എന്ന് പറയുമ്പോൾ 45 degrees. ബേസിക്കലി tan എടുക്കണമെന്ന് എളുപ്പം. tan phi ബേസിക്കലി ഈസ് x/r. എക്സ് ക്യാൻ ബി XC ഒറ്റയ്ക്ക്, XL ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ XC മൈനസ് XL, അല്ലെങ്കിൽ XL മൈനസ് XC. സോ tan phi x/r and pi/4. So that is tan 45, that's 1. That means x is equal to r. ഇനി x എന്താണെന്ന് നോക്കണം. So circuit consists possibly only of RC or LC. അപ്പോൾ RC ആണോ LC ആണോ? ഓക്കെ, അപ്പോൾ LC എന്തായാലും അല്ല. എന്തുകൊണ്ട്? L നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ VL ഇങ്ങോട്ട്, VC ഇവിടെയാണ് കറണ്ട്. അപ്പോൾ LC ആണെങ്കിൽ ഇപ്പോൾ VL ആണ് കൂടുതലാണെങ്കിലും VL മൈനസ് VC ഇങ്ങോട്ട്, കറണ്ട് ഇവിടെ ഫേസ് ആംഗിൾ 90 ഡിഗ്രി വന്നേനെ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. VC കൂടുതലാണെങ്കിലും കറണ്ട് ഇസ് ലീഡിങ് ബൈ 90 എന്ന് വന്നേനെ. അപ്പോൾ VLC ഔട്ട്, LC ഔട്ടാണ്. സോ RC ആയിരിക്കും. CR സർക്യൂട്ടിൽ എന്താണ്? ഇത് കറണ്ടാണ്. ഫേസർ ഡയഗ്രാം ഐ എം ഡ്രോയിങ്. ദിസ് ഇസ് VR, ദിസ് ഇസ് VC. ഓക്കെ, സോ VC. അപ്പോൾ VCR എന്ന് പറയുമ്പോഴത്തേക്ക് സോഴ്സ് വോൾട്ടേജ് ഇതാണ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ലാഗിങ് ബിഹൈൻഡ് അല്ലേ ക്ലോക്ക് വൈസ്. അപ്പോൾ ഹൂ ഇസ് ലാഗിങ് ബിഹൈൻഡ് ഹൂം? വോൾട്ടേജ് ഇസ് ലാഗിങ് ബിഹൈൻഡ് കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഇസ് ലീഡിങ് ദ വോൾട്ടേജ്. ഇവിടെ അതാണല്ലോ നടക്കണ, കറണ്ട് ഇസ് ലീഡിങ് ദ വോൾട്ടേജ്. അപ്പോൾ സർക്യൂട്ട് CR ആണ്. സോ സർക്യൂട്ട് CR. So CR എന്ന് പറയുമ്പോൾ when I say X is equal to R, I mean XC is equal to R. That is, ഈ സർക്യൂട്ടിൽ XC is equal to R. That means 1/C omega is equal to R. Understood? ഇനി CURൻ്റെ നമ്പേഴ്സ് നോക്കിയാൽ മതി. അപ്പോൾ 1 and 2. 1 and 2ൽ ഏതാണ് ശരി? യു ഷുഡ് ഗെറ്റ് ആറിൻ്റെ വാല്യൂ ഷുഡ് ബി 1/C omega. C എത്ര? C in the figure. So ആദ്യത്തെ ചോയ്സ് ഐ എം ചെക്കിങ് ചോയ്സ് 1. ചോയ്സ് 1 എടുത്താൽ C 10 μF. അപ്പോൾ 1/10 × 10⁻⁻6. ഒമേഗ എത്രയായിരുന്നു? 100. So it becomes 1/10⁻3. 10⁻3 is 10⁻+3. That means R will be 1000 ohm. ശരിയാണോ? ശരിയാണ്. R is 1 kilo ohm. That means 1000 ohms. C is 10 μF. അതെടുത്തപ്പോൾ 1/C omega is equal to R എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സോ ആൻസർ ഇസ് ദിസ്. അപ്പോൾ നമ്പർ 1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്പർ 2 സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് നോക്കാം. 1/C omega. C1 1 μF. 1 × 10⁻6. 10⁻6 into omega 100. -6 into omega എന്ന് പറയുമ്പോൾ -4 വരും. എന്ന് പറഞ്ഞാൽ 10,000 വരും. ഇവിടെ എഴുതിയിരിക്കുന്നത് 1000 ആണ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റ്. മറ്റേ രണ്ട് നോക്കേ വേണ്ട, ബിക്കോസ് സർക്യൂട്ട് CR. സോ ചോയ്സ് 1 ആണ് ആൻസർ. ചോയ്സ് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 23. 2.5/π μF capacitor.
അപ്പോൾ C is 2.5 divided by pi into 10 raised to minus 6 farad. And resistance R 3000 ohms are joined in series. So it's a CR circuit. Of AC voltage. വെറുതെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് VRMS നമ്മൾ നേരത്തെ കണ്ടു. VRMS 200 volt, frequency 50. Power factor of the circuit cos phi. So it's a CR circuit. നമുക്ക് കാണേണ്ട cos phi ആണ്. ആദ്യം cos phi കാണണം. പിന്നെ you also to find the power dissipated. That is ERMS, IRMS, cos phi. As I told you, CR tan phi എടുക്കണതാണ് ഏറ്റവും എളുപ്പം. tan phi എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് CR മാത്രമേ ഉള്ളൂ. XC divided by R. What is XC? XC എന്ന് പറയുന്നത് 1 by C omega. So 1 by what is C? 2.5 10 raised to minus 6 by pi molipom. ഒമേഗ താഴെയാണ്. ഒമേഗ എത്രയാണ്? 50 hertz ആണ് ഫ്രീക്വൻസി. സോ ഒമേഗ ബിക്കംസ് 2 pi f. ദാറ്റ് മീൻസ് 100 pi. ഇതാണ് ഒമേഗ. സോ ഒമേഗ താഴെ 100 pi. പൈ ആൻഡ് പൈ വെട്ടിപ്പോവും. സോ 10 raised to minus 6 plus 2 minus 4 molipom 10 raised to plus 4 divided by 2.5. നമുക്കതിനെ 10 by 2.5 10 raised to plus 3 എന്ന് എഴുതാം. 10 by 2.5 എന്ന് പറയുമ്പോൾ 4 അല്ലേ. 4 into 10 2.5 is 10. So it becomes 4000. ഇതെന്താണ്? What is this XC? XC is 4000 ohms. XC 4000, R 3000. So XC by R എന്ന് പറയുമ്പോൾ 4000 divided by 3000 which is 4 by 3. നമ്മൾ tan phi കണ്ടോളൂ, cos phi കാണണ്ടേ. അപ്പോൾ സാധാരണ മാത്സ് tan phi ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4 by 3. അപ്പോൾ ഇതെന്താ വരും? ഇത് 4 and 3 ആണെങ്കിൽ ഇത് 5. So what is cos phi? Cos phi will be adjacent side divided by hypotenuse. എത്ര? 0.6. So power factor 0.6 എന്ന് കിട്ടി. That's okay. So power factor is okay. ക്ലിയർ ആയല്ലോ? ഇനി എന്താ? നേരിട്ട് cos phi എടുക്കാം. അപ്പോൾ cos phi R by Z. അപ്പോൾ Z കണ്ടിട്ട് R by Z ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി സോ ഈ പാർട്ട് ഞാൻ മായ്ക്കാൻ പോകണം. ഓക്കെ. നമുക്കിപ്പോൾ XC കിട്ടി, അത് എഴുതി വയ്ക്കാം ഇവിടെ. XCയുടെ വാല്യൂ 4000 ആണ്. ആറിൻ്റെ വാല്യൂ ഇത് 4000 ohms ആണ്. ആറിൻ്റെ വാല്യൂ 3000 ohms ആണ്. ഇനി പവർ, അപ്പോൾ ഈ ഭാഗമൊക്കെ മായ്ക്കാൻ പോകണം. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്. സോ പവർ ഡിസിപ്പേറ്റഡ് എന്താണ്? ERMS, IRMS, cos phi അല്ലേ. VRMS തന്നിട്ടുണ്ട് 200 volt എഴുതിയിട്ട്, ഫോമിൽ എഴുതിയിട്ട്. പിന്നെ IRMS ഐ എം ഗോയിങ് ടു റൈറ്റ് ആസ് VRMS ഡിവൈഡഡ് ബൈ Z. So VRMS divided by Z cos phi R by Z. Okay. So it becomes V squared RMS into R by Z squared. Okay. Z squared കണ്ടിട്ട് V squared RMS into R by Z squared കാണാം. Clear? Because R തന്നിട്ടുണ്ട് 3000. So we already know Z കണ്ടാൽ പോരെ. So we know that cos phi എന്ന് പറയുന്നത് R by Z ആണ്, അറിയാലോ. So cos phi എന്ന് പറയുന്നത് R by Z ആണ്. എന്ന് R by Z അതിൻ്റെ വാല്യൂ ആണ് 0.6. 3 by 5 എന്ന് കിട്ടിയ 0.6. വാട്ട് ഇസ് R? R എന്ന് പറയുന്നത് 3000. Z നമുക്ക് അറിഞ്ഞുകൂടാം. ഈസ് ഈക്വൽ ടു 0.6. So what is Z? So Z becomes 3000 divided by 0.6 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 0 മുകളിൽ പോയാൽ 30,000 divided by 6 എന്താ വരും? 5,000.
ഇതാണ് ഇസെഡ്. ശരി, ഓക്കെ. ഇസെഡ് അറിയാം. സോ ഇവിടെ എന്താ വരും? വി സ്ക്വയർഡ് ആർ എം എസ്. ആർ എം എസ് വോൾട്ടേജ് 200 വോൾട്ട്. വി സ്ക്വയർഡ് 4 ഇൻറ്റു 10⁴. ആർ 3000. 3 ഇൻറ്റു ഒരുപാട് സീറോസ് ആയതുകൊണ്ടാണ് ഞാൻ 10⁻³ ഇടുന്നത്. 10⁻³ ഇസെഡ്. ഇസെഡ് ഇസ് 5 ഇൻറ്റു 10⁻³. ഇസെഡ് സ്ക്വയർഡ് ബിക്കംസ് 25 ഇൻറ്റു 10⁻⁶. Point okay? Simplify. So answer becomes 4 into 3 12. So it becomes 12 divided by 25 into 10⁻⁴ plus 3 7. 10⁻⁷ മുകളിൽ 10⁻⁶ താഴെ, അപ്പോൾ 10. So 120 divided by 25 എത്ര? 25 4s are 100, ബാക്കി 28, 4.8. So power dissipated, average power dissipated is 4.8 watts. കാൽക്കുലേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. സോ ഇതാണ് പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട്, എങ്ങനെ പവർ ഡിസിപ്പേറ്റഡ് എങ്ങനെ. ക്വസ്റ്റ്യൻ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ എൽ 10 ഇൻറ്റു 10⁻³ H, അതായത് 10⁻² H. When it is connected with a 10 volt DC source. DC source എന്ന് പറയുമ്പോൾ സ്റ്റഡി കറണ്ട് ആണ്. സോ സ്റ്റഡി കറണ്ട് ആകുമ്പോഴത്തേക്ക് എൽ ഇസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ. സോ ദാറ്റ് മീൻസ് അവിടെ ലോസ് ഓഫ് പവർ വരുന്ന റെസിസ്റ്റൻസ് മാത്രം കാരണമാണ്. ഓക്കെ. സോ വിത്ത് ഡി സി സോഴ്സ് എൽ ആക്ട് ചെയ്യില്ല, ബിക്കോസ് എൽ ഇസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ. അപ്പോൾ ആറ് മാത്രമേ ഉള്ളൂ. ആറ് മാത്രമേ ഉള്ളെങ്കിൽ പവർ എന്ന് പറയുമ്പോൾ V²/R ആണ്, അല്ലെങ്കിൽ ആർ എന്ന് പറയുമ്പോൾ V²/P ആണ്. സോ V is what? 10². P is loss of power is 20. So it becomes 100/20, 5 ohm. So that means our DC vechittu you got resistance of the coil is 5 ohm. So ee part ഞാൻ മായ്ക്കാൻ പോണു. This part is only to get resistance of the coil. Second part, when connected with 10 volt AC, അപ്പോൾ AC VRMS ആണ്. VRMS 10 volt. ലോസ് ഓഫ് പവർ ഇപ്പോൾ 10 വാട്ടാണ്. അപ്പോൾ ആവറേജ് പവർ 10 വാട്ടാണ്. സോ എ സിക്ക് ERMS, IRMS, cos phi. സോ VRMS, IRMSന് ഞാൻ VRMS/Z എന്ന് എഴുതാം. cos phi എന്ന് പറയുമ്പോൾ R/Z. Now RMS voltage connected with 10 volt VRMS. So 10² 100, R 5, Z² അറിഞ്ഞുകൂടാ, ഇതാണ് 10. ഓക്കെ. സോ Z² becomes 500 divided by 10, that means 50. ഇത് Z² ആണ്. ഇതെന്തോ സർക്യൂട്ടാണ്? എ സി സോഴ്സിന് ഇറ്റ്സ് എൻ LR സർക്യൂട്ട്. I want to find L because I want to find frequency. ഇനി so Z². So what is LR circuit? What is Z²? Z² is equal to XL² plus R². So what is XL²? Z² which is 50 minus R². R 5 ആണ്, അപ്പോൾ R² becomes 25. So XL² is equal to 50 minus 25, 25. So XL becomes 5. ഇനി I want to find F അല്ലേ. What is XL? L omega. ക്ലിയർ? ഇനി ഇപ്പുറത്ത് എഴുതാം. XL എന്ന് പറയുന്നത് 5 ohm ആണ്, which is L. Omega we have to find out. So that means 2πf. So F എന്ന് പറയുന്നത് 5 divided by 2πL. So 5 divided by 2π. L എന്തുമായിരുന്നു? L നമ്മൾ ആദ്യം എഴുതി 10 mH. 10 into 10⁻³ which is 10⁻². So that works out to be 10⁻² മുകളിൽ പോകുമ്പോൾ 10⁻+2. 500 divided by 2π. 500/2 250. 250/π. Okay. So 250
divided by 3.14 is what? Approximately 3 8s are 24, right? So 3.14 into 8 എന്ന് പറയുമ്പോൾ അത് 3.14 into 8 24 point something പിന്നെ 80 ആകുമ്പോൾ സോ ഇറ്റ്സ് നിയർലി 80 ഹെർട്സ്. അപ്പോൾ ആൻസർ എന്താണ്? ബിക്കോസ് 80യുടെ അടുപ്പിച്ച് ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഇറ്റ്സ് എനി ഹൗ 8 സംതിങ് 80 ആണ്, 80 റേഞ്ച് ആണ്. അപ്പോൾ മറ്റേ 50 60 100. സോ ആൻസർ ഇസ് ചോയ്സ് 3. ക്ലിയർ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ? അപ്പോൾ എൽ എന്താണ്? വാട്ട് ഇസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് R√3 ohm such that phase difference between EMF and current at 50 hertz, frequency 50 hertz, is 30 degree. So phi is 30 degree. അതിന് എല്ലിൻ്റെ വാല്യൂ എത്ര? ടാൻ ഫൈ എപ്പോഴും എളുപ്പം എന്താണ്? x/r ആണ്. ടാൻ ഫൈ x/r ആണ്. ഇവിടെ എല്ല് മാത്രമേ ഉള്ളൂ, സി ഇല്ല. എല്ല് മാത്രമേ ഉണ്ടെങ്കിൽ XL/r. സോ യു വോണ്ട് ടു ഫൈൻഡ് XL ഫസ്റ്റ്. സോ XL എന്ന് പറയുന്നത് R ഇൻറ്റു ടാൻ ഫൈ. R എന്താണ്? π√3. ടാൻ 30 is 1/√3. So it is pi. So XL is pi. But what is XL? You want to find L. So XL എന്ന് പറയുന്നത് L omega. XL is L omega. Omega എന്ന് പറയുമ്പോൾ 2πf. That is pi. So pi and pi cancels. So L becomes 1/2f. Okay. F etra 50 hertz. So 1/2 into 50. So 1/100. So what is it? 0.01 Henry. So answer choice 4. Clear aanallo questions? So normal questions aanu. Okay. Clear aayallo questions okay? I hope you have done well. All the best. Good morning, my dear students. We are going to discuss the problems in your ZEOT examination consisting of group number 13, group number 14, alkyl and aryl halides. Question number 1. Which of the following element is not likely to act as central atom in MF6-3? These are the elements present in the 13th group of the periodic table. What are the elements present in 13th group? Boron, aluminum, gallium, indium, thallium. For the first element boron, it has no vacant d orbital. Why? Boron atomic number 5, electronic configuration is 1s2, 2s2, 2p1. രണ്ടാമത്തെ ഷെല്ലിന് ഡി ഓർബിറ്റൽ ഇല്ല. എന്നാൽ അലൂമിനിയം മുതൽ താഴേക്കുള്ള എല്ലാവർക്കും ഡി ഓർബിറ്റലുണ്ട്. ആ ഡി ഓർബിറ്റൽ ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോണുകൾ ഡി ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്ത് 6 എന്ന കോവാലൻസി വരാം. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ 6 എന്ന കോവാലൻസി കാണിക്കുവാൻ ആർക്ക് കഴിയില്ല? ബോറോൺ. Therefore, answer is 4 boron, because boron has no vacant d orbital. That is the answer. Next question. Which is false in the case of BOH thrice? ആരാണ് BOH thrice? Boric acid. What is the formula? S3BO3. S3BO3 is called boric acid. അല്ലെങ്കിൽ അതിലേക്ക് ബോറോണിലേക്ക് 3 OH ഗ്രൂപ്പ് ഉണ്ട്. ബോറോണിലേക്ക് 3 OH ഗ്രൂപ്പുള്ള ഈ മോളിക്യൂളിൻ്റെ പേരാണ് ബോറിക് ആസിഡ്. ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഈ കോവലൻ ബോണ്ടുകളിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ കൂടെ കിട്ടിയപ്പോൾ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. ഇലക്ട്രോണിൽ കടുത്ത ദാരിദ്ര്യമുള്ള ഒരാളാണ് ബോറിക് ആസിഡ്.
കാരണം ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. അതിൻ്റെ ആഗ്രഹം ഒക്റ്ററ്റ് ആകുവാനാണ്. അതായത് 2 ഇലക്ട്രോൺ എവിടെ നിന്നെങ്കിലും കിട്ടണം. അതുകൊണ്ടാണ് ബോറിക് ആസിഡ് വെള്ളത്തിൽ അലിയിക്കുമ്പോൾ വെള്ളത്തിൽ ആരുണ്ട്? എച്ചും ഒ എച്ചുമുണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോണുമായി ഒ എച്ച് പോകുമ്പോൾ എച്ച് പ്ലസ് ഒ എച്ച് മൈനസുമാകും. ആ ഒ എച്ചിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. പെട്ടെന്ന് ബോറിക് ആസിഡ് ഒ എച്ച് മൈനസിനെയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കാരണം ഒ എച്ചിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോൺ കൂടെ കിട്ടുമ്പോൾ 8 ആകും, ഒക്റ്ററ്റ് ആകും. അപ്പോൾ മോളിക്യൂൾ ആരാകും? BOH4-1. അതോടുകൂടി H+ പുറത്തു വരുന്നു. അതുകൊണ്ട് ബോറിക് ആസിഡ് പുറത്തുവിടുന്ന H+ ബോറിക് ആസിഡിലെ H+ അല്ല. അതൊരു പ്രോട്ടിക് ആസിഡ് അല്ല. ബോറിക് ആസിഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ വെള്ളത്തിലെ OH- ബോറിക് ആസിഡുമായി ചേർന്ന് ഒരുമിച്ചൊരു കോംപ്ലക്സ് ആകും. ബാക്കി ഉണ്ടാകുന്നതാണ് H+. അതുകൊണ്ട് ബോറിക് ആസിഡ് ഈസ് എ നോൺ പ്രോട്ടിക് ആസിഡ്. ബോറിക് ആസിഡ് ഈസ് എ നോൺ പ്രോട്ടിക് ആസിഡ്. വൈ? ബോറിക് ആസിഡിലെ H+ അല്ല ഈ H+. ബോറിക് ആസിഡ് വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ ഉണ്ടായതാണ് H+. അതുകൊണ്ട് ഒരു H+ വന്നതുകൊണ്ട് മോണോപ്രോട്ടിക് എന്ന് പറയാം. പക്ഷേ അത് മോണോ ബേസിക് ആസിഡ് എന്ന് പറയണം. കാരണം ബോറിക് ആസിഡിൻ്റെ പ്രോട്ടോൺ അല്ലത്, വെള്ളത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് ഹാസ് എ പ്ലനാർ സ്ട്രക്ചർ. ഇറ്റ് ഈസ് കറക്റ്റ്. ബോറിക് ആസിഡ് ഈസ് ഹാവിങ് പ്ലനാർ സ്ട്രക്ചർ. 2, ഇറ്റ് ഈസ് എ ട്രൈബേസിക് ആസിഡ്. അല്ല, കാരണം അതൊരു മോണോബേസിക് ആസിഡാണ്. ഒരു മോളിക്യൂൾ ബോറിക് ആസിഡ് ഒരു H+ ഉണ്ടാക്കും, വെള്ളത്തിൽ നിന്നൊരു H+ ഉണ്ടാക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് മോണോ ബേസിക് ആസിഡാണ്, ട്രൈബേസിക് അല്ല. ഇറ്റ് ഈസ് എ ട്രൈ അസിഡിക് ബേസ്. അല്ല, ബോറിക് ആസിഡ് ബേസ് അല്ല, ആസിഡാണ്. അതുകൊണ്ട് തെറ്റായ 2 പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. Therefore, answer is both 2 and 3. Next question. In borax bead test, which compound is formed? മെറ്റലുകളുടെ ഓക്സൈഡുകളും ബോറാക്സുമായി ചേർത്ത് ചൂടാക്കുമ്പോഴുണ്ടാകുന്നതാണ് ബോറാക്സ് ബീഡ്. ആ ബോറാക്സ് ബീഡ് എപ്പോഴും മെറ്റലിൻ്റെ മെറ്റാബോറേറ്റാണ്. MbO2 ട്വൈസ്. ആ മെറ്റലിൻ്റെ വാലൻസ് 2 ആണെങ്കിൽ ട്വൈസ്, 3 ആണെങ്കിൽ ത്രൈസ്. And BO2, that is called metaborate. For example, cobalt. Cobalt when fused with borax, you will get a deep blue colored compound which is called cobalt metaborate, COBO2 twice. അതുകൊണ്ട് ബോറാക്സ് ബീഡ് ടെസ്റ്റുകളിൽ എപ്പോഴും ഉണ്ടാകുന്നത് മെറ്റലിൻ്റെ മെറ്റാബോറേറ്റാണ്. Therefore, answer is option 2. Metaborate is the answer. Next, which of the following is the correct statement? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 1, ബോറിക് ആസിഡ് ഈസ് എ പ്രോട്ടോണിക് ആസിഡ്. തെറ്റ്. ബോറിക് ആസിഡ് ഒരിക്കലും H+ തരുന്ന ആസിഡ് അല്ല. പിന്നെയോ ബോറിക് ആസിഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് OH- മോഷ്ടിച്ചു. അങ്ങനുണ്ടായ H+ ആണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ബോറിക് ആസിഡ് ഈസ് നോട്ട് എ പ്രോട്ടിക് ആസിഡ്. നെക്സ്റ്റ്, ബോറോൺ എക്സിബിറ്റ് എ കോർഡിനേഷൻ നമ്പർ ഓഫ് 6. നമ്മൾ നേരത്തെ കണ്ടു ബോറോൺ ഹാസ് നോ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. അതുകൊണ്ട് ബോറോണിന് കോർഡിനേഷൻ നമ്പർ 6 ഒന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. നെക്സ്റ്റ്, chlorides of both beryllium and aluminum have bridged structure in solid state is a correct statement. അലൂമിനിയത്തിൻ്റെ ക്ലോറൈഡിന് ഇതുപോലെ ബ്രിഡ്ജിങ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ
ക്ലോറിനുമായി ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ അലൂമിനിയത്തിന് മാത്രമല്ല ബെറിലിയത്തിനും കഴിയും. Therefore, that is a correct statement. Chlorides of both beryllium and aluminum have bridged structure in the solid state is a correct statement. അടുത്തത് B2H6 is known as inorganic benzene. തെറ്റ്. ഈ കോമ്പൗണ്ട് ചൂടാക്കുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ് ഇനോർഗാനിക് ബെൻസീൻ ഹൂസ് ഫോർമുല ഈസ് B3N3H6. ആ കോമ്പൗണ്ട് ഉണ്ടാകണമെങ്കിൽ ഈ അഡീഷൻ കോമ്പൗണ്ട് ചൂടാക്കണം. ചൂടാക്കുമ്പോൾ കിട്ടിയതാണ് ഇനോർഗാനിക് ബെൻസീൻ കോൾഡ് B3N3H6. Therefore, answer option 3. Next question. Total number of vacant hybridized orbital which participates in the formation of 3-center 2-electron bonds in a molecule of diborane is. What is diborane? B2H6. What is borane? BH3. ഇത് BH3 borane, ഇത് diborane. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഡൈബറൈനായാലും ബൊറൈനായാലും ബോറോണിലേക്ക് 3 ഹൈഡ്രജൻ ഉണ്ടാകണം. 3 ഹൈഡ്രജനുമായി ചേരണമെങ്കിൽ ബോറോണിൻ്റെ കയ്യിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാകണം. ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. ബോറോൺ അറ്റോമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p1. Boron contains only 1 electron, unpaired electron. ബോറോൺ 3 ഹൈഡ്രജനുമായി ചേരണമെങ്കിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. അപ്പോൾ ഇവിടേക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യണം. 1s2 2s1 2px1 2py1 2pz0. ഇപ്പോൾ ബോറോണിൻ്റെ കയ്യിൽ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് BH3 ഉണ്ടാക്കാം. BH3യുടെ ഡൈമറാണ് ഡൈബൊറൈൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബോറോണിൻ്റെ വാലൻസ് 3 ആക്കുവാൻ എക്സൈറ്റേഷൻ നടക്കണം. ഇനി ഒരു കാര്യം കൂടി, ഡൈബൊറൈനിൽ ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷനാണ്. വാട്ട് ഇസ് sp3 ഹൈബ്രിഡൈസേഷൻ? ഒരു എസും 3 പിയുമായി ചേർന്ന് പുതിയ 4 ഓർബിറ്റിലുണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നു, ശ്രദ്ധിച്ചിരിക്കണം. ഡൈബൊറൈൻ 2 ബോറോൺ. ബോറോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3, ഒരു എസും 3 പിയും കൂടെ ഒരുമിച്ച് ചേരണം. ഈ ഒരു എസും 3 പിയും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ 4 പുതിയ ഓർബിറ്റിലുണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. പക്ഷേ അതിൽ 3 എണ്ണത്തിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ, 4ാമത്തേതിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഞാൻ വരച്ച് കാണിക്കുന്നു. 1 2 3 4. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല. നോ ഇലക്ട്രോൺ, കാരണം 3 അൺപെയ്ഡേ ഉള്ളൂ. ഇനി ഈ ബോറോൺ, അതിനുമുണ്ട് 4 ഓർബിറ്റൽ. 1 2 3 4. അതിൽ ഒരു ഇലക്ട്രോൺ, ഇവിടെയും ഒന്ന്, ഇവിടെയും ഒന്ന്. ഇതിന് ഇലക്ട്രോൺ ഇല്ല. ഇനി ആര് വരും? ഹൈഡ്രജൻ. അൺപെയ്ഡ് ഇലക്ട്രോണുമായി വന്ന് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഇനി ഇവിടെ ഹൈഡ്രജൻ വരും, ഇതിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. പക്ഷേ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഒരു ഇലക്ട്രോണുമായി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ 3 ആറ്റ്, അതായത് ഇതാണ് ഹൈഡ്രജൻ. ഇതാ നോക്കിക്കേ, ഈ ബോറോണും ഈ ഹൈഡ്രജനും ഈ ബോറോണും പരസ്പരം ചേരുവാൻ ആകെയുള്ളത് 2 ഇലക്ട്രോണാണ്. സച്ച് എ ബോണ്ട് ഈസ് കോൾഡ് ബനാന ബോണ്ട് ഓർ 3-center 2-electron ബോണ്ട്. എന്താണ് 3 സെൻറ്റർ? ബോറോൺ, ഹൈഡ്രജൻ, ബോറോൺ, 3 സെൻറ്റർ.
2 ഇലക്ട്രോണേ ഉള്ളൂ. ബോറോണിൻ്റെ ഈ ബോറോണിൻ്റെ 1 ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും, ഈ ബോറോണിന് ഇലക്ട്രോൺ ഇല്ല അവിടെ. അങ്ങനെ ഇതും അതുപോലെ തന്നെയാണ്. ഹിയർ ഓൾസോ ഹൈഡ്രജനുമായി ചേരുന്നു. അപ്പോൾ അവിടെയും 3 സെൻറ്ററിൽ 2 ഇലക്ട്രോൺ ബോണ്ടുണ്ട്. അപ്പോൾ വേഗം പറയണം. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻറ്റ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇൻ വിച്ച് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. വേക്കൻ്റായ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എത്ര എണ്ണമുണ്ട്? 1, 2. ഇതിനകത്ത് 2ലും ഇലക്ട്രോൺ ഇല്ല. Therefore, answer is option 3. Option 3. Next question. The most commonly used reducing agent is aluminum chloride, lead chloride, stannic chloride, stannous chloride. അസിൻ്റെ പ്രത്യേകത, അസ് എപ്പോഴും ഇക്കാകും. അസ് ഇക്കാകുന്ന പ്രോസസ്സിൻ്റെ പേരാ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന വ്യക്തി എപ്പോഴും റെഡ്യൂസിങ് ഏജൻ്റാണ്. എനിക്ക് റിഡക്ഷൻ സംഭവിച്ചു, ഞാൻ ആരാണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. എനിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു, ഞാൻ ആരാണ്? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് ആരായിരിക്കും? സ്റ്റാനസ് ക്ലോറൈഡ്. കാരണം അസ് ആരാകും? ഇക്കാകും. സ്റ്റാനസ് സ്റ്റാനിക്കാകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഓക്സിഡേഷൻ. ഇതിന് ഓക്സിഡേഷൻ നടക്കും. ബാക്കി ആർക്കും ഓക്സിഡേഷൻ നടക്കില്ല. അവരൊക്കെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും. പിന്നെ ലെഡിൻ്റെ കാര്യത്തിൽ ലെഡിന് സ്റ്റേബിളസ്റ്റായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ്. അതുകൊണ്ട് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് സ്റ്റാനസ് ക്ലോറൈഡാണ്. സ്റ്റാനസ് പെട്ടെന്ന് സ്റ്റാനിക്കാകും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ആർക്ക് ഓക്സിഡേഷൻ നടക്കുന്നുവോ അത് റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും. Therefore, answer SnCl2. Next, a solid element Y conduct electricity എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, and forms 2 chlorides YClN and YClN-2. To which one of the following group of the periodic table does Y belong? ആ Y എന്ന് പറയുന്ന എലമെൻറ്റ് ഏത് ഗ്രൂപ്പിലായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറയുന്നു ഗ്രൂപ്പ് നമ്പർ 14. ഗ്രൂപ്പ് നമ്പർ 14 ഒന്ന് എഴുതി നോക്കാം. 14 കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഈ ടിന്നിൻ്റെ പ്രത്യേകത എന്താണ്? ടിൻ എന്ന എലമെൻറ്റ് 2 ക്ലോറൈഡ് ഉണ്ടാക്കും. ഒന്ന് സ്റ്റാനസ് ക്ലോറൈഡ് SnCl2, 2 സ്റ്റാനിക് ക്ലോറൈഡ് SnCl4. ഇതിന് പകരമാണ് പറഞ്ഞത് YClN എന്നും ഇത് YCl അല്ല, ഇത് YClN എന്നും ഇത് YClN N- അല്ലെങ്കിൽ N-2. YClN-2 ഇത് 4 ഇത് 4-2 അത് 2 അപ്പോൾ ടിന്നിൻ്റെ മറ്റൊരു പ്രത്യേകത, ടിൻ ഒരു മെറ്റലാണ്. അപ്പോൾ അതാണ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. അതുകൊണ്ട് 14ാമത്തെ ഗ്രൂപ്പിലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുള്ള മെറ്റൽ ടിന്നാണ്. ആ ടിന്ന് 2 ക്ലോറൈഡ് ഉണ്ടാക്കും, സ്റ്റാനസ് ക്ലോറൈഡും സ്റ്റാനിക് ക്ലോറൈഡും. അതിൻ്റെ ഫോർമുല ഇതാണ്. അതുകൊണ്ട് ആ എലമെൻറ്റ് പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പാണ്? ആൻസർ ഈസ് 14. നെക്സ്റ്റ്, നെയിം ദ സ്ട്രക്ചർ ഓഫ് സിലിക്കേറ്റ് ഇൻ വിച്ച് 1 oxygen atom of SiO4-4 is shared. സിലിക്കേറ്റിൻ്റെ സ്ട്രക്ചർ ഇതാണ്. SiO-, 4 O- ഉണ്ട്. വേറൊരു സിലിക്കേറ്റ് വരുന്നു SiO-, O-, അതും സിലിക്കേറ്റാണ്. എന്നാൽ ഈ സിലിക്കേറ്റുകളിൽ ഈ 2 ഓക്സിജൻ കോമണായി മാറിയാൽ
അതിൻ്റെ പേരാണ് പൈറോസിലിക്കേറ്റ്. അപ്പോൾ പൈറോസിലിക്കേറ്റ് എങ്ങനെ ഇരിക്കും? SiO-O-O-. ഇത് രണ്ടും കോമൺ ആകുമ്പോൾ അത് O ആകും. മൈനസ് വേണ്ട, കാരണം ഷെയർ ചെയ്തു. SiO-O-O-. അങ്ങനെ ഒരു ഓക്സിജനെ ഷെയർ ചെയ്ത് ഉണ്ടാകുന്ന സിലിക്കേറ്റിൻ്റെ പേരാണ് പൈറോസിലിക്കേറ്റ്. ക്വസ്റ്റ്യൻ: നെയിം ദി സ്ട്രക്ചർ ഓഫ് സിലിക്കേറ്റ് ഇൻ വിച്ച് വൺ ഓക്സിജൻ ആറ്റം ഈസ് ഷെയർഡ്. അങ്ങനെ ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്ത സിലിക്കേറ്റിൻ്റെ പേരാണ് പൈറോസിലിക്കേറ്റ്. നെക്സ്റ്റ്, an inorganic compound A composed of two most occurring elements in the Earth's crust. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് എലമെൻറ്റുകൾ ആരൊക്കെ? ഒന്ന് ഓക്സിജൻ, രണ്ട് സിലിക്കൺ. കാരണം മണ്ണ്. എന്താണ് ഈ മണ്ണ്? സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പേരാണ്. മണ്ണും മണലും എല്ലാം സിലിക്കൺ ഡയോക്സൈഡാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ട് എലമെൻറ്റുകൾ ആരൊക്കെ? സിലിക്കൺ ആൻഡ് ഓക്സിജൻ. അപ്പോൾ an inorganic compound composed of two most occurring elements. ആ ഇനോർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരാ സിലിക്കൺ ഡയോക്സൈഡ്. ആൻഡ് ഈ സിലിക്കൺ ഡയോക്സൈഡിന് പോളിമെറിക് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. വിത്ത് കാർബൺ ദ കോമ്പൗണ്ട് പ്രൊഡ്യൂസസ് എ പോയിസണസ് കോമ്പൗണ്ട്. അപ്പോൾ നോക്കിക്കേ, സിലിക്കൺ ഡയോക്സൈഡ് പ്ലസ് കാർബൺ മോണോക്സൈഡും വരാം, കാർബൺ ഡയോക്സൈഡും വരാം. പക്ഷേ പോയിസണസ് ഗ്യാസ് ആണെങ്കിൽ അതാരായിരിക്കണം? കാർബൺ മോണോക്സൈഡ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. അപ്പോൾ SiO2 സിലിക്കൺ ഡയോക്സൈഡ്, അവിടുന്ന് കാർബണുമായി ട്രീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പോയിസണസ് ഗ്യാസ് ആരാണ്? കാർബൺ മോണോക്സൈഡ്. ആൻസർ ഓപ്ഷൻ 2. Next, in graphite and diamond, the percentage of p character of the hybridized orbital is. ഗ്രാഫൈറ്റിൽ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്നാൽ ഡയമണ്ടിലോ? ഇൻ ഡയമണ്ട് ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഈസ് sp3. ചോദ്യം പി ക്യാരക്ടറാണ്. എസും 2 പിയും മൊത്തം 3 പേരുണ്ട്. 3-ൽ 2 പിയുണ്ട്. ഒരു എസും 3 പിയും മൊത്തം 4 എണ്ണമുണ്ട്. 4 എണ്ണത്തിൽ 3 പി ഉണ്ട്. അതെത്ര ശതമാനമാണ്? 2/3 ഇൻറ്റു 100, 3/4 ഇൻറ്റു 100. This is 2/3 എന്ന് പറയും ഇൻറ്റു 100 ഈസ് 66.6 എന്ന് പറയുമ്പോൾ 67%. 3/4 ഇൻറ്റു 100 ഈസ് 75%. Therefore, P character are 67% and 75%. Answer option 2, 67 and 75. Next, entire crystal of silica is considered as a giant molecule in which dash membered rings are formed with alternate silicon and oxygen atoms. സിലിക്കൺ ഡയോക്സൈഡ് ഒരു പോളിമറാണ്. അനേകായിരം ആറ്റങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു പോളിമറാണ് സിലിക്കൺ ഡയോക്സൈഡ്. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. SiO2, വീണ്ടും OSi. ഇതിനിടയിൽ എന്തുണ്ട്? അപ്പോൾ ഇനി ഈ സിലിക്കണിലേക്ക് അങ്ങോട്ട് വീണ്ടും ബോണ്ടുകൾ വരും. അതിലൊരു റിങ് ഇതാണ്. ഇൻ ദിസ് റിങ് ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ്? 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ ഒരു റിങ്ങിൽ 8 ആറ്റങ്ങളുണ്ട്.
അതുകൊണ്ട് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന സിലിക്കായിലെ റിംഗ് സ്ട്രക്ചറിൽ ഒരു റിങ്ങിൽ എത്ര ആറ്റമുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡാഷ് മെമ്പേർഡ് റിങ്സ് ആണ്. ഇങ്ങനൊരു റിങ്, അടുത്ത വീണ്ടും 8 ആറ്റമുള്ള റിങ്, ഇവിടെ വീണ്ടും 8 ആറ്റമുള്ള റിങ്, അനേകം റിങ്ങുകൾ ചേർന്നിരിക്കുന്ന പോളിമറാണ് സിലിക്കൺ ഡയോക്സൈഡ്. അതുകൊണ്ട് ഒരു റിങ്ങിൽ എത്ര ആറ്റമുണ്ട്? ആൻസർ ഈസ് 8 ആറ്റംസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Reducing power of divalent species decreases in the order. 14th ഗ്രൂപ്പിൽ കാർബൺ സിലിക്കൺ ജർമേനിയം, കാർബൺ സിലിക്കൺ ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഇവർക്കെല്ലാം കാണിക്കാവുന്ന 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണല്ലോ +2ഉം +4ഉം. എന്നാൽ ഈ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്ന ആളിൻ്റെ പ്രത്യേകത എന്താണ്? +4 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ല, ഇതിന് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോർ സ്റ്റേബിൾ. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് ഇനർട്ട് പെയർ എഫക്റ്റ്. എസ്സിലെ ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നു. ഈ മടിയുടെ പേരാണ് ഇനർട്ട് പെയർ എഫക്റ്റ്. അപ്പോൾ ജർമേനിയത്തിന് +2ഉം +4ഉം ആണെങ്കിലും അത് +4 ആണ് മോർ സ്റ്റേബിൾ. എന്നാൽ ലെഡിന് +2 ആണ് മോർ സ്റ്റേബിൾ, കാരണം ഇനർട്ട് പെയർ എഫക്റ്റ്. ക്വസ്റ്റ്യൻ, റെഡ്യൂസിങ് പവറാണ്. റെഡ്യൂസിങ് ഏജൻറ്റിന് എന്ത് സംഭവിക്കണം? ഓക്സിഡേഷൻ സംഭവിക്കണം. +2 +4 ആയാൽ ഓക്സിഡേഷനാണ്. ഇതിന് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കും. ഇത് അത്രയും വേഗത്തിൽ നടക്കില്ല, ഇതൊട്ടും നടക്കില്ല. അതുകൊണ്ട് ശക്തനായ റെഡ്യൂസിങ് ഏജൻറ്റ് ജർമേനിയം. +2 +4 ആകാൻ മടിയില്ല. എന്നാൽ ലെഡിന് +2 +4 ആകാൻ മടിയുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനർട്ട് പെയർ എഫക്റ്റ്. അതുകൊണ്ട് ഏറ്റവും ശക്തനായ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാ? ജർമേനിയം. അത് കഴിഞ്ഞ് ടിൻ, അത് കഴിഞ്ഞ് ലെഡ്. The reason is inert pair effect. Therefore, answer option 1, germanium, tin and lead. Next question. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകാം. In the following reaction C6H5CS2Br, first one react with magnesium, then react with acid. Acid means hydrolysis. X എന്ന കോമ്പൗണ്ട് കിട്ടി. ആരാണ് എക്സ്? ദാ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. RMgX is called Grignard reagent. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് വെള്ളം കോരി ഒഴിച്ചാൽ എന്ന് പറഞ്ഞാൽ HOH വാട്ടർ ഒഴിച്ചാൽ, വാട്ടറിൻ്റെ റിയാക്ഷൻ നടക്കുന്ന റിയാക്ഷൻ്റെ പേര് ഹൈഡ്രോളിസിസ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും RH + MgX ആൻഡ് OH. ഈ H ആറിൻ്റെ കൂടെ ചേരും, ബാക്കി MgXും OHും. ഈ ഹൈഡ്രജൻ അസിഡിക് ആയതുകൊണ്ടാണ്. അപ്പം അസിഡിക്കായ ഹൈഡ്രജൻ Hഉം Rഉം കൂടി ചേർന്ന് RH ആയി മാറുന്നു. ദാറ്റ് ഈസ് എ ഹൈഡ്രോകാർബൺ. ആ റിയാക്ഷൻ്റെ വേഗത കൂട്ടുവാൻ ഒരു ആസിഡ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ H3O+ എന്ന് പറഞ്ഞാൽ വാട്ടറും H+ഉം കൂടെ ചേർന്ന് കിട്ടുന്നതാണ് ആര്? H3O+. റിയാക്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ C6H5CS2Br. C6H5CS2Br react with magnesium forming Grignard reagent C6H5CS2MgBr. അതിലേക്ക് ഹൈഡ്രോളിസിസ് നടത്തി വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിസിസിൻ്റെ വേഗത കൂടുന്നു. വാട്ട് വിൽ ഹാപ്പൻ? H ഇവിടെ വരും, ഈ Hഉം ഈ Rഉം കൂടെ ഒരുമിച്ച് ചേരുന്നു, ബാക്കി MgBrOH കിട്ടുന്നു. ദിസ് കോമ്പൗണ്ട് ഈസ് C6H5CS3
and it is called toluene, and therefore answer is option 4, C6H5CH3 called toluene is the product. Next, a mixture of two organic chlorine compound was treated with sodium metal. Reaction with sodium metal is called Wood's reaction. Isobutane was obtained as the product. The two chlorine compounds are. നമുക്ക് വുഡ്സ് റിയാക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ഐസോബ്യൂട്ടൈനാ. ആരാണ് ഈ ഐസോബ്യൂട്ടൈൻ എന്ന് നോക്കാം. ഇത് ഐസോപ്രോപ്പെയിൻ, ഇതാണ് ഐസോബ്യൂട്ടൈൻ. Therefore CH3 CH3 CH CH3, this compound is called isobutane. അപ്പോൾ ഇത് വുഡ്സ് റിയാക്ഷൻ. ഏതാ വുഡ്സ് റിയാക്ഷൻ? RX plus 2 sodium plus RX, 2 sodium ഹാലൈഡ് മാറുമ്പോൾ RR കിട്ടുന്നു, അല്ലെ R ഡാഷ് കിട്ടുന്നു. ദാറ്റ് കോമ്പൗണ്ട് ഈസ് ജനറലി നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ വെച്ച് മുറിച്ച് രണ്ടിനും ക്ലോറിൻ കൊടുത്താൽ അതാണ് വുഡ്സ് റിയാക്ഷൻ. അതിൻ്റെ വുഡ്സ് റിയാക്ഷൻ നമുക്കൊന്ന് എഴുതാം. CH3 CH CH3 ക്ലോറിൻ, ക്ലോറിനോ ബ്രോമിനോ അയോഡിനോ, പ്ലസ് 2 sodium plus ഇതിൻ്റെ ക്ലോറൈഡ് ClCH3. What will happen? 2 NaCl will be eliminated and the product is CH3 CH CH3 CH3. ഇതാണ് ഐസോബ്യൂട്ടൈൻ. അതുകൊണ്ട് വുഡ്സ് റിയാക്ഷൻ വഴി ഐസോബ്യൂട്ടൈൻ കിട്ടുവാൻ ഏതെല്ലാം കോമ്പൗണ്ടുകൾ എടുക്കണമായിരുന്നു? ഒന്ന് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്, 2 മീഥൈൽ ക്ലോറൈഡ്. അപ്പോൾ വേഗം പറയൂ, നമുക്ക് എടുക്കേണ്ടി വന്ന കോമ്പൗണ്ട് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് ആൻഡ് മീഥൈൽ ക്ലോറൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 3, ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് ആൻഡ് മീഥൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ 3. നെക്സ്റ്റ്, CCl bond of chlorobenzene in comparison to CCl bond of methyl chloride. ഇതാണ് മീഥൈൽ ക്ലോറൈഡ്. അതേസമയം ഇതിൻ്റെ പേരാണ് ക്ലോറോബെൻസീൻ. ദിസ് ഇസ് കോൾഡ് ക്ലോറോബെൻസീൻ. ആ ക്ലോറോബെൻസീനിലെ ക്ലോറിൻ്റെ കയ്യിൽ 3 ലോൺ പെയർ ഉണ്ടെന്നറിയാം. ആ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഒഴുകും. ആ പ്രതിഭാസത്തിൻ്റെ പേരാ പ്ലസ് ആർ. ക്ലോറിന് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന് പ്ലസ് ആർ, ഒന്ന് മൈനസ് ആർ, മൈനസ് ഐ, ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതിൽ പ്രിഡോമിനൻറ്റ് ക്യാരക്ടർ ഓഫ് ക്ലോറിൻ ഈസ് മൈനസ് ഐ. മറക്കരുത്, ക്ലോറിന് 2 സ്വഭാവങ്ങളുണ്ട്. ക്ലോറിനിൽ ലോൺ പെയറുണ്ട്. ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഒഴുക്കി വിടും. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് പ്ലസ് ആർ എഫക്റ്റ്. ക്ലോറിന് ഇലക്ട്രോൺ പിടിച്ചു വലിക്കാനുള്ള കഴിവുണ്ട്, ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട്. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് മൈനസ് ഐ. ബട്ട് ഫോർ ക്ലോറിൻ പ്രിഡോമിനൻ്റ് എഫക്റ്റ് ഈസ് മൈനസ് ഐ. ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള കഴിവാണ് മൈനസ് ഐ. ഇനി നോക്കാം. ക്ലോറിൻ്റെ കയ്യിൽ ലോൺ പെയറുണ്ട്. ആ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഒഴുകി വരുമ്പോൾ ഒരു പ്രതിഭാസമുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് റെസൊനൻസ്. 6 എണ്ണം ഉണ്ടായിരുന്നു. ലോൺ പെയർ 3 പെയർ ഉണ്ടായിരുന്നു. അതിൽ ഒരു പെയർ ഒഴുകി വീണപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായി. ഈ 2 ഇലക്ട്രോണാണ് ഇവിടെ ഡബിൾ ബോണ്ടായത്. അപ്പോൾ ബാക്കി 4 ഇലക്ട്രോൺ അവിടെ ഉണ്ട്. 4 ഇലക്ട്രോൺ, ഇതിനൊരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ എഴുന്നേറ്റിഞ്ഞ് പോരും. ഇവിടെ 2 ഇലക്ട്രോൺ നിൽക്കും, ബാക്കി ഇതുപോലെ നിൽക്കും. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് റെസൊനൻസ്. ചുരുക്കത്തിൽ ക്ലോറോബെൻസീൻ റെസൊനൻസ് കാണിക്കുന്നത് കൊണ്ട് ഈ കാർബണും ക്ലോറിനും ഡബിൾ ബോണ്ട് ഉണ്ടായി.
ഇവിടെ യാതൊരു പ്രതിഭാസവും റെസൊണൻസ് ഇല്ല. കാരണം ഇത് മീഥൈൽ ഗ്രൂപ്പാണ്, ബെൻസീൻ റിംഗ് അല്ല. അതുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. ക്ലോറോ ബെൻസീനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിന് നീളം കുറവാണ്, ശക്തി കൂടുതലാണ്. സിംഗിൾ ബോണ്ട് നീളം കൂടുതലാണ്, ശക്തി കുറവാണ്. അപ്പോൾ പറയൂ, CCl bond of chlorobenzene in comparison to CCl bond of methyl chloride will be shorter and stronger, and therefore answer is option 3, shorter and stronger. ഷോർട്ടർ ആവാൻ കാരണം കൂടി പറയൂ. ക്ലോറിനിലെ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഒഴുകിയപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. അത് ഡബിൾ ബോണ്ട് പിന്നെ സിംഗിൾ ബോണ്ടുമാകും. അതുകൊണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ്. ദാറ്റ് ഇസ് കോൾഡ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഡബിൾ ബോണ്ട് വരുമ്പോൾ നീളം കുറയും, ശക്തി കൂടും. ഇത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാകും, കാരണം രണ്ടെണ്ണം പൊട്ടിക്കണ്ടേ. ആൻഡ് therefore answer is option 3. Next question. Which one of the following is most reactive towards nucleophilic substitution? RXൽ നിന്നും X- ഇറങ്ങിപ്പോകുന്നു, പകരമൊരു ന്യൂക്ലിയോഫൈൽ കയറി വരുന്നു, അപ്പോൾ RNU കിട്ടുന്നു. ഒരു മൈനസ് ഇറങ്ങിപ്പോയി ഒരു മൈനസ് കയറി വരുന്നതിൻ്റെ പേരാ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആരാ ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആർ കോൾഡ് ന്യൂക്ലിയോഫൈൽസ്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ചായ സ്പീഷീസിൻ്റെ പേരാ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഒരു മൈനസ് ഇറങ്ങിപ്പോയി ഒരു മൈനസ് കയറി വരുന്നതിൻ്റെ പേരാ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്നൊരു മൈനസ് ഇറങ്ങുമ്പോൾ ഒരു അല്ലെങ്കിൽ ഇവിടെ എല്ലാം ക്ലോറൈഡുകളാണ്. Cl- ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കാർബോണിയം അയോൺ കിട്ടും. ഓപ്ഷൻ 1, Cl- ഇറങ്ങിയപ്പോൾ കിട്ടിയത് CH2 ഡബിൾ ബോണ്ട് CH+. ഇറ്റ് ഈസ് കോൾഡ് വിനൈൽ കാർബോണിയം അയോൺ. 2, ബെൻസീനിൽ നിന്ന് Cl- ഇറങ്ങിയാൽ കിട്ടുന്നത് C6H5+, ഫിനൈൽ കാർബോണിയം അയോൺ. മൂന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്നും Cl- ഇറങ്ങിയാൽ കിട്ടുന്നത് CH3CH ഡബിൾ ബോണ്ട് CH+. നാലാമത്തെ കോമ്പൗണ്ടിൽ നിന്നും Cl- ഇറങ്ങിയാൽ കിട്ടുന്ന കോമ്പൗണ്ട് CH2+ CH ഡബിൾ ബോണ്ട് CH2. ഇതിലേറ്റവും സ്റ്റേബിളായ കാർബോണിയം അയോൺ ആര് തരുന്നുവോ അതിന് പെട്ടെന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. Cl- ഇറങ്ങിപ്പോകും. ഇതിലേറ്റവും സ്റ്റേബിളസ്റ്റായ കാർബോണിയം അയോണാണ്. ദിസ് ഈസ് ദ വൺ. ദിസ് ഈസ് കോൾഡ് അലൈൽ കാർബോണിയം അയോൺ. അതിനെന്താണ് ഇത്ര ഹൈലി സ്റ്റേബിൾ ആവാൻ കാരണം? റെസൊണൻസ് എന്ന പ്രതിഭാസമുണ്ട്. അതിൻ്റെ റെസൊണൻസ് ഞാനൊന്ന് എഴുതി കാണിക്കാം. CH2 ഡബിൾ ബോണ്ട് CH CH2+. അതായത് ഈ പ്ലസ് ഓടി ഇവിടെ വരും, ഡബിൾ ബോണ്ട് ഓടി വരും. അതുകൊണ്ട് ഈ കാർബോണിയം അയോണിൻ്റെ പോസിറ്റീവ് ചാർജ് ഓടിച്ചാടി കളിക്കുകയാണ്. ഇറ്റ് ഈസ് അണ്ടർ റെസൊണൻസ്. അലയിൽ കാർബോണിയം അയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ. ഈ 4 കാർബോണിയം അയോണുകളിൽ ഏറ്റവും സ്റ്റേബിളസ്റ്റായ കാർബോണിയം അയോൺ തരുന്നത് ഇതാണ്, അലയിൽ കാർബോണിയം അയോൺ. വൈ ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ? ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് റെസൊണൻസ്. അതുകൊണ്ട് അലയിൽ കാർബോണിയം അയോൺ ഹൈലി സ്റ്റേബിളാണ്. അതുകൊണ്ട് ഇതിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4, ബിക്കോസ് അലയിൽ കാർബോണിയം അയോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. The reaction of toluene with chlorine in presence of ferric chloride gives X.
and the reaction in presence of light gives Y. X and Y are toluene. This is toluene. Toluene react with chlorine in presence of ferric chloride. ഇനി വീണ്ടുമുണ്ട് this toluene react with chlorine in presence of light, HNu, light. ഇതൊരു ലൂവിസ് ആസിഡാ. ലൂവിസ് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ നടക്കൂ. ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ വന്നിരിക്കും. എന്നാൽ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. സൈഡ് ചെയിൻ മാറി, സൈഡ് ചെയിനിലെ എച്ച് ഡോട്ട് മാറി Cl ഡോട്ട് വന്നിരിക്കും. ഡോട്ട് മാറി ഡോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. Free radical substitution takes place only at side chain, while electrophilic substitution takes place at the benzene ring. അപ്പോൾ ക്ലോറിൻ ഓർത്തോ പാരാ പൊസിഷനിൽ വരും. രണ്ട് പ്രോഡക്റ്റ് കിട്ടും. വൺ ഈസ് this one and next one is this one. ഇതിൻ്റെ പേര് ഓർത്തോ ക്ലോറോ ടുളുവിൻ പ്ലസ് പാരാ ക്ലോറോ ടുളുവിൻ. എന്നാൽ ഈ കേസിലോ ക്ലോറിൻ വന്ന് ഈ സൈഡ് ചെയിനിലാണ് വരിക. ദ പ്രോഡക്റ്റ് ഈസ് CH2Cl. അപ്പം അവിടെ CH2Cl കിട്ടി. വീണ്ടും ഇറങ്ങിപ്പോയി Cl വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CCl3, വിച്ച് ഈസ് കോൾഡ് ട്രൈക്ലോറോമീഥൈൽ ബെൻസീൻ. അപ്പോൾ ഇതാണ് Y, ഇത് രണ്ടുമാണ് X. പറയൂ, X ആര്? X ഈസ് ഓർത്തോ ആൻഡ് പാരാ ക്ലോറോ ടുളുവിൻ ആൻഡ് Y ഈസ് ട്രൈക്ലോറോമീഥൈൽ ബെൻസീൻ. ട്രൈക്ലോറോമീഥൈൽ ബെൻസീൻ. ഇത് പറഞ്ഞാലും കറക്റ്റ് ആൻസറാ. പക്ഷേ ഇങ്ങനൊരു ആൻസർ ഇല്ല. ക്ലോറിൻ എക്സസ് ഉള്ളത് കൊണ്ട്. ഉണ്ടെങ്കിൽ CCl3 വരും, ട്രൈക്ലോറോമീഥൈൽ ബെൻസീൻ. Therefore ആൻസർ ഓപ്ഷൻ 3. ഓപ്ഷൻ 3. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Arrange the following halides in the decreasing order of SN1 reactivity. SN1 റിയാക്ഷനുകളിൽ കാർബോണിയം അയോൺ ഫോർമേഷനാണ് ആദ്യം നടക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തെ കാർബോണിയം അയോണുകളുടെ സ്റ്റെബിലിറ്റി അനുസരിച്ച് എടുക്കണം. ഫസ്റ്റ് കോമ്പൗണ്ട്, അവിടെ നിന്ന് Cl മൈനസ് ഇറങ്ങിപ്പോയാൽ കിട്ടിയ കാർബോണിയം അയോൺ CH3 CH2 CH2 പ്ലസ് എ പ്രൈമറി കാർബോണിയം അയോൺ, ഹൈലി അൺസ്റ്റേബിൾ. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിലെ Cl മൈനസ് ഒന്ന് ഇറക്കി വിടാം. അപ്പോൾ കിട്ടുന്നത് CH2 ഡബിൾ ബോണ്ട് CH CH പ്ലസ് CH3. ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഇത്രയും ഭാഗമൊന്ന് നോക്കിക്കേ. ഈ പ്ലസ്സിന് ഓടിച്ചാടി കളിക്കാൻ കഴിയും. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് റെസൊണൻസ്. ഇത് അലയിൽ കാർബോണിയം അയോണാ. ഈ പ്ലസ് ഇവിടെ വരും, ഡബിൾ ബോണ്ട് ഇവിടെ വരും, കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും. അതുകൊണ്ട് ഇത് അലയിൽ കാർബോണിയം അയോൺ, ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ്. നെക്സ്റ്റ്, ഈ ക്ലോറിൻ പോയാൽ കിട്ടുന്ന കാർബോണിയം അയോൺ CH3 CH2 CH plus CH3, which is a secondary carbonium ion. ഇത് പ്രൈമറി കാർബോണിയം അയോൺ, ഇത് സെക്കൻഡറി കാർബോണിയം അയോൺ. പ്രൈമറിയേക്കാൾ സ്റ്റേബിളാണ് സെക്കൻഡറി, സെക്കൻഡറിയേക്കാൾ സ്റ്റേബിളാണ് ടെർഷറി. ഇതിൽ ടെർഷറി ഇല്ല. പക്ഷേ പ്രൈമറിയേക്കാളും സെക്കൻഡറിയേക്കാളും സ്റ്റേബിളാണ് ഈ സെക്കൻഡറിയായ അലയിൽ കാർബോണിയം അയോൺ. അപ്പോൾ ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. സെക്കൻഡറിയുമാണ് അലയിലുമാണ്.
ഈ ഡബിൾ ബോണ്ട് വന്നതുകൊണ്ടാണ് അലൈലായത്. ആൻഡ് ദെയർഫോർ ഏറ്റവും പെട്ടെന്ന് SN1 റിയാക്ഷൻ തരുന്നത് ആരാണ്? 2. അത് കഴിഞ്ഞാൽ സെക്കൻഡറി 3. അത് കഴിഞ്ഞാൽ മാത്രമേ പ്രൈമറി 1 വരൂ. ദെയർഫോർ ആൻസർ ഈസ് 2 greater than 3 greater than 1. ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ ഇതാണ് SN1 റിയാക്ഷൻ നടക്കുന്ന ഓർഡർ. നെക്സ്റ്റ്, decreasing order of the reactivity of the following compound towards OH minus ion is the benzene ring. ബെൻസീൻ റിങ്ങിൽ പൈ ഇലക്ട്രോൺ കൊണ്ടുണ്ടാക്കിയ ഒരു ക്ലൗഡാണ്. ബെൻസീൻ റിങ് ഈസ് ഫുൾ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ദാ ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു. OH മൈനസ് ഒരു ന്യൂക്ലിയോഫൈലാണ്, ഇലക്ട്രോൺ റിച്ചായ സ്പീഷീസ്. ന്യൂക്ലിയോഫൈൽ ബെൻസീൻ റിങ്ങിനെ കണ്ടാൽ തിരിഞ്ഞോടും, എനിക്ക് കാണണ്ടേ എന്നും പറഞ്ഞ് തിരിഞ്ഞോടും. എന്താണ് കാരണം? OHൻ്റെ ചാർജ് മൈനസാണ്, ബെൻസീൻ റിങ് നിറയെ ഇലക്ട്രോൺ മൈനസാണ്. മൈനസിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ആരോ മാറ്റി കോമ്പൗണ്ട് വിൽ നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോർമലി. OH മൈനസിന് ബെൻസീൻ റിങ്ങിനെ ഇഷ്ടമല്ല. കാരണം മൈനസിന് ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് ഒഴുകണം. ഇവിടെ നിന്ന് ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് നഷ്ടപ്പെട്ടാൽ OH മൈനസ് ഓടി വരും. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളും നോക്കാം. ഏതൊക്കെയാണ് ആ കോമ്പൗണ്ടുകളും നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റാ നൈട്രോ ബ്രോമോ ബെൻസീൻ. The bromine meta position. Next, 2,4,6 trinitrobromo-benzene. Two, 4, 6 trinitrobromo-benzene. Next, para-nitrobromo-benzene. Para-bromo-nitrobenzene. And next one, 2,4-dinitrobromo-benzene. 2,4-dinitrobenzene. നോക്കാം. NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിലാണ്. റെസൊനൻസ് എഫക്റ്റ് നടക്കണമെങ്കിൽ ഓർത്തോപാരയിൽ വരണം. മെറ്റയിൽ എപ്പോഴും -I മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിനെ ഒന്ന് പിടിച്ചു വലിക്കുന്നു. ഈ ബെൻസീൻ റിങ്ങിലെ ഇലക്ട്രോണിനെ പിടിച്ചു വലിച്ചു. ഇലക്ട്രോൺ ഒഴുകിയില്ല. ഇലക്ട്രോണിൻ്റെ ഒഴുക്കിൻ്റെ പേര് +R ഉം -R ഉം ഒക്കെയാണ്. ഇലക്ട്രോൺ ഒഴുകണമെങ്കിൽ ഗ്രൂപ്പ് ഓർത്തോയിലും പാരയിലും നിൽക്കണം. ദാ നോക്കിക്കേ, ഓർത്തോ പാര. ഇലക്ട്രോൺ മുഴുവൻ ഒഴുകിപ്പോയി. ഈ ഒഴുക്കിന് പറയുന്ന പേരാ -R എഫക്റ്റ്. -R എഫക്റ്റ്. ദാ ഇവിടെ NO2 പാരാ പൊസിഷൻ, ഇലക്ട്രോൺ ഒഴുകി വരുന്നു. ഇവിടെയോ ഓർത്തോയിലും പാരയിലുമാണ്, ഒഴുകി വരും. ഇവിടെ സർവ്വ ഇലക്ട്രോണുകളും ബെൻസീൻ റിങ്ങിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പോയി. ദാറ്റ് ഈസ് കോൾഡ് -R എഫക്റ്റ്. അതുകൊണ്ട് ഇവിടെ ബെൻസീൻ റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. ഇനി ന്യൂക്ലിയോഫൈലിന് വരാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് OH മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെയാണ്. ദാറ്റ് ഈസ് 2. അത് കഴിഞ്ഞാൽ ഇതാണ്, രണ്ട് ഒഴുക്കുണ്ട്. ഇവിടെയും -R ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ -R ഉണ്ട്. ഇവിടെ -R ഇല്ല. ഇലക്ട്രോണിനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു വലിച്ചതേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് -I. അപ്പോൾ പറയൂ, ഏറ്റവും വേഗത്തിൽ OH മൈനസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റുന്ന കോമ്പൗണ്ട് ഏതാ? 2 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ
3 ഏറ്റവും അവസാനമാണ് 1. Therefore answer 2 4 3 1 option 2. That is the answer. Next question. Identify the set of reagent X and Y in the following set of transformations. CS3, CS2, CS2, Br. ഇതിനെ ആൽക്കഹോളിക് പൊട്ടാഷ് വെച്ച് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാം. വേഗം പറയണം. ആൽക്കഹോളിക് പൊട്ടാഷിൻ്റെ പ്രത്യേകത പറയൂ. ഒരു നല്ല ഡീഹൈഡ്രോ ഹാലജനേറ്റിംഗ് ഏജൻ്റാണ്. എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് പൊട്ടാഷിന് ഒറ്റ ജോലിയെ അറിയാവൂ. HCl, HBr, HI ഇവരെ മോഷ്ടിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളാണ് ആൽക്കഹോളിക് പൊട്ടാഷ്. ആൽക്കഹോളിക് പൊട്ടാഷ് ഇസ് എ വെരി ഗുഡ് ഡീഹൈഡ്രോ ഹാലജനേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ HCl, HBr, HI ഇതിനെ മാറ്റുന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നൊരു BRും ഇവിടെ നിന്നൊരു Hും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായിപ്പോയി? HBr. What is the remaining product? CH3 CH double bond CS2. ഇതിലേക്കൊരു HBr ആഡ് ചെയ്യാം. HBrൽ S+ ഉണ്ട്, BR- ഉണ്ട്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അഡീഷൻ നടക്കുമ്പോൾ ഒരു ഫേമസ് റൂൾ നോക്കും, മാർക്കോവ്-നിക്കോവ്സ് റൂൾ. വാട്ട് ഈസ് മാർക്കോവ്-നിക്കോവ്സ് റൂൾ? നെഗറ്റീവ് പാർട്ട് വിൽ ഗോ ടു ദ കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഹൈഡ്രജൻ. ഇവിടെ ഒരു H ഉള്ളൂ, ഇവിടെ 2 H ഉണ്ട്. നെഗറ്റീവ് പാർട്ട് ഇവിടെ വരും, പോസിറ്റീവ് പാർട്ട് ഇവിടെ വരും. ദ പ്രോഡക്റ്റ് ഈസ് CH3 CHBr സിംഗിൾ ബോണ്ട് CH3. അതാണ് ക്വസ്റ്റ്യൻ. ദാ ഈ കോമ്പൗണ്ടിനെ ഈ കോമ്പൗണ്ടാക്കി. ആദ്യം ഇതാണ് എടുത്തത്, അതിൽ നിന്ന് ഇത് കിട്ടി. എങ്കിൽ ഈ 2 റിയേജൻസ് ആരായിരുന്നുവെന്നാണ് ക്വസ്റ്റ്യൻ. Therefore X is alcoholic potash and Y is HBr. ഇവിടെ അഡീഷൻ നടന്ന റിയാക്ഷൻ ആ പ്രിൻസിപ്പിൾ എന്താണ്? മാർക്കോവ്-നിക്കോവ്സ് റൂൾ. മറ്റൊന്ന് ആൽക്കഹോളിക് പൊട്ടാഷ് ഇസ് എ വെരി ഗുഡ് ഡീഹൈഡ്രോ ഹാലജനേറ്റിംഗ് ഏജൻറ്റ് and therefore answer is option 2. X is alcoholic KOH and Y is HBr. Next, അടുത്ത ക്വസ്റ്റ്യൻ. ദാ SN1-ൻ്റെയും SN2-ൻ്റെയും പ്രത്യേകതയൊന്ന് പഠിച്ചോണം വിത്ത് റെസ്പെക്ട് ടു ദി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. SN1 റിയാക്ഷൻ നടന്നാൽ ഒരു മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? ഇൻവേർഷൻ ആൻഡ് റിട്ടൻഷൻ. ഇവിടെ എന്തൊക്കെ നടക്കും? ഇൻവേർഷനും നടക്കും, റിട്ടൻഷനും നടക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ ഒരു മോളിക്യൂൾ എടുത്തു, ഡെസ്ട്രോ റൊട്ടേറ്ററി. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഡെസ്ട്രോ തലതിരിയും, ലീവോ ആകും. റിട്ടൻഷൻ നിലനിർത്തും. അപ്പോൾ SN1-ൽ എപ്പോഴും ഡെസ്ട്രോ റൊട്ടേറ്ററി എടുത്താൽ ഡെസ്ട്രോ ലീവോയുമായും ഡെസ്ട്രോയുമായും നിൽക്കും. അങ്ങനെ ഡെസ്ട്രോ പ്ലസ് ലീവോ മിക്സർ കിട്ടും. അതിൻ്റെ പേരാ റെസിമൈസേഷൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ. SN1 റിയാക്ഷനിൽ ഡെസ്ട്രോ എടുത്താൽ അത് തലതിരിയും, ലീവോ ആകും. റിട്ടൻഷൻ ഡെസ്ട്രോയെ ഡെസ്ട്രോ ആയി നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഡെസ്ട്രോ പ്ലസ് ലീവോ കിട്ടും. ആ മിക്സറിൻ്റെ പേരാ റസമിക് മിക്സർ. അപ്പോൾ SN1-ൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇൻവേർഷനും നടക്കും, റിട്ടൻഷനും നടക്കുമെന്ന് പറയണം. അതുകൊണ്ട് റസമിക് മിക്സറാണ് പ്രോഡക്റ്റ്. എന്നാൽ
SN2-വിൽ ഒരെണ്ണമേ നടക്കൂ. ഓൺലി ഇൻവേർഷൻ. ഡെസ്ട്രോ എടുത്താൽ ലീവോ കിട്ടും, ലീവോ എടുത്താൽ ഡെസ്ട്രോ കിട്ടും. SN1-ലോ ഡെസ്ട്രോ എടുത്താൽ ഡെസ്ട്രോ പ്ലസ് ലീവോ, ലീവോ എടുത്താൽ ഡെസ്ട്രോ പ്ലസ് ലീവോ, റസമിക് മിക്സ്ചർ. അപ്പോൾ പറയൂ, ക്വസ്റ്റ്യൻ, ഡെക്സ്ട്രോ റൊട്ടേറ്ററിയാണ് എടുത്തത്, SN2 മെക്കാനിസമാണ്. ഡെസ്ട്രോ എടുത്തു, SN2 നടന്നാൽ ഡെസ്ട്രോ ആരായി മാറും? ലീവോ റൊട്ടേറ്ററി. SN1 ആയിരുന്നെങ്കിലോ ഡെസ്ട്രോ എടുത്താൽ കിട്ടുന്ന മിക്സ്ചർ റസമിക് മിക്സ്ചർ ആയിരിക്കും. റസമിക് മിക്സ്ചർ ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൻഡ് ദെയർഫോർ ആൻസർ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഈസ് ലീവോ റൊട്ടേറ്ററി. കാരണം SN2-വിൽ എപ്പോഴും ഇൻവേർഷൻ നടക്കും, തലതിരിയും. ഡെസ്ട്രോ എടുത്താൽ ലീവോ ആകും, ലീവോ എടുത്താൽ ഡെസ്ട്രോ ആകും. ദെയർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ്, in the following reaction, the bond absent in the compound A is. ഇതൊന്ന് പഠിച്ചോണം. ഒരു ആൽക്കൈൽ ഹാലൈഡും പൊട്ടാസ്യം നൈട്രൈറ്റുമായുള്ള റിയാക്ഷൻ. പൊട്ടാസ്യം നൈട്രൈറ്റ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ടാണ്. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് RNO2 ആണ്. അതിൻ്റെ സ്ട്രക്ചർ ഇതാ, RN ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ. എന്നാൽ RX when treated with സിൽവർ നൈട്രൈറ്റ്, ഇത് പൊട്ടാസ്യം നൈട്രൈറ്റ്, ഇത് സിൽവർ നൈട്രൈറ്റ്. സിൽവർ നൈട്രൈറ്റിൻ്റെ പ്രത്യേകത, പൊട്ടാസ്യം നൈട്രേറ്റ് ഈസ് അയോണിക്, സിൽവർ നൈട്രേറ്റ് ഈസ് കോവലൻറ്റ്. മറക്കരുത്, പൊട്ടാസ്യം നൈട്രേറ്റ് ഈസ് അയോണിക്, സിൽവർ നൈട്രേറ്റ് ഈസ് കോവലൻറ്റ്. അപ്പോൾ ഇവിടെ Ag+NO2- ഇല്ല. വൈ? ദ മോളിക്യൂൾ ഈസ് കോവലൻറ്റ്. പക്ഷേ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ചെന്നായിരിക്കും ആറിലേക്ക് കയറുന്നത്. അതുകൊണ്ട് RX + AgNO2 the product is ആറിലേക്ക് ചെന്ന് കയറുന്നത് ആരായിരിക്കും? അപ്പം നോക്കിക്കേ, ഇവിടെ നേരിട്ട് ചെന്ന്, അപ്പം ഒരു കാര്യം കൂടി പറയാം. ഓൾ ഓഫ് ലിസൺ ഹിയർ. ഇങ്ങനെ ശ്രദ്ധിക്കണം. NO2 എന്ന് പറയുമ്പോൾ KNO2 എന്ന് പറയുന്നത് ഇതാ N. അപ്പം നമ്മൾ NO2 എന്ന് പറയുന്ന മോളിക്യൂൾ എപ്പോഴും ഈ N ഉണ്ടാകും, O ഉണ്ടാകും. സിൽവർ നൈട്രേറ്റിൻ്റെ പ്രത്യേകത, സിൽവർ നൈട്രേറ്റ് ഈസ് കോവലൻറ്റ്, ബട്ട് KNO2 ഈസ് അയോണിക്. അപ്പോൾ KNO2-വിൽ അതിൻ്റെ സ്ട്രക്ചർ ഇതാ KON ഡബിൾ ബോണ്ടോ. ഇവിടെ വെച്ചാണ് മുറിയുന്നത്. സിൽവർ നൈട്രേറ്റ് ആകുമ്പോൾ AgON ഡബിൾ ബോണ്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പൊട്ടാസ്യം നൈട്രേറ്റ് ഈസ് അയോണിക്, മൈനസ് ആകും. സിൽവർ നൈട്രേറ്റിൽ അയോണിക് അല്ല, നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയറുണ്ട്. അപ്പോൾ റിയാക്ഷൻ എന്ന് എഴുതാൻ പോവാണ്. RX + KNO2 എന്ന് പറഞ്ഞാൽ KONO. ഇത് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ മൈനസാണ് വന്ന് കയറുന്നത്. ദ പ്രോഡക്റ്റ് ഈസ് RONO. ഇത് KX ആയിട്ട് മാറും. എന്നാൽ RX when react with AgON ഡബിൾ ബോണ്ടോ അവിടെ മുറിഞ്ഞിരിക്കുകയല്ല, മോളിക്യൂൾ ഈസ് കോവലൻറ്റ്. പക്ഷേ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയറുണ്ട്. ആ ലോൺ പെയർ ചെന്ന് ആറിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് RN ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പൊട്ടാസ്യം നൈട്രേറ്റ് അയോണിക് ആയതുകൊണ്ട് ആറിലോട്ട് ചെന്ന് കയറിയത് ഓയാണ്.
സിൽവർ നൈട്രേറ്റ് കോവലൻ്റ് ആയതുകൊണ്ട് ആറിലോട്ട് ചെന്നത് എന്നാണ്, O അല്ല. ഇതാണ് അയോണിക് കോമ്പൗണ്ട്, ഇത് കോവലൻ്റ് കോമ്പൗണ്ട്. അപ്പം നമ്മുടെ കോമ്പൗണ്ടിലേക്ക് നോക്കാം. C2H5Cl പ്ലസ് AgNO2 പ്രോഡക്റ്റ് CH3CH2N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ. ഇവിടെ ഇല്ലാത്ത ബോണ്ട് ഏതെന്നാണ് ചോദ്യം. CN ബോണ്ട് ഉണ്ടോ? ഉണ്ട്. കാർബണും നൈട്രജനും ചേർന്ന ബോണ്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്. CO ബോണ്ട് ഉണ്ടോ? ഇല്ല. കാർബണും ഓക്സിജനുമായി ചേർന്നൊരു ബോണ്ടില്ല. CH ബോണ്ട് ഉണ്ടോ? ഉണ്ട്. CH3യിലും CH2യിലും CH ബോണ്ട് ഉണ്ട്. CC ബോണ്ട് ഉണ്ടോ? ഉണ്ട്. ഈ കാർബണും അത് CC ബോണ്ടാ, അതുമുണ്ട്. ഇല്ലാത്ത ഒരു ബോണ്ടേ ഉള്ളൂ, CO ബോണ്ട്. എന്നാൽ KNO2 ആയിരുന്നുവെങ്കിൽ ദാ ഇവിടെ കാർബണുണ്ട്, അവിടെ CO ബോണ്ടുണ്ട്, ഇവിടെ CO ബോണ്ട് ഇല്ല. ഇത് അയോണിക്കാണ്, ഇത് കോവലൻ്റ് ആണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. Therefore, answer is option 2. Next, which one of the following statement about chlorobenzene are correct? ക്ലോറോബെൻസീൻ്റെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെല്ലാം? നമ്മൾ അല്പം മുമ്പ് പഠിച്ചു. ക്ലോറിൻ്റെ യഥാർത്ഥമായ സ്വഭാവം -I ആണ്, ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബെൻസീനിന് ഡീആക്ടിവേഷൻ സംഭവിക്കും. ബെൻസീനിലെ ഇലക്ട്രോണുകളെ ക്ലോറിൻ പിടിച്ചു വലിക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീആക്ടിവേഷൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയൂ. പ്രസൻസ് ഓഫ് ക്ലോറിൻ ഡീആക്ടിവേറ്റ് ബെൻസീൻ റിംഗ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പ്രസൻസ് ഓഫ് ക്ലോറിൻ ഡീആക്ടിവേറ്റ് ബെൻസീൻ റിംഗ്. അതിൻ്റെ കാരണം പറയൂ. ക്ലോറിൻ -I എഫക്റ്റ് കൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ പിടിച്ചു വലിച്ചപ്പോൾ ബെൻസീൻ റിങ്ങിന് ഡീആക്ടിവേഷൻ സംഭവിച്ചു. ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് ക്ലോറിൻ ഡയറക്റ്റ് ദ ഇൻകമിങ് ഇലക്ട്രോഫൈൽ ടു ഓർത്തോ പാരാ പൊസിഷൻ. അതും കറക്റ്റാ. ക്ലോറിൻ ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഇതിലേക്കൊരു ഇലക്ട്രോഫൈൽ വന്നാൽ ഓർത്തോയിലും പാരയിലുമാണ് ഇരിക്കുക. ആൻഡ് ദെയർഫോർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ടുവേഡ്സ് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ദാൻ ക്ലോറോഈഥെയിൻ. വാട്ട് ഈസ് ക്ലോറോഈഥെയിൻ? C2H5Cl. ദാ ഒരു ന്യൂക്ലിയോഫൈൽ OH- പോലെ ഒരു ന്യൂക്ലിയോഫൈൽ വന്നാൽ ബെൻസീൻ റിങ്ങിന് ഒട്ടും ഇഷ്ടമില്ല. കാരണം ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ ക്ലൗഡാ. എന്നാൽ ഇതങ്ങനല്ല. ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ് ഇല്ല. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പത്തിൽ നടക്കും. ആൽക്കൈൽ ഹാലൈഡാണ്, ഇത് ആരോമാറ്റിക് ഹാലൈഡാണ്. ആരോമാറ്റിക് ഹാലൈഡിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് നടക്കില്ല. കാരണം ന്യൂക്ലിയോഫൈലിന് ബെൻസീൻ റിങ്ങിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. ക്ലോറോബെൻസീൻ ഈസ് മോർ റിയാക്റ്റീവ് ടുവേഡ്സ് ന്യൂക്ലിയോഫൈൽ. തെറ്റ്. കാരണം ബെൻസീൻ റിങ് തന്നെ ഇലക്ട്രോൺ ക്ലൗഡാണ്, ന്യൂക്ലിയോഫൈലിന് ഇഷ്ടമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് അണ്ടർഗോസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ വിത്ത് ക്ലോറോമീഥൈൻ ടു ഈൽഡ് ടുളുവിൻ. അതൊന്ന് നോക്കാം. എന്താണ് വുഡ്സ് ഫിറ്റിംഗ്സ് റിയാക്ഷൻ? ഒരു അരൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും കൂടി റിയാക്ഷൻ നടക്കുന്നു വിത്ത് സോഡിയം. അതിൻ്റെ പേരാ വുഡ്സ് റിയാക്ഷന് സമാനമായ റിയാക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് വുഡ്സ് ഫിറ്റിംഗ്സ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ക്ലോറോബെൻസീൻ റിയാക്ട് വിത്ത് സോഡിയം വിത്ത് മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോമീഥൈൻ. ഈ റിയാക്ഷൻ്റെ പേരാ വുഡ്സ് ഫിറ്റിക്സ് റിയാക്ഷൻ. ആൻഡ് ദി പ്രോഡക്റ്റ് ഈസ് ദിസ് വൺ. ഇതിൻ്റെ പേരാണ് ടുളുവിൻ. ദെയർഫോർ ക്ലോറോബെൻസീൻ അണ്ടർഗോസ് വുഡ്സ് ഫിറ്റിക്സ് റിയാക്ഷൻ വിത്ത് ക്ലോറോമീഥൈൻ ടു ഈൽഡ് ടുളുവിൻ ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്.
അതുകൊണ്ട് ഇവിടെ 3 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റുമുണ്ട്. ദെയർഫോർ ആൻസർ ഈസ് 1, 2, 4. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ. 1, 2 and 4. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement regarding SN1 reaction shown by alkyl halide is not correct? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചേ. SN1 reaction involves inversion of configuration of the optically active substrate. SN1-ൽ നടക്കുന്നത് ഇൻവേർഷൻ ആണോ? അല്ല. ഇൻവേർഷനും റിട്ടൻഷനും ഒരുമിച്ച് നടന്ന് ഓപ്റ്റിക്കലി ഇനാക്റ്റീവായ റെസിമിക് മിക്സ്ചറേ കിട്ടുകയുള്ളൂ SN1-ൽ. ആൻഡ് ദെയർഫോർ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. അപ്പം SN1 റിയാക്ഷൻ ഇൻവോൾവ്സ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഓഫ് ദി ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്ട്രേറ്റ്. തെറ്റ്. പിന്നെ SN1-ൽ എന്ത് നടക്കും? ഇൻ SN1 ദെയർ വിൽ ബി inversion and retention forming optically inactive racemic mixture. അതുകൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. ബാക്കിയെല്ലാം വായിച്ച് നോക്കിക്കോണം. ദേ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ്. An alkyl halide react with sodium to form 2,7-dimethyl octane alkyl halides. അപ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. 2,7-dimethyl octane. ഇതാണ് 2,7-dimethyl octane. സോഡിയവുമായുള്ള റിയാക്ഷൻ വോൾസ് റിയാക്ഷനാ. അപ്പം എന്ത് ചെയ്യണം? ആ റിയാക്ഷനിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാകണമെങ്കിൽ നമുക്കിതിൻ്റെ നടുക്ക് വെച്ച് മുറിച്ച് ഹാലൈഡാക്കിയാൽ മതി. അപ്പം 4 കാർബൺ ഇവിടെ വെച്ച് മുറിക്കണം. മുറിച്ച് ഇതിൻ്റെ ക്ലോറൈഡും ഇതിൻ്റെ ക്ലോറൈഡും എടുത്താൽ മതി. ദാറ്റ് ഈസ് CH3, CCH3, CH, CH2, CH2, Cl. ഇതാണത്. ഇതിൻ്റെ വേറൊരു മോളിക്കൂൾ വരുന്നു, സോഡിയവുമായി റിയാക്ട് ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിൻ്റെ പേരാ ഐസോപെൻറ്റൈൽ ക്ലോറൈഡ്. ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് ഐസോപെൻറ്റൈൽ ക്ലോറൈഡ്. ഇതിൻ്റെ 2 മോളിക്കൂളുകൾ തമ്മിൽ സോഡിയവുമായി റിയാക്ട് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് 2,7-dimethyl octane. അപ്പോൾ ഇതാണ് ഐസോപെൻറ്റൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെ 2 മോളിക്കൂൾ ചേർന്ന് സോഡിയവുമായി റിയാക്ട് ചെയ്ത് കിട്ടിയ കോമ്പൗണ്ടാണ് 2,7-dimethyl octane. And therefore answer is option 1. Isopentyl chloride is the answer. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ആ 25 ക്വസ്റ്റ്യനും കറക്റ്റായവരൊന്ന് കൈപൊക്കിക്കേ. അപ്പോൾ അഥവാ 2 or 3 തെറ്റുകളൊക്കെ സംഭവിച്ചുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുപറ്റിയ ക്വസ്റ്റ്യൻസ് എടുത്ത് വീണ്ടും വർക്കൗട്ട് ചെയ്ത് ഇതെന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് ചിന്തിച്ച് കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ച് ചെയ്യണം. വിത്ത് ദിസ് വി കൺക്ലൂഡ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്. സിയോട്സിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക് ആൻസർ എന്താകും. ഓക്കെ. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 minus tan x divided by 4x minus pi and is defined for x not equal to pi by 4. ഇനി വേണ്ടത് if the function is continuous in the interval 0 pi by 2 then the value of f of pi by 4 ആവേണ്ട അല്ലേ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് x is equal to pi by 4 ആകണമെങ്കിൽ ഏത് പോയിന്റിലായിക്കോട്ടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് x is equal to a ആകണമെങ്കിൽ ആ പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആകണം. സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x is equal to pi by 4 ആണെങ്കിൽ വാല്യൂ തന്നല്ലേ ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് x tending to pi by 4 of 1 minus tan x, that is a function, 1 minus tan x divided by
4x minus pi. ഇതിന് ഈക്വൽ ആകണം. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നാലേ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. ഈ ലിമിറ്റിംഗ് വാല്യൂ എഫ് ഓഫ് പൈ ബൈ 4 ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. സോ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് at x is equal to pi by 4, f of pi by 4 should be equal to the limiting value of the function as x tending to pi by 4. Suppose we have directly put a x is equal to pi by 4 here. What happens? When x is equal to pi by 4, 1 minus tan pi by 4 is 1. 1 minus 1, 0. Divided by 4 into pi by 4 becomes എത്ര വേണം? പൈ വരണം അല്ലേ? പൈ മൈനസ് പൈ, that is again equal to 0. So this of the form 0 divided by 0. എപ്പോഴെങ്കിലും ഒരു ലിമിറ്റിംഗ് ഫംഗ്ഷൻ 0/0 ഫോമിലാണ് വരുന്നെങ്കിൽ there we can apply the rule L-Hospital's rule. That will be easiest method. L-Hospital's rule. L-Hospital's rule പറയുന്നത് if a function is of the form 0/0, take the derivative of numerator and take the derivative of denominator. Then put the value x is equal to ഏതാണോ അത് കൊടുക്കണം. ഇവിടെ pi by 4 ആണ്, pi by 4 substitute ചെയ്യണം. If it is again 0/0 form, again apply this method. അപ്പോൾ L-Hospital's rule പറയുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ 0/0 വന്നാൽ 0/0ക്ക് മാത്രമല്ല കേട്ടോ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാലും സെയിം റൂൾ ക്യാൻ ബി അപ്ലൈഡ് ഹിയർ. നമുക്ക് 0/0 എടുക്കാം, കാരണം 0/0 ആണ് കണ്ടിന്യൂറ്റിക്ക് അത് സാധാരണ വരിക. അപ്പോൾ ഏതെങ്കിലും ലിമിറ്റിംഗ് ഫംഗ്ഷൻ 0/0 ആണെങ്കിൽ you can apply L-Hospital's rule, that is take the derivative of numerator and take the derivative of denominator separately, not using the quotient rule. Take the derivative of numerator and take the derivative of denominator separately. So we can take the derivative here. So limit x tending to pi by 4. What's the derivative of numerator? 1 into derivative 0 minus tan x into derivative secant square x divided by 4x into derivative 4, pi into derivative 0. So the derivative is equal to minus secant square x divided by 4. Now you can put x is equal to pi by 4 here. If it is of the form 0/0, again you can apply the same method. So suppose here we are going to put x is equal to pi by 4. That's equal to secant square pi by 4. That's not equal to 0. Secant square pi by 4 is root 2. So this is equal to minus root 2 square divided by 4. That's equal to minus root 2 square is 2 divided by 4. That's equal to minus 1/2. So the answer is minus 1/2. That's a second choice, right? Okay. Now the second question. A function is defined, but there's three definitions. One is minus 2x if x is less than minus pi by 2. A sin x plus b if x lies between minus pi by 2 and plus pi by 2, and cos x if x is greater than or equal to pi by 2. And if f of x is continuous, f of x is a continuous function. F of x is a continuous function, then നമുക്ക് വേണ്ട a ൻ്റെയും b ൻ്റെയും വാല്യൂസ് അല്ലേ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അവിടെ ഓരോ ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടണം. സോ ഹിയർ x ലെസ് ദാൻ പൈ മൈനസ് പൈ ബൈ 2. So there x less than minus pi by 2 means ഈ minus 2x sin x തന്നിട്ടുണ്ട്. അത് ഏത് വരെ എന്നൊരു തൽക്കാലം നോക്കണ്ട. പിന്നെയുള്ള ഏതാണ്? minus pi by 2 plus pi by 2. There is again another definition, that is a sin x plus b and cos x if x is greater than or equal to pi by 2. Okay. അപ്പോൾ ഇവിടെ വേണ്ടത് ആ ബ്രേക്കിംഗ് പോയിന്റുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം നമുക്ക് എന്ത് ഡെഫിനിഷൻ തന്നിരിക്കുന്നു ആ ഡെഫിനിഷൻ മാത്രം എടുത്താൽ മതി. സോ ബ്രേക്കിംഗ് പോയിന്റ്സ് എടുത്താൽ മൈനസ് പൈ ബൈ 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം. ഇനി ഡൊമൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൊമൈൻ എന്താണോ ആ ഡൊമൈൻ കണ്ടിന്യൂ ഹോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെലുമാണ് എടുക്കേണ്ടത്. ഓക്കെ. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 എടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2. ഈ മൈനസ് പൈ ബൈ 2 പ്രശ്നം മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ ആകുമ്പോൾ ഡെഫിനിഷൻ ഈസ് മൈനസ് 2 സൈൻ എക്സ് ആൻഡ് മൈനസ് പൈ ബൈ 2 ഗ്രേറ്റർ ആകുമ്പോൾ ഡെഫിനിഷൻ ഈസ് എ സൈൻ എക്സ് പ്ലസ് ബി ആവുന്നിരിക്കുന്നത്. ഓക്കെ റൈറ്റ്. സോ ദർ വി ഹാവ് ടു ടേക്ക് എൽ എച്ച് എൽ ആൻഡ് ആർ എച്ച് എൽ. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അവിടെ ആവശ്യം വരുന്നു. കാരണം രണ്ട് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആയി പോയി. എക്സ് ലെസ് ദാൻ മൈനസ് പൈ ബൈ 2 എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് പൈ ബൈ 2 ദർ ആർ 2 ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്. സോ വി ഹാവ് ടു അപ്ലൈ ദി ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. And since a function is continuous function, it is given that f of x is continuous means left limit should be equal to right limit. Otherwise the function cannot be continuous. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് തന്നിരിക്കുന്നുണ്ട്. എൽ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ അറ്റ് ദിസ് പോയിന്റ്. എൽ എച്ച് എൽ കിട്ടാൻ വേറൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് യു പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ഇൻ ദ ഡെഫിനിഷൻ. സോ മൈനസ് 2 അവിടെ കൊടുക്കുന്ന ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു മൈനസ് പൈ ബൈ 2 എന്നല്ലേ കൊടുത്തോളൂ. പക്ഷേ അവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എൽ എച്ച് എൽ 0 പ്ലസ് എച്ചും 0 മൈനസ് എച്ച് കൊടുക്കണം. അത് വേണ്ട. So here you can directly put minus 2 sin x here.
right? So when you put x is equal to minus pi by 2, sine minus pi by 2 is equal to minus 1. So 2 into minus 1 equal to 2. So left limit is equal to 2. And we can calculate right limit. Right limit means we have to consider this definition. So there limit x tending to minus pi by 2, a sin x plus b. Here also we can put x is equal to minus pi by 2. So when x is equal to minus pi by 2, sin minus pi by 2 is minus 1. So this is equal to minus a plus b. So we have one relation because the function is continuous everywhere. This left limit is equal to this right limit. Okay, right? So we have a relation minus a plus b should be equal to 2. This is one of the definitions. Right? So let us consider point plus 2. So next point is by pi by 2. That's the next breaking point. Okay. So there also we have to calculate left limit and right limit, and they must be equal because the function is going to be continuous. Right. So left limit pi by 2 less, the definition is a sin x plus b. So limit x tending to pi by 2 of a sin x plus b. That's equal to, put say x is equal to pi by 2, that is sin pi by 2 is 1, that is a plus b. That is left limit. So what's the right limit? Limit x tending to pi by 2, and on the right hand side of pi by 2 the definition is given as cos x. Okay, so that is cos x. Simply put x is equal to pi by 2 there, that is cos pi by 2 is equal to 0. So since the function is continuous and x is equal to pi by 2 also, we have the condition a plus b is equal to 0. So just to solve these two simultaneous equations. So for that we can add the equations minus a plus b equal to 2 and a plus b is equal to 0. So adding 2b is equal to 2 or b is equal to 1. Okay, right? B is equal to 1. So when b is equal to 1, you can substitute the value of b one of these two equations. So a plus 1 is equal to 0 means a is equal to minus 1. So the function is continuous if a is equal to minus 1 and b is equal to 1. That's the third choice. Right? Okay. Now third question. Okay. Function modulus function greatest linear function in terms of modulus and greatest linear function define പക്ഷേ അത് വെച്ചുകൊണ്ട് ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മോഡുലസിനും ഗ്രേറ്റസ്റ്റ് നിയർ സൈനും മാറി കിട്ടണം. സോ വി കൻ റീഡിഫൈൻ ദ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്യാമോ? ഓക്കെ, ഈ ഗ്രേറ്റസ്റ്റ് നിയർ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാലോ. ഗ്രേറ്റസ്റ്റ് നിയർ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഓരോ ഇൻറ്റിജർ പോയിന്റ്സ് കഴിയുന്തോറും ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് 1 ഗ്രേറ്റർ ആണെങ്കിൽ just greater than 1, the greatest value will be equal to 1. Just below 1 ആണെങ്കിൽ greatest value will be equal to 0. കാരണം തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ ഏതാണോ അതല്ലേ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനേഷൻ എടുക്കാം. -1 to 1 ആ കിടക്കുക. പക്ഷേ ഈ -1 to 1 again there are two possibilities. ഒന്ന് -1 less than or equal to x less than 0 എടുക്കണം. കാരണം ഇൻറ്റിജർ പോയിന്റ്സ് ഓരോന്നും പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രേറ്റസ്റ്റ് നിയർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വ്യത്യാസം വരുന്നതുകൊണ്ട് ഇൻറ്റിജർ പോയിന്റ്സ് കൺസിക്യൂട്ടീവ് വരുന്ന ഇൻറ്റിജർ പോയിന്റ്സിൻ്റെ ടേംസിൽ ഈ ഇൻ്റർവൽസിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ അഗെയിൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. നെക്സ്റ്റ് കുഴപ്പമില്ല, 1 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ 2 ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് അതിനെയാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇതാ വന്നിരിക്കുന്നു. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. എക്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 3, സോറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു 3 അവിടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദാൻ 3 എടുക്കണം ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3 സെപ്പറേറ്റ് തന്നെ എടുത്തിരിക്കണം. കാരണം ദർ ഓൾസോ വി ഹാവ് ഗ്രേറ്റസ്റ്റ് നിയർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കാം. ഫ്രം -1 to 1 the definition is given as greatest നിയർ എക്സ് പ്ലസ് മോഡുലസ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് നിയർ എക്സ്. അതാണ് -1 to 1 വരെയുള്ള ഡെഫിനിഷൻ. അപ്പോൾ -1 to 0 ആയാലും സെയിം ഡെഫിനിഷൻ. മോഡുലസ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് എക്സ് അല്ലേ കിടക്കുക. അപ്പോൾ അവിടെ ഡെഫിനിഷൻ വരുമ്പോഴത്തേക്കാ 0ക്ക് തൊട്ട് താഴെയാണ് അല്ലേ. 0ക്ക് തൊട്ട് താഴെയുള്ള നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. സോ ഈ മൈനസ് മോഡുലസ് ഓഫ് എക്സ് ബിക്കംസ് -x ബിക്കോസ് ഫോർ എക്സ് ലെസ് ദാൻ 0 മോഡുലസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ അനുസരിച്ച് ഫോർ എക്സ് ലെസ് ദാൻ 0 മോഡുലസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 മോഡുലസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -x. So this is the definition of the greatest modulus function.
So since here x is negative, because lies between minus 1 and 0, so definitely x is negative, so modulus of x can be written as minus x. And what's the greatest value of x then? If x lies between minus 1 and 0, for any value lies between minus 1 and 0, the greatest value will be equal to minus 1. So here it is minus 1. അവിടെ x ഏതിനെ കിടക്കാണ്? minus 1 0 കിടക്കാണ്. So the greatest value is definitely minus 1. And since x is negative, modulus of x is equal to minus x. Right? Okay. Now second definition. 0 to 1. 0 to 1 means all the numbers are greater than 0 or equal to 0. So there also the definition is x. Modulus of x. First definition then edukkanam. Because minus 1 to 1 vare first definition. So x is modulus of x is x, because if x is greater than 0, modulus of x is equal to x greater than or equal to 0. If x is greater than or equal to 0, modulus of x is equal to x. And next one is greatest under x there. So we are considering this definition itself. Okay. Greatest under x. If x lies between 0 and 1, including 0, if x lies between 0 and 1, the greatest value will be equal to 0. So that is x plus 0. So this is over. Now we can come to the second definition. There x lies between 1 and 2. If x lies between 1 and 2, the values of x are positive. Okay. So the modulus of x can be written as x itself. So x plus x. There is no problem. So here 1 less than x less than 2, the definition is x plus x, that is equal to 2x. Okay. 2x. Now next one is x lies between 2 and 3. If x lies between 2 and 3, the definition is modulus x plus greatest x. Then also x is definitely positive. So the first one is x plus. And the greatest value of x. Greatest value of x, when x lies between 2 and 3, the greatest value will be equal to 2. That is x plus 2. Right? So since x lies between 2 and 3, so we are considering the last definition. Okay. X lies between 2 and 3, equal to 3 is not taken. X lies between 2 and 3, greatest x will be equal to 2, and modulus of x is already positive, because for any value greater than 0, modulus of x is equal to x. So definition is x plus 2. And when x is equal to 3, when x is equal to 3, modulus of that is equal to 3 then modulus of 3 is equal to 3, and greatest value is also equal to 3, that's equal to 6. So now our മൂന്ന് definitions നമ്മൾ എന്താക്കി മാറ്റി? 1 2 3 4 5 definitions ആക്കി നമ്മൾ കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി വേണ്ടത് ഈ ഫംഗ്ഷൻ ഏതെല്ലാം പോയിന്റുകളിൽ അല്ലെങ്കിൽ എത്ര പോയിന്റുകളിൽ ഡിസ്കണ്ടിന്യൂസ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴേ എല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസും കോൺസ്റ്റന്റ് ഫംഗ്ഷൻസും ആ കിടക്കുക. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ റിയൽ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. അപ്പോൾ നമുക്ക് ആകെ നോക്കേണ്ടത് ഈ ബ്രേക്കിംഗ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ 0 1 2 and 3. ആ ബ്രേക്കിംഗ് പോയിന്റുകൾ മാത്രമേ ഡിസ്കണ്ടിന്യൂസ് ആകാൻ പോസിബിലിറ്റി ഉള്ളൂ. സോ ലെറ്റ് us consider the point 0 ഫസ്റ്റ്. -1 എൻ പോയിന്റ് കളഞ്ഞേക്ക്. -1 താഴേക്ക് ഡെഫിനിഷൻ ഇല്ലല്ലോ. സോ ദ ഫസ്റ്റ് ബ്രേക്കിംഗ് പോയിന്റ് is 0. സോ ലെറ്റ് us consider 0. x is equal to 0 എടുക്കുന്നേ. x is equal to 0യിൽ ലെഫ്റ്റ് ലിമിറ്റും വേണം, റൈറ്റ് ലിമിറ്റും വേണം. വാട്ട്സ് ദ ലെഫ്റ്റ് ലിമിറ്റ്? യു സിംപ്ലി പുട്ട് x is equal to 0 here. So that is LHL is equal to -1. And at x is equal to 0, right limit is this one. 0 plus 0, that is RHL is equal to 0. Left limit is -1, putting x is equal to 0 here. Right limit is simply put x is equal to 0 here, that is 0. So they are not equal means discontinuous. Limiting value exist ചെയ്തില്ല, limiting value exist ചെയ്യില്ലെങ്കിൽ definitely discontinuous. So ഒരു point ആയി. Then at x is equal to 1. At x is equal to 1, left limit is 1 plus 0. That is LHL is equal to 1. Okay. And RHL is here. Put x is equal to 1 here. So RHL is equal to 2. So they are not equal. Means discontinuous. So at x is equal to 0, it is discontinuous because left limit is -1 and right limit is 0. At x is equal to 1, LHL is equal to 1, RHL is equal to 2, so discontinuous. So let us consider point 2. X is equal to 2. At x is equal to 2, left limit is, you simply put x is equal to here. That is
LHL is equal to 2 into 2, that is equal to 4. And RHL is equal to, now RHL means come here, you please come here. So x plus 2, that's the definition. So simply put x is equal to 2 there, 2 plus 2, that is equal to 4. So LHL is equal to RHL means limit exist ചെയ്തു. ഇനി continuous ആകണമെങ്കിൽ f of 2 കൂടി വേണ്ടേ. So what is f of 2? You can put x is equal to 2 here because when x is equal to 2, the definition is x plus 2. So f of 2 is equal to 4. f of 2 is equal to 4. So LHL is equal to RHL is equal to f of 2 means continuous at x is equal to 2. So continuous at x is equal to 2 continuous. So the only point remains is x is equal to 3. But that is the end point of the closed interval. If we consider the end point of a closed interval, you need only consider f of 3 and LHL. Means right extreme point il interval right extreme point il matram continuity check cheyanamenങ്കിൽ we need only consider the value of the function at x is equal to 3 and the left limit of that point. So at x is equal to 3. Next one is at x is equal to 3. Okay, at x is equal to 3, what is f of 3? f of 3 is given as 6. Okay, that is 6. And LHL, we need only calculate LHL because the right extreme point is 3. So LHL is equal to, put x equal to 3 here, that is 5 on the way, because x is equal to 3 3 plus 2 is equal to 5. So they are not equal means discontinuous. അപ്പോൾ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ എൻഡ് പോയിന്റ്സ് വരുമ്പോൾ ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എയും സപ്പോസ് എ ബി എന്നുള്ള ഇൻ്റർവൽ ആണെന്നിരിക്കട്ടെ, എ ബി എന്നുള്ള ഇൻ്റർവൽ ആകുമ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെയുള്ള എഫ് ഓഫ് എയും അവിടുത്തെ റൈറ്റ് ലിമിറ്റ് നോക്കണം. റൈറ്റ് എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ അവിടെയുള്ള എഫ് ഓഫ് ബിയും അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആണ് നോക്കണം. അങ്ങനെ ആകുമെങ്കിൽ ആ എൻഡ് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആകും. സോ ഹിയർ ഓൾസോ അറ്റ് എക്സ് ഇസ് ഈക്വൽ 3 ഈസ് ദ ലെഫ്റ്റ് റൈറ്റ് എക്സ്ട്രീം പോയിന്റ്. So we need to only calculate left limit at that point and the value of f of 3. So here f of 3 is equal to 6 and limiting value is 3 plus 2, that is equal to 5. They are not equal means discontinuous at that point. Okay, so how many points the function is discontinuous? At x is equal to 0, 1 and 3. At x is equal to 0, it is continuous. So there are 3 points of discontinuity, hence the answer is second choice. So next one is f of x is equal to 1 minus cos x divided by x square if x less than 0. A if x is equal to 0. And root x divided by 16 into root 16 plus 4 minus 4. ഈ ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആകുമെങ്കിൽ എയുടെ വാല്യൂ എന്നാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ ആകണ്ടേ. അപ്പോൾ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എയിൻ്റെ വാല്യൂ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് തന്നേക്കുക, കണ്ടിന്യൂസ് ചെക്ക് ചെയ്യാനല്ല പറഞ്ഞേക്കുക, കണ്ടിന്യൂസ് തന്നേക്കുക. സോ ഉറപ്പായിട്ടും ആ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം മാത്രം എടുത്താൽ മതി. സോ ലെറ്റ് us consider the first part. So the first part is f of x is equal to 1 minus cos x divided by x square. അതല്ലേ ലെഫ്റ്റ് സൈഡ്, സീറോയുടെ ലെഫ്റ്റ് സൈഡിലെ ഡെഫിനിഷൻ. അവിടെയുള്ള ലിമിറ്റിംഗ് വാല്യൂ മീൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ബിക്കോസ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. So since the function is continuous at x is equal to 0, limit x tending to 0 minus f of x should be equal to f of 0 and f of 0 is equal to a. So here to calculate left limit we need to consider this definition. So directly you can put limit x tending to 0 of 1 minus cos x divided by x square, that is equal to f of 0. f of 0 is a. So the limiting value of this function will be equal to a. Second എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അതിനേക്കാൾ ഈസി മുകളിലുള്ളതായതുകൊണ്ട് അത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. Here when we put x is equal to 0 directly, this will be 0 by 0 form. 0 by 0 form എന്നാൽ either you can apply L'Hospital's rule. If the limiting functions of the form 0 by 0, you can apply L'Hospital's rule or you can apply conventional method. ഏതാണോ ഈസി അതങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ L'Hospital's rule ചെയ്താലും കിട്ടും, അല്ലാതെ കൺവെൻഷണൽ മെത്തേഡ് ചെയ്താലും കിട്ടും. ഞാൻ കൺവെൻഷണൽ മെത്തേഡ് ഒന്ന് പറയാൻ പോവാം. ഇത് 0 by 0, but 1 minus cos x can be written as 2 sin square x by 2 by trigonometric identity. 2 sin square x by 2. Okay. 2 sin square x by 2
divided by x square. Here we have sine square x by 2. Suppose we have x square by 4 here, means x by 2 the whole square in the denominator. This limiting value will be equal to 1 by the property of limiting functions. So we have no 4 here, so we can divide by 4 and multiply it by 4. And okay, the extreme portion becomes 1. Limiting value is 1 because sine square x by 2 divided by x by 2 the whole square is equal to 1. So this is equal to 2 by 4 and that's equal to 1 by 2. So the function is continuous at x is equal to 0. The limiting value should be equal to 1 by 2 and that should be the value of a. So a is equal to 1 by 2. Or you can take the limiting value of this one. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഏറെ ബുദ്ധിമുട്ടല്ലേ? റാഷണലൈസ് ചെയ്തെടുക്കണം. റാഷണലൈസ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അതുക്കാണ് ഏറെ ഇതാണ് കാൽക്കുലേഷൻ. Or you can apply the L-Hospital's rule also. That also can be done. L-Hospital's rule ചെയ്താൽ ഇത് തന്നെ കിട്ടും. L-Hospital's rule ആണ് ചെയ്യുന്നതെങ്കിൽ നോക്കേ, limit x tending to 0 of, take the derivative of numerator sin x divided by x square 2x. Okay, sin cos x in the derivative sin x divided by x square in the derivative 2x. So you can put x is equal to 0, again 0 by 0. Or here also you can take these two simultaneously. So limiting value is 1, remaining is 1 by 2. അതല്ലെങ്കിൽ L-Hospital's ഒന്നുകൂടെ apply ചെയ്യുക. Take the derivative of numerator and take the derivative of denominator. Okay, so this will be easy. Now next one is the function f of x is equal to 1 plus sin x the whole raised to cot x is not defined at x is equal to 0. Not defined means the definition is not given. Definition ഇല്ലെന്നല്ല, definition is not given. Now we have to find the value of f of 0 so that the function is continuous at x is equal to 0. Continuous at x is equal to 0 means the limiting value should be equal to f of 0. That's the meaning. ഇവിടെ ഒരു പ്രശ്നം നോക്കണേ. Okay, 1 plus sin x the whole raised to cot x. Suppose we are putting x is equal to 0 here, limit x tending to 0. അതല്ലേ f of 0 ക്ക് ആവുക? Continuous at x is equal to 0 എന്നാണ്. So this limiting value should be equal to f of 0. Suppose we are directly putting x is equal to 0 here, this becomes 1 plus sin 0, that is 1 raised to cot x is cos x divided by sin x. Cos x divided by sin x, that is when x is equal to 0, that becomes cos 0 divided by sin 0. Cos 0 divided by sin 0. And cos 0 is 1 and sin 0 is 0, that is 1 by 0. 1 by 0 is defined as infinity in the limiting case. Limiting value in the case is whenever the denominator becomes 0. Actual number in the case is not defined. But in the case of limiting value, 1 by 0 is defined as infinity. Okay, right? So this becomes 1 raised to infinity and that is an indeterminate form. One indeterminate form. 0 by 0 പറയുന്നത് പോലെ ഒരു indeterminate form ആണ് 1 raised to infinity. Right? അപ്പോൾ ഇത് value directly we can calculate. പക്ഷേ we have certain forms. So okay, ഒരു form ഇതാണ്. Suppose limit x tending to 0, 1 plus x the whole raised to 1 by x. So actually this is 1 raised to infinity form and this is standard limit, that's equal to e. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോഗരിതം എടുത്തിട്ടാണ് ചെയ്യുക. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫോം ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. And if it is limit x tending to 0 of 1 plus px the whole raised to 1 by x. So limiting value will be equal to e raised to p. So this is the general case. So x ന് പകരം എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും ആകാം. What or the function may be. പക്ഷേ അത് 1 raised to infinity form ആയിരിക്കണം. So this is the general case. Okay, right? So here the function is also of the form in 1 raised to infinity, that is indeterminate form. പക്ഷേ instead of x we have sin x. So the power should also be equal to 1 by sin x. So we can rewrite this as limit x tending to 0 of 1 plus sin x the whole raised to 1 by sin x. ഒരു 1 by sin x അവിടെ കൊടുത്തു, പക്ഷേ വാല്യൂ വ്യത്യാസമായി പോയില്ലേ? The whole raised to. So sin x should be raised. Sin x into cot x. Already cot x is here, so that cot x is there. Okay, so this is equal to limit x tending to 0 of
1 plus sin x the whole raised to 1 plus sin x the whole raised to 1 by sin x, okay, and the whole raised to sin x into what is cot x? Cot x is cos x divided by sin x. So these two sin x's get cancelled. And this is how the standard form, in this form. Instead of x, we have sin x. Here also, as x tending 0, this becomes 0. Likewise, here when x is equal to 0, this also becomes 0. And this also becomes 0. Same form. So the base is equal to e raised to only cos x is here. When x is equal to 0, cos x is equal to 1. So e raised to 1 and the value is equal to e. So the answer is the first choice. Clear? Right. Now, sixth question. ഇവിടെ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എന്നൊരു സംഗതി ഡിഫൈൻ ചെയ്തിരിക്കുന്നു അല്ലേ? സിഗ്നം ഫംഗ്ഷൻ നമ്മൾ 11ൽ പഠിച്ചതാണ്. എന്ത് സിഗ്നം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ? സിഗ്നം ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 if x is greater than 0, 0 if x is equal to 0 and minus 1 if x is less than 0. നമ്മൾ 11ൽ ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് സിഗ്നം ഫംഗ്ഷൻ ഡെഫിനിഷൻ കിടക്കുന്നതാണ്. ഈ ഫംഗ്ഷന് ഗ്രാഫ് ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ 1 ആയാലും ഇവിടെ, എക്സ് ഇസ് ഈക്വൽ മൈനസ് 1 ആയാലും ഇവിടെ വരും. ഓക്കെ, എക്സ് ഈസ് ലെസ് ദാൻ 0 ഇങ്ങോട്ടല്ലേ പോവാ. സോ മൈനസ് 1 1 ആൻഡ് ഹിയർ 0. This is the graph of the signum function. So this is the definition of signum function of x. പക്ഷേ ഇവിടെ നോക്കേ, സിഗ്നം ഫംഗ്ഷൻ ഓഫ് 2x ആണ് കിടക്കുക അല്ലേ? സിഗ്നം ഫംഗ്ഷൻ ഓഫ് 2x ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നം ഫംഗ്ഷൻ ഓഫ് 2x എടുക്കാം. സിഗ്നം ഫംഗ്ഷൻ ഓഫ് 2x മോഡുലസ് ഒക്കെ പിന്നെ എടുക്കാം. സിഗ്നം ഫംഗ്ഷൻ ഓഫ് 2x വരുമ്പോഴത്തേക്ക് അവിടെ എന്തായാലും എക്സ് ഗ്രേറ്റർ ദാൻ 0യും എക്സ് ലെസ് ദാൻ 0യും വെച്ചില്ലേ പറയുക. ഇവിടെ എക്സിന് വരാൻ 2x ആണെന്നേ ഉള്ളൂ. സോ എനിവേ ദ ഡെഫിനിഷൻ ഈസ് 1 ഇഫ് 2x greater than 0. 2x greater than 0 means x greater than 0 itself. No change. 2x greater than 0 means when 2x becomes 0 greater than 0, when x greater than 0. So simply write x greater than 0 and 0. If 2x is equal to 0 means x is equal to 0 itself. So we need to write the 2x. We can write x itself. So signum function of 2x, 3x, 5x, whatever it may be. So you can write in terms of x here. So 1 if x is greater than 0, 0 if x is equal to 0, and minus 1 if 2x is less than 0 means x is less than 0. So this is the definition of signum 2x. But our function is 2 into signum 2x. Okay, so you can multiply this by 2. So when you multiply this by 2, 2 into signum 2x equal to, you can multiply this by 2. 2 if x is greater than 0 and 0 if x is equal to 0. 2 if x is, minus 2 is there. Okay, here x is equal to 0 and minus 2 if x is less than 0. Right? So when x is less than 0, that becomes minus 2 because we have to multiply by 2. So this is the value of 2 signum 2x. And we are going to take the modulus of the whole quantity. Okay, when you take that modulus of this quantity, modulus of 2 into signum x, that's equal to, so for values of x, there is no negative value for the function because we are taking the modulus. So the only two values are 2 and 0 because this minus 2 becomes positive because we are taking the modulus of that quantity. Appo 2 ennapoda when x less than 0 or x greater than 0. For both values the definition will be 2, and when x is equal to 0 the value is equal to 2. Okay, right? Appade x greater than 2 നും x less than 0 നും 0 ക്കും എന്ത് തന്നെയാണ്? definition 2 തന്നെയാണ്. So again we have to write the definition of 2 signum 2x plus 2. So modulus of 2 signum 2x
plus 2. ഇനി ഞാൻ രണ്ടാക്കാൻ പോവാതെ. X less than 0 definition is 2 plus 2, that is 4 when x less than 0. When x is equal to 0, 2. X is equal to 0. And when x greater than 0, then also the definition of modulus of 2 signum to x is 2 itself. So here 2 plus 2, that is equal to 4. So here the definition is x less than 0 4, x greater than 0 4, and x is equal to 0 2. So നമുക്ക് വേണ്ടത് ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോഴേ ആ x is equal to 0 മാത്രം ചെക്ക് ചെയ്താൽ മതി. ബിക്കോസ് remaining definitions are constant functions. Constant functions are continuous at everywhere. So we need only consider x is equal to 0. അതുമല്ല at x is equal to 0 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So we need only consider x is equal to 0 alone. So at x is equal to 0, what is the left hand limit? Simply you can write that is 4. And at x is equal to 0, the right limit is that also equal to 4. Meaning limiting value at x is equal to 0 is 4. So limit x tending to 0. So limit x tending to 0 of f of x. F of x means the whole quantity and f of x തൽക്കാലത്തേക്ക് എഴുതുന്നേ. f of x equal to 4. And what is f of 0? f of 0 is equal to 2. So actually discontinuous. Discontinuous. Definitely it is discontinuous at x is equal to 0. But ഇവിടെ നമ്മൾ ചോയ്സ് ഉണ്ടോ, കണ്ടിന്യൂസ് ആണ്, അത് കളയാം. It's not continuous. So remaining three choices are removable discontinuity, first kind discontinuity, second kind discontinuity. What do you mean by removable discontinuity? Removable discontinuity means the function is discontinuous, but it has a limiting value. It has a limiting value, and the limiting value is not equal to limit x tending to a, f of x is not equal to f of a. The function is discontinuous, and this type of discontinuity is called removable discontinuity, meaning this function has a removable discontinuity at x is equal to 0 because it has limiting value, but the limiting value is not equal to f of 0. Hence the function has a removable discontinuity. ഇനി എന്തേ ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി? ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി മീൻസ് ലിമിറ്റിംഗ് വാല്യൂ തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദാറ്റ്സ് ദ മീനിങ്. ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ദാറ്റ്സ് അവർ ആൻസർ. ഓക്കെ, ഇനി ഞാൻ ബാക്കി രണ്ടുകൊണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോവാം. നെക്സ്റ്റ് കണ്ടീഷൻ ഓക്കെ, the function has a first kind discontinuity. What do you mean by first kind discontinuity? First kind discontinuity means limiting value does not exist, but LHL not equal to RHL but have finite values. Finite values ആണ് വരുന്നതെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോട്ട് ഈക്വൽ ബട്ട് ഹാവ് ഫൈനൈറ്റ് വാല്യൂസ്, then the function has a first kind discontinuity. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൈൻഡ് അല്ല, ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് നോട്ട് ഈക്വൽ ടു f of 0. Hence the function has a removable discontinuity. If the limiting value does not exist and both have finite values, then we say the function has a first kind discontinuity. Now what are the meaning of second kind discontinuity? Then also LHL not equal to RHL and at least one of them becomes infinity. ഏതെങ്കിലും ഒന്നെങ്കിലും ഇൻഫിനിറ്റി ആയിപ്പോയാൽ, ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഏതെങ്കിലും ഒന്ന് ഇൻഫിനിറ്റി ആയിപ്പോയാൽ, ഫൈനൈറ്റ് ആയിട്ടില്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബോത്ത് ക്യാൻ ബി ഇൻഫിനിറ്റി ഓൾസോ. ഓക്കെ, ബോത്ത് ക്യാൻ ബി ഇൻഫിനിറ്റി ഓർ വൺ ഓഫ് ദം ക്യാൻ ബി ഇൻഫിനിറ്റി. In this case we say the function has a second kind discontinuity. First kind discontinuity means limiting value does not exist, means LHL not equal to RHL but both have finite values. Both have finite values. Then function has a first kind discontinuity. And second kind discontinuity means LHL not equal to RHL and at least one of them has value infinity. Limiting value എന്നൊക്കെ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുക. ആ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല മീൻസ് ദാറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി. അങ്ങനെ ആയി കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ ഹാസ് എ സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഇൻ അവർ കേസ് we have limiting value for the function, but that limiting value is not equal to value of the function at that point, means value of the function at x is equal to 0. Hence the function has a removable discontinuity. Function has a removable discontinuity, so hence the answer is second choice, right? Okay, now here seventh one, f of x is equal to 1 by x log 1 plus 3x divided by 1 minus 3x if x is not equal to 0, and k if x is equal to 0. If f of x is continuous at x is equal to 0, we have to find the value of k.
At x is equal to 0, continuous means the limiting value of the function at x is equal to 0 must exist. That's the meaning. That is, limit x tending to 0, f of x must exist. And that must be equal to the value of the function at x is equal to 0. എന്നാലേ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ വേണം. ഇനി അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേണമോ എന്നുള്ള പ്രശ്നം വേണ്ട. കാരണം x not equal to 0 single definition അല്ലേ ഉള്ളൂ. So we can directly calculate the limiting value. So limit x tending to 0, 1 by x into log of 1 plus 3x divided by 1 minus 2x. പക്ഷേ ഡയറക്റ്റ്ലി കൊടുത്താൽ പ്രശ്നമാണ്. കാരണം log of this quantity divided by x എന്നാ മീനിങ്. When x is equal to 0, this becomes log 1. Log 1 is equal to 0. And the denominator is also 0. 0 by 0 ആയി പോകും. അപ്പോൾ നമുക്കവിടെ മാറ്റണം. എങ്ങനെ മാറ്റും നോക്കാം. സോ നോക്കേ, ഇവിടെ എൽ ഹോസ്പിറ്റൽസ് ഒന്നും അപ്ലൈ പോകണ്ട. കാരണം അല്ലാതെ നമുക്ക് ചെയ്യാം. കാരണം എൽ ഹോസ്പിറ്റൽസ് എടുക്കുമ്പോൾ എഗെയിൻ ലോഗിൻ്റെ ഡെറിവേറ്റീവ് പിന്നെ കോഷ്യൻ റൂളൊക്കെ എടുക്കേണ്ടി ഒരു ന്യൂമറൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് 1 by x into log a by b is log of a by b is equal to log a minus log b. We have this result. Log a by b is equal to log a minus log b. Right? Okay, so this can be as log of 1 plus 3x minus log of 1 minus 2x. Now we can distribute this 1 by x. So this is equal to limit x tending to 0 of log of 1 plus 3x divided by x minus log of 1 minus 2x divided by x. We can distribute this 1 by x. Again, we have a standard rule. We have a standard limit. The standard limit is limit x tending to 0 of log of 1 plus ax divided by x is equal to 1 plus x വരെ ax വേണ്ട x എടുക്കാം നമുക്ക് ഇതിന് മാറ്റാം 1 plus x the whole divided by x is equal to 1. Okay, limit x tending to 0 of log of 1 plus x divided by x is equal to 1. Suppose we have an a here 1 plus ax divided by ax വന്നാൽ limiting value is equal to 1. If you have log of 1 plus ax divided by ax, then limiting value will be equal to 1. അപ്പോൾ ഇവിടെ പ്രശ്നം നോക്കേ, log of 1 plus 3x ഏ ഉള്ളൂ. We have no 3x in the denominator. So we can rewrite again we can rewrite this equal to limit x tending to 0 of log of 1 plus 3x divided by 3x into 3 minus log of 1 minus 2x divided by minus 2x, because here it is minus, so minus 2x into minus 2. Now the limiting value of this quantity is equal to 1 and the limiting value of this quantity is also equal to 1 using this result. So what is the remaining quantity? So when you take the limiting value, this will be equal to 3 minus 2. That is equal to 3 plus 2, the value is equal to 5. Okay, so remember this result. That is enough. Or you can apply L-Hospital's rule also here. Okay, നേരത്തെ പറഞ്ഞതിനകത്ത് L-Hospital's അപ്ലൈ ചെയ്താലും ഇവിടെ കിട്ടും, because it is 0 by 0 ഫോം ആയി. ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഡയറക്ട്ലി L-Hospital's അപ്ലൈ ചെയ്താൽ അത് ഏറെ ബുദ്ധിമുട്ടാണ്. കാരണം ലോഗ് ഓഫ് ഈ ക്വാണ്ടിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോഗിൻ്റെയും പിന്നെ കോഷൻ റൂളൊക്കെ അപ്ലൈ ചെയ്യണം, ലെങ്തി പ്രോസസ് ആയി പോകും. സോ ജസ്റ്റ് സ്പ്ലിറ്റ്. After splitting, you can apply L-Hospital's rule or you can apply this standard result. This standard result you have studied in the +1 classes. Okay, right. So the answer is 5. That's the third choice. So okay, next one. F of x is equal to x into greatest linear value of x by 2 and x lies between minus 10 to plus 10. Minus 10 less than x less than 10. The number of points at which f of x is discontinuous. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യതയേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഡിയർ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ
ഒരു ഇൻറ്റിജർ പോയിന്റിലും കണ്ടിന്യൂസ് ആകില്ല. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി ഇൻറ്റിജർ പോയിന്റ്. ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി ഇൻറ്റിജർ പോയിന്റ്. എല്ലാ ഇൻറ്റിജർ പോയിന്റ്സിലും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, നമുക്ക് എക്സ് ഇൻറ്റു എക്സ് ബൈ 2 അല്ലേ കിടക്കുക. ഇൻറ്റിജർ പോയിന്റ്സ് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇൻറ്റിജർ പോയിന്റ്സ് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ആ ഇൻറ്റിജർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഇതല്ലേ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ കിടക്കുക. അപ്പോൾ എക്സ് ബൈ 2 എന്ന ഫംഗ്ഷൻ, ഇതാണ് ഈ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ആകാൻ കാരണക്കാരനായി വന്നിരിക്കുന്നത്. എപ്പോഴെല്ലാം എക്സ് ബൈ 2 ഇൻറ്റിജർ ആകുമോ, നെഗറ്റീവ് ഇൻറ്റിജർ ഓർ പോസിറ്റീവ് ഇൻറ്റിജർ ഓർ ഇറ്റ് ക്യാൻ ബി 0, അപ്പോൾ എപ്പോഴെല്ലാം എക്സ് ബൈ 2 ഇൻറ്റിജർ ആകുമോ അപ്പോഴൊന്നും ഈ ഹോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകില്ല. ബിക്കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. എക്സ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരിവെയർ. അപ്പോൾ ഇതിനെ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും ആക്കുന്നതിന് റോള് എക്സ് ബൈ 2വിനാണ്. എക്സ് ബൈ 2 എവിടെയെല്ലാം ഡിസ്കണ്ടിന്യൂസ് ആകുമോ അവിടെയെല്ലാം ദ ഹോൾ ഫംഗ്ഷൻ ബിക്കംസ് ഡിസ്കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഏതെല്ലാം പോയിന്റ്സ് നമുക്ക് നോക്കാം. എക്സ് ബൈ 2ൻ്റെ വാല്യൂസ്, എക്സിൻ്റെ വാല്യൂസ് -10നും +10നും ഇടയ്ക്കുള്ള വാല്യൂസാണ്. ഈ -10നും +10നും ഇടയ്ക്കുള്ള വാല്യൂസിൽ -10നും +10നും ഇല്ല കേട്ടോ. ആ വാല്യൂസിൽ എക്സ് ബൈ 2 ഇൻറ്റിജറായി വരണമെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് വാല്യൂസ് 0, എക്സ് ക്യാൻ ടേക്ക് +2 ഓർ -2, എക്സ് ക്യാൻ ടേക്ക് +4 ഓർ -4, എക്സ് ക്യാൻ ബി +or-6 ഓർ എക്സ് ക്യാൻ ബി +or-8. ഈ വാല്യൂസ് എക്സിന് വരുമ്പോഴാണ് ഇതെപ്പോഴും ഇൻറ്റിജർ ആവുക. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ x is equal to 0, x is equal to +or-2, x is equal to +or-4, x is equal to +or-6, x is equal to +or-8. ഈ വാല്യൂസിലായിരിക്കും ഇത് ഇൻറ്റിജറായി വരിക. അവിടെയെല്ലാം ഡിസ്കണ്ടിന്യൂസ് ആകാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ x is equal to 0. x is equal to 0 പരിഗണിക്കുമ്പോൾ 0 എന്നുള്ള പോയിന്റ് ഇവിടെ എടുത്തേ. So here we have -1 and here we have +1. When you consider x is equal to 0, here our function is x into greatest value of x by 2. Okay, so let us consider this part. The value of x is little bit smaller than 0, meaning the value should lie between -1 and +1. Okay, so in this case the value of this function is x into -1. X into -1 here. And what is the definition of the function on this side? On this side, greatest value of x is equal to 0. Greatest value of x is equal to 0 means greatest value of x by 2 is also equal to 0. So the whole function is x into 0, that's equal to 0. So the definition of this function less than 0 and greater than in the neighborhood of 0 എന്നാ പറയുക. -1 താഴെ പോകരുത് കേട്ടോ, +1 മുകളിലും പോകരുത്. ഇത് തൊട്ട് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ, 0ക്ക് തൊട്ട് താഴെയും 0ക്ക് മുട്ട് മുകളിൽ നിൽക്കുന്നതെങ്കിൽ ഡെഫിനിഷൻസ് ആർ -x and 0. And what is the left limit here? So left limit will be equal to 0 into -1 becomes 0, and right limit is 0 itself, and value of the function at x is equal to 0 also equal to 0. So at x is equal to 0, left limit will be 0, right limit will be 0, and f of 0 is also equal to 0, meaning the function is continuous at x is equal to 0. ഇതൊറ്റ പോയിന്റേ പ്രശ്നം പറ്റുള്ളൂ, ബാക്കി എങ്ങും പ്രശ്നമില്ല. 0 ആയിപ്പോയതുകൊണ്ടാണ്, വേറെ ഒരു വാല്യൂനും ശരിയാവില്ല, വേറെ ഒരു വാല്യൂനും കണ്ടിന്യൂസ് ആകില്ല. ഇൻറ്റിജർ പോയിന്റ്സ് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് ഈ എക്സ് കൂടെ കിടക്കുന്നുണ്ടാവും. എക്സ് ഇല്ലായിരുന്നെങ്കിൽ അവിടെയും ഡിസ്കണ്ടിന്യൂസ് ആകുമായിരുന്നു ഡെഫിനറ്റ്ലി. ആ എക്സ് അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പോയിന്റിൽ കണ്ടിന്യൂസ് ആയത്. So all the remaining points function will be discontinuous. So how many points are there? Here we have 2 points. Okay, here 2, here also 2, 2 and 2. How many points are there? In total there are 8 points of discontinuity. 0 ne ഒഴിവാക്കണം, കാരണം 0 അവിടെ വരില്ല. So the number of points of discontinuity is 8. Clear? ഈ പോയിന്റ് 0 കണ്ടോ, നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് +or-2, +or-4, +or-6, +or-8 എടുക്കാൻ കാരണം ആ പോയിന്റ്സിലായിരിക്കും എക്സ് ബൈ 2 ഒരു ഇൻറ്റിജർ വാല്യൂ അസ്യൂം ചെയ്യുന്നത്. എക്സ് ബൈ 2 ഇൻറ്റിജർ വാല്യൂസ് അസ്യൂം ചെയ്താൽ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ കനോട്ട് ബി കണ്ടിന്യൂസ്. ഓക്കെ, എക്സ് ബൈ 2 ബിക്കംസ് ഇൻറ്റിജർ. ഇൻറ്റിജർ വാല്യൂസ് ഒന്നും ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകില്ല. പക്ഷേ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദിസ് ഫംഗ്ഷൻ ബി കണ്ടിന്യൂസ് ബിക്കോസ് ഓഫ് ദിസ് എക്സ്. ആ എക്സ് ഉള്ളതുകൊണ്ടാണ്. ആ
ആ എക്സിലായിരുന്നെങ്കിൽ ഇവിടെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല, വ്യത്യാസമായി പോയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കണ്ടിന്യൂസ് ആയത്. കാരണം at 0 ആയതുകൊണ്ട് 0 into -1 becomes 0 and here also 0 and f of 0 is also equal to 0. So the number of points is 8. Clear? Right. Okay, next one is 9th question. The number of points at which the function f of x is equal to modulus of modulus x minus 1. X is element of R is not differentiable. Differentiability ആണ് നോക്കുന്നത്. Differentiability means ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷൻ നമുക്കുണ്ടല്ലേ. ഒരു ഫംഗ്ഷൻ നോക്കെ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സിയിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് സി ഓഫ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ഈ ലിമിറ്റിംഗ് വാല്യൂ ഫൈനൈറ്റായി എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി ഒരു ഓബ്ജക്റ്റീവ് ക്വസ്റ്റൻ അത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ബോർഡ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല പ്രൊസീജിയർ. മെത്തേഡ് അല്പം വ്യത്യാസപ്പെടുത്തും. അത് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മാറ്റുക. ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ചില കേസ് നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുക, നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ നോക്കാൻ പറ്റും. ഒരു ഫംഗ്ഷനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നിടത്തൊന്നും ഫംഗ്ഷൻ എന്താകില്ല, ഡിഫറൻഷ്യബിൾ ആകില്ല. കാരണം ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ഡെറിവേറ്റീവ് ഷുഡ് ബി യൂണിക്. ഡെറിവേറ്റീവ് മീൻസ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഈ ഷാർപ്പ് എഡ്ജിൽ ടാൻജന്റ് പഠിച്ചാൽ നോക്കെ, വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ്, meaning the slope is not unique, meaning the function is not differentiable at the sharp edges. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ ഷാർപ്പ് എഡ്ജ് വരുന്ന ഏതെല്ലാം പോയിന്റ്സ് ഉണ്ടോ അവിടെയൊന്നും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകില്ല. ഇതായിരിക്കും പല ഫംഗ്ഷൻസിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കുള്ള ഫംഗ്ഷൻ നോക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. സോ ലെറ്റ് us consider ഫംഗ്ഷൻ മോഡുലസ് എക്സ് മൈനസ് 1. ലെറ്റ് ദിസ് ബി ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. So g of x is equal to mod x minus 1. Let us plot the graph of this function. So graph of this function can be plotted like this. So this will be the graph of the function. Here minus 1. Modulus of x in the graph ആണെങ്കിൽ v shape ഇത് ഇങ്ങനെ പോകും. So here it is modulus of x minus 1 means 1 unit below the origin. That is minus 1. This is the graph. Okay. So this is the graph of modulus of x minus 1. But our function is f of x is equal to modulus of x minus 1. So if we know the graph of modulus of x minus 1, to plot the graph of modulus of the whole function, ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കണമെങ്കിൽ ചെയ്യുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്താണോ, ദിസ് ഈസ് ജി ഓഫ് എക്സ് അല്ലേ. ജി ഓഫ് എക്സിൻ്റെ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടണമെങ്കിൽ ചെയ്യുന്നത് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് എന്താണോ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് എക്സ് ആക്സിസ് അല്ലേ ഈ കിടക്കുക, ഈ പേപ്പർ ഒന്ന് ഫോൾഡ് അപ്പ് ചെയ്യുക, എടുത്തങ്ങ് മടക്കി വയ്ക്കുക. ഫോൾഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എക്സ് ആക്സിസ് വെച്ചുകൊണ്ട് ഈ പേപ്പർ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഗ്രാഫിൻ്റെ ഷേപ്പ് വരുന്നത്, ദാറ്റ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ്. സോ നോക്കെ, ഇങ്ങനെ വന്നിട്ട് ഈ ഭാഗം കണ്ടോ മടക്കി മണ്ടയിൽ വെക്കണം. അപ്പോൾ അത് ഇങ്ങനെ വരും കണ്ടോ. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. എപ്പോഴായിരുന്നാലും ഒരു ഫംഗ്ഷൻ്റെ മോഡുലസിൻ്റെ ഗ്രാഫ് എടുക്കാൻ പറഞ്ഞാൽ ഫംഗ്ഷനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് എക്സ് ആക്സിസ് വെച്ചിട്ട് ഫോൾഡ് അപ്പ് ചെയ്യുക. ഫോൾഡ് അപ്പ് ചെയ്താൽ എന്താണോ ഷേപ്പ് കിട്ടുന്നത്, ദാറ്റ്സ് എ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് ദി ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. ഇവിടെ നോക്കി എത്ര ഷാർപ്പ് എഡ്ജ് ഉണ്ടെന്ന്, 1, 2. There are 3 sharp edges, meaning the function is not differentiable at these 3 points. So number of points at which the function is not differentiable is 3. That's the 4th choice. This will be the easiest method. ഇങ്ങനെ ചെയ്യാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ക്ലിയർ? ആ ഗ്രാഫിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നുള്ളതാണ്. എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് എക്സ് ആക്സിസ് വെച്ചിട്ട് ഫോൾഡിങ് അപ്പ് എന്ത് ഷേപ്പ് വരുന്നു, ദാറ്റ്സ് ദ ഗ്രാഫ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വന്നപ്പോഴത്തേക്ക് ഒരു പാരബോളിക് ഷേപ്പ് ആവുന്നതെന്നിരിക്കട്ടെ. ഇങ്ങനെ മോഡുലസ് ഓഫ് എഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കും വരുന്നത് ഇതിങ്ങനെ വരും. എന്നിരുന്നേൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകും, ഇതായിരിക്കും ഗ്രാഫ്. ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും പോകാം. ഉണ്ടോ? ഇത് ഫോൾഡ് അപ്പ് ചെയ്താൽ എന്ത് വരുന്നു, ദാറ്റ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് ദ ഫംഗ്ഷൻ. ക്ലിയർ? റൈറ്റ്. സോ ഹിയർ ദ ആൻസർ ഈസ് ദ 4th choice, that is 3 points. Now 10th one. F of x is equal to e raised to x square minus cos x divided by x square if x not equal to 0 and k if x is equal to 0. F of x is continuous function, then the value of k, that is easy അല്ലേ. Okay, x not equal to 0 limiting value എടുത്താൽ പോരെ, that will be equal to f of 0.
So limit x tending 0 of e raised to x square minus cos x divided by x square. But when we directly put x is equal to 0, this becomes 0 by 0 because e raised to 0 is 1 and cos 0 is also equal to 1. 1 minus 1 equal to 0 divided by 0, 0 by 0 form. Okay. Here either you can apply the L'Hospital's rule or you can apply the conventional method. L'Hospital's rule apply here. Easy. Number of steps L'Hospital's rule apply. If you can apply the conventional method, that will be easy. You can apply L'Hospital's rule also. That depends on your choice. But we have the condition limiting value of x tending to 0 of e raised to x minus 1 divided by x, that is equal to 1. Limit x tending to 0 e raised to x square minus 1 divided by x square, that also equal to 1. ഇവിടെ എന്ത് വരുന്നോ അത് തന്നെ ഇവിടെ വരണം, അത്രയേ ഉള്ളൂ. That also tending to 0 ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കാര്യം നടക്കില്ല. അപ്പോൾ ഇവിടെ എന്ത് കിടക്കുന്നു അത് തന്നെ ഇവിടെ വന്നാൽ മതി. So that can be equal to 1. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം നമുക്ക്. So limit x tending to 0 of e raised to x square ഒരു മൈനസ് ഒന്നോടെ കൊടുത്തു, then minus of 1 minus cos x. So this one get cancelled, this one. Okay, minus plus കൊടുത്താൽ മതി, പ്ലസ് എന്നാലേ ക്യാൻസൽ ആയി പോകത്തുള്ളൂ. So e raised to x square minus 1 plus 1 minus cos x divided by x square. So you can put x square here and here also x square. Okay, can split into two terms. Actually ചെയ്തേക്കുന്നത് e raised to x square minus 1 plus 1 minus cos x split into two terms. So e raised to x square minus 1 divided by x square plus 1 minus cos x divided by x square. Okay, right? So here this limiting value is 1. So limit x tending to 0 of 1 plus, here again problem, 1 minus cos x divided by x square. And 1 minus cos x നമ്മൾ നേരത്തെ നോക്കിയതാണ് 2 sin square x by 2 divided by x square is here. ഞാൻ നേരത്തെ പറഞ്ഞു same case. So you can put on 4 here and multiply 4 here. And as in the previous case, നമ്മൾ നേരത്തെ പറഞ്ഞ same case അനുസരിച്ച് the limiting value of this quantity is equal to 1. So now the limiting value is equal to 1 plus 1 by 2 because 2 and 4 get cancelled, remaining is 1 by 2 and 1 plus 1 by 2 is 3 by 2. So the answer is second choice, 3 by 2. Very, very easy. Need not apply the you can apply the L'Hospital's law also here. Okay, right. That's depending on your choice. ഏതാണ് easy അതനുസരിച്ചുള്ള. So next one is f of x is equal to log of 1 plus 3x to the base 1 minus 3x. Here also we have to find the value of f of 0. Since if the function is continuous, x is equal to 0. And here also f of 0 is equal to, all same, ഏകദേശം same തന്നെയാണ്. Limit x tending to 0 log of 1 plus 3x to the base 1 minus 3x. പക്ഷേ ഇത് ബുദ്ധിമുട്ടായി ഇങ്ങനെ വെച്ചോണ്ട് അല്ലേ, നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്താൽ വളരെ ഈസി, നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നു. ഓക്കെ, ലോഗരിതം ഓഫ് a to the base b. This base b can be changed to any number. This base b can be changed to any number as we decide. So let us change the base to c. That is logarithm of a to the base c divided by logarithm of b to the base c. This is called the base changing rule in logarithm. Using base changing rule, നമുക്ക് എന്ത് ബേസിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് എക്സ്പോണൻഷ്യൽ നമ്പർ ഇ ആണ്. സോ യു ക്യാൻ കൺവേർട്ട് ദ ബേസ് ടു ഇ. ഇ ആണെങ്കിൽ സാധാരണ നമ്മൾ എഴുതാറില്ല, അതാണ് നമ്മൾ ബേസ് എഴുതാതെ ലോഗരിതം എഴുതുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ടു log of 1 plus 3x divided by log of 1 minus 3x. So using the base changing rule, we have changed the base to e. E base ആയതുകൊണ്ട് ഞാൻ എഴുതാതെ വിട്ടിരിക്കുന്നു. ഓക്കെ, ബേസ് ആണെങ്കിൽ ഇ ആണെങ്കിൽ സാധാരണ എഴുതാറില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ബേസ് ഇ ആയതുകൊണ്ട് എല്ലാ റിസൾട്ടുകളും ലോഗിൽ മാത്രമേ ഈ വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ NCERT തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. സോ ബേസ് ഇസ് നോട്ട് റിട്ടേൺ ഹിയർ. ആൻഡ് അഗെയിൻ using our standard result, limit x tending to 0 of log of 1 plus 3x വന്നാൽ we need a 3x in the denominator. You can multiply by 3x because there is no 3x.
divided by log of 1 minus 3x is there. We need a minus 3x is here. So you can multiply by minus 3x. Okay, right? And this becomes 1. This also becomes 1. And these two x's get cancelled. Okay? These two x's get cancelled. And this becomes 1 and this becomes 1. Remaining is 3 divided by minus 3. And that's equal to minus 1. So the limiting value is minus 1. And that is in the second choice. Very simple. Just change the base. That is the only thing to be done. Okay, right. Now, the 12th one. Here also we have greatest integer function. Greatest integer x minus greatest integer x of x by 4. And the function at x is equal to 4 ആണ് നമുക്ക് വേണ്ടത്. At x is equal to 4. Okay. So f of x is equal to greatest integer x minus greatest integer value of x by 4. At x is equal to 4. So let us consider 4 here. So here we have 3 and here we have 5 because greatest function is consecutive integers. So at the neighborhood of 4, the function should be continuous. Okay, that's left limit, right limit, f of 4 equal. So let us consider LHL. LHL means we are considering a number from here. Little bit smaller than 4. Little bit smaller than 4. When x is less than 4. Less than 4 means just very near to 4. But just below 4. That's the meaning. So LHL is equal to, when we choose any number just below 4, this becomes 3. Because for any value lying between 0 and 3 and 4, any value lying between 3 and 4, greatest value of x is equal to 3 minus. And here we are choosing a number just below 4 means that value is just less than 4. Okay. When the value of x is less than 4, this number upon 4 means this x divided by 4 will be less than 1 because the numerator is smaller than 4. We are taking 4 number from here. So the numerator is smaller than 4 means the fractional value will be less than 1. So when we choose any number from here, this fractional value will be just below 1. When the fractional value will be just below 1 means the greatest value will be equal to 0. Got the point? We are choosing a number from here meaning just below 4 means less than 4. When the numerator is less than 4, the fractional value will be less than 1. If the fractional value is less than 1, the greatest value of that number will be 0. So here the value is equal to 3. So left hand limit is equal to 3. Okay, so let us consider right hand limit, RHL. So here we are taking a number from here, meaning just above 4. So for those values of x, the greatest value will be equal to 4 minus. And we are taking a number just above 4. And that number is placed here, meaning the numerator is little bit larger than the denominator. Little bit larger than the denominator, meaning the fractional value will be greater than 1. Greater than 1, just above 1. Anyway, if that number, this x by 4 is just above 1, its greatest value will be equal to 1. So in the second case, this number is, numerator is little bit larger than the denominator. In that case, the fractional value will be just greater than 1. Just greater than 1 means the greatest value will be equal to 1 and then also the value is equal to 3. So at x is equal to 4, left limit is equal to right limit, meaning limiting value will exist. But for continuity, the value should be equal to f of 4 also. So let us calculate f of 4. At x is equal to 4, this will be 4 because at integer point the greatest value is equal to the number itself minus. Here 4 by 4.
that is equal to 1, that is equal to 4 minus 1 equal to 3. All these three values are same. Limiting value is equal to f of 4 means the function is continuous at x is equal to 4. So the function is continuous at x is equal to 4 means the first choice is the correct answer. So next one. F of x is equal to mod x plus 2 plus mod x minus 2. Which of the following is true? F of x is continuous and differentiable everywhere, etc. Now, okay, modulus function, whatever the function may be. Whatever the function may be. It can be plus a or minus a. This modulus function is continuous at everywhere. Continuous at everywhere. Okay, everywhere it is continuous. Modulus functions are continuous at everywhere, but not differentiable at the points at which this becomes 0. At the points at which this becomes 0, meaning this function is not differentiable at x is equal to minus a. It is continuous at everywhere. Similarly, modulus of x minus a, it is continuous at everywhere, but not differentiable at x is equal to a, because at that point this becomes 0. And suppose we are considering functions modulus of x plus a plus modulus of x minus a. This is continuous at everywhere and this is continuous at everywhere, and sum of two continuous functions are always continuous. So this sum function is also continuous at everywhere, but this function is not differentiable at x is equal to minus a, and this is not differentiable at x is equal to a. Hence the whole function is continuous at everywhere, but not differentiable at x is equal to a and x is equal to minus a. Similarly, the same form function there. That function is continuous at everywhere. It is continuous at everywhere, but not differentiable at x is equal to 2 and minus 2. So first one is minus 2 and second is plus 2. Okay, this function is not differentiable at x is equal to minus 2 and plus 2. So the last choice is correct. F of x is continuous at everywhere, but not differentiable at everywhere. Okay, right? Now 14th. F of x is equal to, definition is continuous. Continuous means left limit is equal, right limit is equal to f of 1. Okay, so what is left limit? Just to put x is equal to 1 there, that is 3a plus b, and that should be equal to, what is the right limit? Right limit, so this is the right limit, and left limit is equal to 5a minus 2b, and that's equal to f of 1, that's 11. Since it is given that the function is continuous at x is equal to 1, so left limit is equal, right limit is equal to f of 1. Right limit is equal to 3a plus b, left limit is equal to 5a minus 2b, and equal to 11 is f of 1. Okay, so we can consider two equations, 3a plus b equal to 11, 5a minus 2b equal to 11. We can solve these two equations. We can apply any method to solve this equation. I am going to apply the cross multiplication method, that will be easy. So cross multiplication method, we can take the coefficients alone, 3a, not 3a, 3, then 1 and minus 11. This 11 okay, then here 5, then minus 2, then minus 11. So here minus 11. So 3, 1, minus 11, 5, minus 2, minus 11. So repeat the first two, 3, 1, 5, minus 2, and eliminate this one. You can apply any method to solve these equations. You can multiply any method. You can apply elimination method, you can apply matrix method, you can apply the cross multiplication method. Any method is to solve it. That's no problem. Easy method. I am going to apply the cross multiplication method. Okay. So a divided by minus 11 minus 22. So product of this minus product of these two, because this becomes plus 22, so minus 22 equal to, second variable is b, minus 55, okay, minus 55 minus 33 becomes plus 33i, because minus 33 there, so that becomes plus 33 is equal to 1 divided by minus 6 minus 5. So that is a divided by minus 33 equal to b divided by minus 22 equal to 1 divided by minus 11. So you can combine these two. So that will give a is equal to 2. You can combine, a is equal to 3. And you can combine these two.
So that will give b is equal to 2. And a plus 2b, that is needed. The value of a plus 2b. A plus 2b equal to 3 plus 2 into 2, 4. That's equal to 7. So the value is equal to 7. That's the third choice is the correct answer. Very, very simple. Just to solve the equations. For solving the equation, you can use any method. Okay, right. So next one is root of 1 minus cos 2x divided by x not equal to 0 and k if x is equal to 0. Then the value or values of k for which f of x is continuous at x is equal to 0. So here also we can take the limiting value. So limit x tending to 0 of root of 1 minus cos 2x divided by x. And this limiting value should be equal to k. Am I right? This limiting value should be equal to k. So we can calculate the limiting value. So this is also 0 by 0 form. Okay, 0 by 0 form. So we can convert this into limit x tending to 0 of root of 2 into sine square x, because 1 minus cos 2x is 2 sine square x divided by x. And this equal to limit x tending to 0 of root 2 into root of sine square x, root 2 into root of sine square x divided by x. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. We are dealing functions. So whenever you take the square root of a function, take only the positive square root. You take only positive square root. So here square root of 2 is root 2. That is clearly positive. Because there is no negative sign. Okay. Whenever take plus or minus value, actually we take only the positive value. Okay. Similarly, whenever you take the square root of sine square x, you must take the positive square root. So root 2 into modulus of sine x. Either limit in the particular case limit ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒക്കെ ഈ പ്രശ്നം വരും. അതല്ലാതെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രശ്നം വരത്തില്ല. ഏതെങ്കിലും പോയിന്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ പർട്ടിക്കുലർ പോയിന്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് അവിടെയും ഈ വിഷയം വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ളടത്ത് പോസിറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എഴുതി പോവുക ചെയ്യുന്നത്. ഇവിടെ പർട്ടിക്കുലർ പോയിന്റിൽ എക്സ് ഈസ് ടെൻഡിങ് ടു 0 എന്ന് നടക്കുക. അതുകൊണ്ടാണ് ഞാൻ മോഡുലസ് എടുത്ത് തന്നെ നോക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ കളഞ്ഞേക്കാം. ഡിവൈഡ് ബൈ എക്സ്. Now x tending to 0. X tending to 0 means this is 0. Okay, right? This is 0. X tending to 0 means the values of x approaching to 0 from either side of 0, meaning from here and here. So x can approach to 0 from here and x can approach 0 from here also. So when x approaches to 0 from here, that angle will be in the first quadrant. That is, x belongs to the first quadrant. In the first quadrant, sin x is positive. Okay. In the fourth quadrant, sin x is negative. So, പ്രശ്നം കണ്ടോ? x tending to 0 എന്ന് പറഞ്ഞെങ്കിലും modulus of x in രണ്ട് possibilities ഉണ്ട്. When x approaches from first to 0, that will be positive. X approaches from fourth to 0, that will be negative. So, we have to consider both cases. So, we can take LHL. Limit x tending to 0 minus means here. So, you can write 0 itself. That is root 2 into there sin x is negative. Sin x being negative, the quantity inside the modulus sign being negative, whenever you remove the negative modulus sign, you put a negative sign there, minus sin x. Because sin x is in the fourth quadrant. Sin x is negative in the fourth quadrant. Sin x being negative in the fourth quadrant, whenever you remove the modulus sign, you put a negative, because modulus of x is equal to minus x. Modulus of x is equal to minus x if x is negative. So here also sin x is negative in the fourth quadrant. Left hand limit means x is approaching from negative side to that 0. Okay. So that is minus sin x divided by x. And sin x by x is equal to 1 limiting value as x tending to 0. So that is minus root 2. And whenever you consider right limit x tending to 0 plus, meaning 0 തന്നെ എടുക്കാം നമുക്ക് RHL. So here x is approaching from this side to this. Okay. So that is sin x is positive there. That is root 2 into modulus of sin x is sin x itself divided by x, and limiting value of this one is 1, the remaining is root 2. What happened? Left limit is minus root 2
and right limit is root 2. They are not equal means the limiting value does not exist. So at x is equal to 0, limiting value does not exist. If you have question, sin x actually we are considering only the right limit. Okay, this condition. So modulus it square root. That's pi by 2 extending pi by 2, no problem, because on both sides sign will be positive. So root of sin square x is sin x itself, no problem. But if you extending 0 ആണെങ്കിൽ രണ്ട് values are positive and negative. അതുകൊണ്ടാണ് ഈ മോഡുലസ് സൈനോടെ പ്രസക്തി വന്നിരിക്കുന്നത്. So here limit does not exist means this function can never be continuous. Never be continuous because left limit and right limit are different type. Whatever the value of k, this function cannot be continuous. Actually, for no value of this function can be continuous. So here the answer is none of these. Okay, so this is the answer. For no value of k, the function can be continuous because limiting value does not exist. Limiting value exists there, equate ചെയ്യാൻ പറ്റുള്ളൂ. So that's the answer. Okay, right. Okay, now 16th. F of x is equal to 2 raised to x plus 2 minus 16 divided by 4 raised to x minus 16. The defined not at x is equal to 2. It's not defined at x is equal to 2. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്തായിരിക്കണം f of 2 എന്നാണ് വേണ്ടത്. At x is equal to എന്ത് ഡെഫിനിഷൻ ആയിരിക്കണം? So here also we can calculate limiting value. That's a procedure. Limit x tending to 2 of 2 raised to x plus 2 minus 16 divided by 4 raised to x minus 16. Right? When you put x is equal to, what happens? 2 raised to 4, 16 minus 16, 0. 4 square, 16 minus 16, 0. So 0 by 0 form. Here also you can apply it, hospital. പക്ഷേ ഡെറിവേറ്റീവ് ലോഗരിതം ഫംഗ്ഷൻ ആണേ, ലോഗിലെ ഡെറിവേറ്റീവ് വരത്തുള്ളൂ. എന്തിനാ ആവശ്യമില്ലാത്തതിന് പോകുന്നത് നമുക്കിത് ഇങ്ങനെയാക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 ഓഫ് 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് 2 റൈസ് ടു എക്സ് പ്ലസ് 2. എ റൈസ് ടു എം പ്ലസ് എൻ ഈസ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. So 2 raised to x plus 2 is 2 square into 2 raised to x, that is 2 raised to power sum add ചെയ്യണം, minus 16 divided by 4 raised to x can be written as 2 raised to x the whole square or 2 square. Okay, right. Then okay, 4 raised to x can be written as 2 square the whole raised to x or 2 raised to x the whole square, no problem. So I am going to write this as 2 raised to x the whole square minus 16. Right? So from here you can take on 4 as common factor because this is 4. So this is equal to limit x tending to 2 of 4 into 2 raised to x minus 4 divided by, now this of the form a square minus b square. A square minus b square, that is a minus b a plus b, that is 2 raised to x plus 4 into 2 raised to x minus 4. A square minus b square is a minus b into a plus b or a plus b into a minus b. Here these two get cancelled. Remaining is 4 divided by 2 raised to x plus 4. So we can put x is equal to 2 here. So that's equal to 4 divided by 2 square plus 4. That is 4 divided by 4 plus 4, that is 8 equal to 1 by 2. So that is the value of f of 2. Okay, right? So f of 2 is equal to limiting value of this function because limiting value exists as a finite number. So f of 2 is equal to 1 by 2. Okay, so the answer is the first one. That is quite simple. Now, a function minus 1 to 1 to real numbers. Be a function defined by f of x is equal to maximum of minus mod x and minus root of 1 minus x square. The number of points at which f of x is not differentiable. ഇവിടെ നോക്കി ഈ ഫംഗ്ഷനെ ഇതേപടി വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. So we can represent the function in graphical method. Okay, so you know the graph of modulus of x. So modulus of x, the graph is this one. This is the graph of modulus of x. Okay, അങ്ങനെയാണെങ്കിൽ what is the graph of minus modulus of x? Just this one. Okay, this is the graph of minus mod x. അപ്പോൾ ഞാൻ minus mod x ന്റെ ഗ്രാഫ് ഇവിടെ അങ്ങ് പ്ലോട്ട് ചെയ്തു.
So this is the graph of minus mod x, right? Now we have to plot the graph of minus root of 1 minus x. So minus root of 1 minus x y is equal to root of 1 minus x square എടുക്കാം നമുക്ക്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. y square is equal to 1 minus x square or x square plus y square is equal to 1, and this will represent a circle with the center at the origin and radius 1 unit. So y is equal to root of 1 minus x ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്നത് ജസ്റ്റ് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യും, കാരണം റൂട്ടിട്ട് ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്ക്വയർ ചെയ്തു, y square is equal to 1 minus x square or x square plus y square is equal to 1, and that will represent a circle. That will represent a circle with the center at the origin and radius 1 unit. Suppose we are plotting that curve. ഇതായിരിക്കും സർക്കിൾ വരിക അല്ലേ. ഇനി പ്രശ്നം എന്നറിയാമോ? ദിസ് ഇസ് നോട്ട് ആക്ച്വലി അവർ ഫംഗ്ഷൻ. അവർ ഫംഗ്ഷൻ ഇസ് റൂട്ട് ഓഫ് 1 minus x square. റൂട്ട് ഓഫ് 1 minus x square എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു സ്ക്വയർ റൂട്ട് ഒരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ടേക്ക് ഇറ്റ് ഓൺലി പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. So we take only the positive value. Positive value means the values of y cannot be negative. Values of y cannot be negative. So the lower portion cannot be taken. So the graph is like this. That will be a semicircle. Okay, that's the graph of y is equal to root of 1 minus x square. But our function is minus root of 1 minus x square. Minus root of 1 minus x square means ulta. Just reciprocal form. Okay, so this is the graph of our function. This is the graph of our function. Okay, so our graph is like this. This is the combined graph. This will be 1 and this will be minus 1 and this will be 0. So this is the graph of minus mod x minus root of 1 minus x. So this is the graph of minus mod x minus root of 1 minus x square. But our function is maximum of these two. Maximum of these two. This is of the function. Okay, maximum means വലിയ വാല്യൂസ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് വലുതാകട്ടെ, വൈയുടെ വാല്യൂസ് വലുതാകട്ടെ. അപ്പോൾ മാക്സിമം മീൻസ് നോക്കേ എവിടെ വരും നോക്കാം. അപ്പോൾ മുകളിലുള്ള പോർഷൻ മാത്രമേ എടുക്കാം രണ്ട് ഫംഗ്ഷനെ. ഓക്കെ, അപ്പോൾ നോക്കേ ഈ രണ്ട് ഫംഗ്ഷൻ നോക്കുമ്പോൾ ഇത് മാക്സിമം, ഇത് അങ്ങനെ ഉണ്ടോ, ഇത് മാക്സിമം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതില്ല, പിന്നെ മാക്സിമം ആവുന്ന ഇതാണ് മാക്സിമം ആകുന്നത്. ഓക്കെ, റൈറ്റ്. അത് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വേണം. സോ ദാറ്റ് വിൽ ബി മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എക്സിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ചാണ്. എക്സിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് മാക്സിമം എടുക്കുക. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, ഈ ബോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് മാക്സിമം ആയിട്ട് നമുക്ക് വരുന്നത്. ഇത്രയും പോർഷനാണ്. ഈ പോർഷനെ സംബന്ധിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ഗ്രാഫിനെ ഏകദേശം ഒരു ഡബ്ല്യുവിൻ്റെ ഷേപ്പിലാണ് കിടക്കില്ലേ. ഈ ഗ്രാഫിനകത്ത് നമുക്ക് -1 to +1 മതി. ദാറ്റ് ഓൾസോ given. -1 to +1, that is an open interval. So need not consider -1 and +1. So how many sharp edges? Here we have a sharp edge. Here we have a sharp edge. And here we have a sharp edge. At the sharp edges, the function cannot be differentiable. So how many points are there? 3 points. So the function is not differentiable at 3 points. Hence the answer is the third choice, that is 3. Okay, right. And now 18th question. Okay. So there the function is f of x is equal to -1 for -2 less than or equal to x less than 0, and x square -1 for 0 less than or equal to x less than or equal to 2. And g of x is equal to mod of f of x minus f of mod x. Then in the interval -2 to 2, the function gx is gx in the differentiability avendad alle. Okay, right. So nokam. Okay, appo f of x enna function f of x enna function graphically ഒന്ന് represent ചെയ്യാൻ പോവാ. So how can we draw the graph of f of x? അപ്പോൾ ജി ഓഫ് എക്സ് അല്ല എടുക്കുന്നത്, എഫ് ഓഫ് എക്സ് ആയിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാം. എഫ് ഓഫ് എക്സിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ -2 to 0. സപ്പോസ് ഹിയർ വി ഹാവ് -2. -2 to 0, the definition is -1 means y equal to -1. -1 is somewhere here. Okay, so this is the graph 0 to -1, -2. Okay, again from 0 to 2, definition is x square -1, that is y equal to x square -1. So what is the graph of x square -1?
So we can write this one. X square is equal to y plus 1. And that's a parabola. Second degree function represents a parabola. Okay. And parabola നോക്കി ഈ parabola എങ്ങനെ വരിക? ഈ parabola വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ upward dash parabola because x square is equal to 4ay. X square is equal to 4ay is an upward parabola. ഈ shape ആ വരിക. Okay. And we have to identify the vertex. So to get the vertex, ഈ എക്സ് വൈ ആക്സ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ ആക്സിസ് ആയി വരിക. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay അപ്പോർഡ് ഡാഷ് ഇങ്ങനെയല്ലേ പോവാ, ഇതല്ലേ പോവാ. അപ്പോൾ വെർട്ടക്സ് എവിടെയാണെന്നൂടെ അറിയണം. ഫോർ ദാറ്റ് യു ക്യാൻ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. സിംപ്ലി പുട്ട് എക്സ് വൈ ആക്സ് ആയിരിക്കും ഉറപ്പായിട്ടും വരിക. കാരണം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ 4ay എപ്പോഴും വൈ ആക്സ് ആയിരിക്കും അതിൻ്റെ ആക്സിസ് ആയി വരിക. സോ യു ക്യാൻ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ y plus 1 is equal to 0 means y is equal to -1. So here we have the vertex of the parabola. Parabola is like this, but we need only from 0 to 2. So somewhere here we have 2. So we can draw like this. Upper side graph varilla karanam we need only take 0 to 2. Okay. So this is the graph of f of x. Okay. This is the graph of f of x. So we need two functions. One is modulus of f of x. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് അറിയാമെങ്കിൽ അതിൻ്റെ മോഡുലസിൻ്റെ ഗ്രാഫ് എടുക്കണമെങ്കിൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ. മോഡുലസ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ ചെയ്യുന്നത് ജസ്റ്റ് ഫോൾഡിങ് അപ്പ്. ജസ്റ്റ് ഫോൾഡിങ് അപ്പ്. സോ ദി ഗ്രാഫ് ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ലൈക്ക് ദിസ്. സോ ഇതിനെ ഫോൾഡ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഹിയർ വി ഹാവ് 1 ആൻഡ് ഹിയർ വി ഹാവ് 2. ഈ ഗ്രാഫ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ താഴ്ഭാഗം മുകളിലേക്ക് അങ്ങ് പോകും. സോ ലൈക്ക് ദിസ്. ഇത് അതുപോലെ മടക്കി മണ്ടയിലേക്ക് വെച്ചാൽ അങ്ങനെയായിരിക്കും പോവുക. ആൻഡ് -1 ഈസ് ഹിയർ. സോ ദാറ്റ് ബിക്കംസ് 1. ഓക്കെ. -1 ബിക്കംസ് 1. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ആദ്യം പരിഗണിക്കാം, എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷനിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തെ ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിഫറൻഷ്യബിൾ ആകില്ലെങ്കിൽ പിന്നെ ആ പോയിന്റ് നമുക്ക് എടുക്കണ്ടേ, അതെടുക്കണ്ടല്ലോ. ശരി, ഇവിടെ നോക്കേ. At x is equal to, that is a sharp edge. ഉറപ്പായിട്ടും x is equal to the function is not differentiable. It is continuous everywhere. Okay, it is continuous at everywhere, but it is not differentiable at x is equal to because we have a sharp edge there. Now what about x is equal to 1? At x is equal to 1, the function is continuous because at x is ഇവിടെ നോക്കി, ഇവിടെ വന്നിരിക്കുന്ന പാരബോളിക് ഷേപ്പ് അല്ലേ വന്നിരിക്കുന്നത്. So at x is equal to 1, the function is differential because there is no sharp edge there. കാരണം ഇത് ലൈൻ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നതാണ്. So there is no sharp edge is there. So it is differentiable at x is equal to 1. Okay. So the only point of the non-differentiability is x is equal to 2 there. Okay. So 2 is there. Now second function is f of mod x. f of mod x ന്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ ചെയ്യുന്നത് f of x ന്റെ ഗ്രാഫ് നമുക്ക് അറിയാമെങ്കിൽ ചെയ്യുന്നത് f of mod x ന്റെ ഗ്രാഫ് കിട്ടണമെങ്കിൽ യു ഇറേസ് ദ ലെഫ്റ്റ് പോർഷൻ. ഈ y ആക്സിന് ലെഫ്റ്റിലുള്ള പോർഷനെ ഇറേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ വേണ്ട കളഞ്ഞിക്കുക. എന്നിട്ട് ഇവിടെ എന്ത് കിടക്കുന്നോ അതിൻ്റെ റെപ്ലിക്ക ഇവിടെ വയ്ക്കുക. മീനിങ് ദ എഫ് ഓഫ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് ദേ ഈ പോർഷൻ കളഞ്ഞു. എന്നിട്ട് ഇതിങ്ങനെ കിടക്കുന്നല്ലോ, ഇതിനടുത്ത് അതുപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. സോ ആക്ച്വലി ദ കംപ്ലീറ്റ് പാരബോള. That's a complete parabola. That's a graph of f of mod x. അപ്പോൾ f of mod x ൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ ഈ ഗ്രാഫ് എന്ത് വരച്ചാലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിനെ കളയുക. സപ്പോസ് നോക്കിയൊരു ഫംഗ്ഷൻ ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഒരു ഫംഗ്ഷൻ ഗ്രാഫ് വരച്ചപ്പോഴത്തേക്ക് സപ്പോസ് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത്, ഇവിടെ ലൈനാണ്. ഈ എഫ് ഓഫ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ പോർഷൻ കളയും. എന്നിട്ട് ദേ ഇതിനെ എടുത്ത് ഇപ്പുറത്തേക്ക് അതുപോലെ വയ്ക്കുക. ഇതാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സോ in this case f of mod x is differentiable at everywhere, no sharp edge, and this function is not differentiable at x is equal to 2. So there is only one point of non-differentiability, that is actually x is equal to 2. So the answer is first choice. Okay, so the answer is first choice. Okay, right. Now 19th, which of the following is false? Sum of two continuous functions is continuous. That's a rule. Product of two continuous functions is continuous. That's again a rule. നമ്മൾ ലിമിറ്റ് കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളതാണ്.
Sum, difference, product of two continuous functions also continuous. But quotient of two continuous functions is continuous provided the denominator is not equal to 0. പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് സം കണ്ടിന്യൂസ് ആകാം പോസിബിലിറ്റി ആണ്, നോട്ട് ഓൾവേസ്. ഡിഫറൻസ് കണ്ടിന്യൂസ് ആകാം, നോട്ട് ഓൾവേസ്. പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആകാം, നോട്ട് ഓൾവേസ്. ക്യാൻ ബി എന്നുള്ളതാണ്. സോ ദ സം, difference and product can be continuous. So here sum of two discontinuous functions can be continuous. For example, I am going to consider a function. Okay, suppose the function is x plus 1 by x. One of the functions, actually this is x square plus 1 divided by x. Okay, this function is x square plus 1 divided by x. This is the function. That is x plus 1 by x. And this function is discontinuous at x is equal to 0. Am I right? So let us consider another one. 1 plus x square divided by x. 1 minus x square. 1 minus x square divided by x. 1 minus x square minus 1 divided by x. So this is equal to x minus 1 by x, right? X minus 1 by x. This function also discontinuous at x is equal to 0. And suppose we are taking the sum, that is x plus 1 by x plus x minus 1 by x, and these two get cancelled, remaining is 2x. And this is a polynomial function. Polynomial functions are continuous at everywhere. Continuous at everywhere functions, constant functions are continuous at everywhere. Constant functions are continuous at everywhere. Polynomial functions are continuous at everywhere. Exponential functions are continuous at everywhere. Sin x, cos x and modulus of x are continuous at everywhere. So here, being a polynomial function, the sum is continuous at everywhere. But the component functions are not continuous, meaning sum of two discontinuous functions can be continuous. Similarly, difference of two discontinuous functions can be continuous. Product of two discontinuous functions can be continuous. Quotient of two discontinuous functions also can be continuous, not always. Okay, not always. Then can be continuous. There is a possibility. In particular cases, they can be continuous. So here, this is not always. Sum of two discontinuous functions can be continuous. That is also true. That can be in the not always. Can be continuous. So all the three choices are correct, not false. So the answer is none of these. Okay, right. The function x for f of x is equal to x for x less than or equal to what? X square minus bx plus c for x greater than 1 is differentiable. Then values of a and b. ഇത്തരം ഫംഗ്ഷൻസ് വരുമ്പോഴേ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നെസസറിലി ദ ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ദാറ്റ്സ് ദ ഫസ്റ്റ് കണ്ടീഷൻ. So for differentiability, necessarily the function should be continuous. Okay, so let us apply the continuity condition first. So at x is equal to 1, the function is differentiable. Meaning, okay, x less than or equal to 1, that's a polynomial function, differentiable at everywhere. X greater than 1, again a polynomial function, differentiable at everywhere. Continuous ആയിരിക്കും, differentiable ആയിരിക്കും. Polynomial functions are continuous and differentiable at everywhere. So here x less than 1, x greater than 1, we need not worry about. So for at x is equal to 1. So at x is equal to 1 at x is equal to 1, function is differentiable means it must be continuous at that point. Okay, so continuous means left limit should be equal, right limit is equal to f of 1. Okay, anyway LHL should be equal to RHL. So we are continuity condition are applied. Okay, continuity condition. Since the function is differentiable at x is equal to 1, it must be continuous means at that point LHL should be equal to RHL. What is LHL? LHL is equal to 1 is equal to RHL is equal to 1 plus b plus c, because you have simply put x is equal to 1 there. 1 plus b plus c, that is b plus c equal to 0. So that is applying the continuity condition. So f of 1 എടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല, കാരണം അത് ഉണ്ടെന്ന് ഇത് തന്നെ വരും, കാര്യമില്ല. So we can apply the differentiability condition.
Function is differential means left hand derivative should be equal to right hand derivative. Left hand derivative means you simply take the derivative of the left hand side function, that is take the derivative LHD is equal to 1 because derivative of x is equal to 1, and RHD is equal to actually 2x plus b. Okay, but at x is equal to 1, at x is equal to 1, so RHD is equal to, you simply put x is equal to, that is 2 plus b. 2x plus b is the general derivative there. So at x is equal to 1 means put x is equal to 1 there, that's 2 plus b, and LHD should be RHD because the function is going to be differentiable at that point. That is 1 is equal to 2 plus b or b is equal to minus 1. So value of b is equal to minus 1, but there are two choices. So you can put the value of b here. B is equal to minus 1. Minus 1 plus c is equal to 0 means c is equal to 1. So the answer is b equal to minus 1 and c equal to 1. That's the third choice. Now f of x is equal to x plus 2 for x less than or equal to 0, and f of x is equal to x square for x greater than 0. Next one is g of x. G of x is x cube for x less than or equal to 1, and g of x is equal to 3x minus 1 for x greater than 1. Then the function f dot g of x. So f dot g of x means the composition of the functions f and g. Okay, composition of the functions f and g. So composite function edukam. So f dot g of x, this is a composite function, that is f of g of x. Okay, what is g of x? G of x is x cube. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കേ നമുക്ക് ഇത് വെച്ചെടുക്കാം. So f of x cube, because g of x is equal to x cube for x less than or equal to 1, right? And f of 3x minus 1 for x greater than 1. So this is f of g of x. Again, what is the definition of f of x cube? F of x is equal to x plus 2 for x less than or equal to 0. Okay, right? This is equal to f of x cube. What will be f of x cube there? F of x cube is equal to whenever x is less than or equal to 1. നമുക്ക് വേണ്ട x less than 0 x greater than 0 ഇല്ലേ കിടക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് മാറ്റണം അല്ലേ, രണ്ടായിട്ട് മാറ്റിയില്ലേ പറ്റുള്ളൂ, രണ്ടായിട്ട് മാറ്റിയെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റിയെടുത്താലേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 0ക്കും എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കും ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് 0യും വരുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് രണ്ടാക്കി മാറ്റാവേ. ഒന്ന് 0ക്ക് ലെസ് ആയിട്ട് വരിക, അപ്പോൾ എക്സ് ലെസ് ദാൻ 0 1. Then 0 less than or equal to x less than 1 now. Okay, when x less than or equal to 0, but less than or equal to 0, okay, because x less than or equal to 0 is there. Less than or equal to 0, 0 less than, x less than 1. Because here x less than or equal to 1 is there, so we can put there. So when x less than or equal to 0, f of x is equal to x plus 2. But instead of x here we have x cube. So the definition will be equal to x cube plus 2, that is for x less than or equal to 0. Okay, and when x lies between 0 and 1, 0 and 1 means x is greater than 0, x is greater than 0. So then also the definition is f of x cube itself. So the definition is x cube the whole square, x cube the whole square, that is equal to x raised to 6. കാരണം ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എല്ലാം എഫ് ഓഫ് എക്സ് ക്യൂബ് ആയിരിക്കുന്നത്, പക്ഷെ അവിടെയാണ് ഡെഫിനിഷൻ വ്യത്യാസം. എഫിലേക്ക് മാറുമ്പോൾ എക്സ് സ്ക്വയർ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ 0 to 1 വരുമ്പോഴത്തേക്ക് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 6 അഗൈൻ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. If x greater than 1, then also the definition is x square, because for x greater than 0, f of x has a single definition, that is x square. But here 3x minus 1, so 3x minus 1 the whole square. So these are the definitions of f dot g of x. And here we have to find the differentiability of the function.
So to find the differentiability, first we can check the continuity. Okay, at x is equal to 0, whether it is continuous or not. If it is not continuous, it is not differentiable. At x is equal to 0, left limit will be equal to 2 and right limit will be equal to 0. Because when you put x is equal to 0 here, that will be 2. When you put x is equal to 0 where, that will be 0. So LHL not equal to RHL. So at x is equal to 0, at x is equal to 0, not continuous means not differentiable. Okay, differentiability no adding continuity no kete differentiability no kav. So ini at x is equal to 1. At x is equal to 1, so what is the left limit? That will be equal to 1. And what is the right limit? Right limit is also equal to 2. Okay, so the function is not differentiable at x is equal to 2 also. Okay, so the function is not differentiable at x is equal to 1 and not differentiable at x is equal to 0. So the answer is third choice is the correct answer. Not differentiable at x is equal to 0 and not differentiable at x is equal to 1 because they are different values. Okay, right? So next one. Now 22nd question. Okay. There are two functions, f from R to R and g from R to R be two functions defined by f of x is equal to mod x plus 1 and g of x is equal to x square plus 1. H of x is a function defined and function is maximum of f of x and g of x if x is less than or equal to 0 and minimum of f of x and g of x if x is greater than 0. This function differentiable agada points in the okay, right. So here I graphical representation. Graphical representation okay, add mod x plus 1 graph okay, mod x plus 1, that is y is equal to mod x plus 1. Mod x plus 1 when x is equal to 0, y is equal to 1. So this is mod x graph. Mod x plus 1 graph, so from there. Okay, if it is mod x minus 1, that will be here. And the next one is x square plus 1. Y is equal to x square plus 1. That is x square is equal to y minus 1. That is a parabola in the upward direction. Parabola in the upward direction. Okay, this point is 1. And the vertex will be equal to 0, 1 because when x is equal to 0, y minus 1 is equal to 0 means y is equal to 1. So vertex is at 0. So this is the graph. Okay. And what is h of x? When x is greater than 0 means on this side, maximum of these values. Maximum means upper portion. So on this side the graph will be this portion. Okay, the greater values. This is the maximum of the values. Meaning here we have a sharp edge. After sharp edge more like this line cut more like so we have a sharp edge. On the left hand side, minimum of the values. Minimum means the lower values. So here. But on the minimum parabola more like here also this cuts here. We have a sharp edge here and have a sharp edge here and a sharp edge here. So how many sharp edges? There are 3 sharp edges in the graph. So hence the function is not differentiable at 3 points. Eppozhum graphical method aanu ivide ellam namukku objective question cheyan vendi cheyida. Idonnum board examination question aayilla discuss cheyyunnu actually purely for competitive examinations. Okay, right. So answer is 3. Then f of x is equal to mod x cube, which is true. Is not continuous at x is equal to 0. Continuous but not differentiable at x is equal to 0. Not differentiable at x is equal to plus or minus 1. None of these. Idum graphical method cheya allatha cheya. Graphical method ആണെങ്കിൽ ചെയ്യാം. Okay, modulus of x cube. x cube ന്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ പോകും. Modulus of x cube ഞാൻ പറഞ്ഞു folding up. അപ്പോൾ folding up നടത്തി കഴിഞ്ഞാൽ ദേ ഗ്രാഫ് ദേ ഇങ്ങനെ വന്ന ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വന്ന് ഇതങ്ങ് കയറി പോകും. No sharp edge. So it is continuous and differentiable at everywhere. അതല്ല അല്ലാതെ ചെയ്യുന്നെങ്കിൽ f of x is equal to x cube itself if x is greater than or equal to 0 minus x cube if x is less than 0. It is continuous at everywhere because left limit will be equal to 0,
right limit will also be equal to 0, and f of 0 is equal to 0, continuous everywhere. And suppose we are taking f dash x. F dash x procedure is 3x square, x greater than or equal to 0, and minus 3x square, x less than 0. Then also derivative x is equal to 0, you can put x is equal to 0 here. Left right derivative will be 0 and put x is equal to 0, left derivative will be equal to 0. Both are equal means differentiable at everywhere. In both the cases, the function is differentiable at everywhere. Hence, no points of discontinuity and no point of non-differentiability. So, function is differentiable at everywhere. So, the answer is none of these. Now, 24th. The domain of the derivative of the function. Domain of derivative of the function means ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എവിടെയെല്ലാം എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഡൊമൈൻ ഓഫ് ഡെറിവേറ്റീവ് എന്നതിൽ മീനിങ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ നോക്കാം. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, so when modulus of x less than or equal to 1 means minus 1 less than x less than 1 equal to, definition is tan inverse x. Okay, and when mod x greater than 1 means x less than minus 1 or x greater than 1. That is the meaning of mod x less greater than 1. Modulus of x is greater than 1 means either the values of x can be less than minus 1 or greater than 1. So in both the cases, the definition is half into mod x minus 1. Okay, so when x is negative less than minus 1, modulus of x is minus x. So here the definition is half into minus x minus 1. Okay, and here the definition is half into x plus x minus 1, x minus 1, right? So here we can draw the graph. Graphical ഇതാണ് ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. mod x minus 1, mod x minus 1 ആയപ്പോഴത്തേക്ക് y is equal to mod x minus 1. When y equal to 0, when y equal to 0, mod x is equal to 1, or when x is equal to 0, y is equal to minus 1. So the graph will be like this. Here minus 1 is here. When x is equal to minus 1 means this is the graph of mod x minus 1. This is the graph of mod x minus 1. Okay, again tan inverse x. So here this will be 1 and this will be minus 1. Am I right? Because when y is equal to 0, mod x is equal to 1 means x is equal to plus or minus 1. So this cuts the x axis at x is equal to 1 and x is equal to minus 1. And again tan inverse x. Tan inverse x in the graph varikkumbodhekku here pi by 2 minus pi by 2, the graph of tan inverse is like this. That's the graph of tan inverse x. Okay, e pi by 2 nekkalum less ആണ് 1. So somewhere here we have pi by 2. And somewhere here we have minus pi by 2. Because pi by 2 is 3.14 divided by 2, that is larger than 1. Minus pi by 2 is minus 3.414 divided by 2, that is smaller than minus 1. So the graph of tan inverse x will be like this. Tan inverse x. Somewhere the opposite ആയിട്ട് വരും അല്ലേ? Tan inverse x ഇവിടെ വരുമ്പോൾ tan x ആകുമ്പോഴത്തേക്ക് ഗ്രാഫ് എങ്ങനെ വരിക? ഇങ്ങനെ വരിക. So inverse ആകുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പോവുക, തിരിച്ചു പോവുക. Okay. Anyway, the function will cut the x curve will be like this. So how many points? There will be 2 points. At x is equal to minus 1 and x is equal to plus 1, we have a sharp edge. Okay, so the function is differentiable everywhere except minus 1 and plus 1. Okay, ഈ രണ്ട് പോയിന്റ്സിലും ഡിഫറൻഷ്യബിൾ ആകാതെ കിടക്കും. Okay, number of points of differential, the domain of points of different non-differentiabilities are minus set of all real numbers minus 1 to plus 1. Right? Now 25th question, last question. There is a continuity, simple. So when you put x is equal to pi, that will be 0 by 0 form. Okay, 0 by 0 form. Just apply L'Hospital's rule. So limit x tending to pi 1 minus sin x plus cos x divided by 1 plus sin x plus cos x
When you put x is equal to pi, this becomes 0. This also becomes 0. And cos pi is minus 1. So 1 minus 1 becomes 0. 1 minus 1 becomes 0. So that is of the form 0 by 0. So here the easiest method is the L-Hospital rule. Simply apply L-Hospital rule. So this is equal to limit x tending to pi of derivative of 1 is 0 and minus cos x minus sin x, because derivative of cos x is minus sin x divided by cos x minus sin x. So now you can put x is equal to pi there. Okay, when you put x is equal to pi, this is cos pi is because minus 1, so minus of minus 1 and this becomes 0 divided by cos of minus 1, this also becomes 0. So 1 divided by minus 1 is equal to minus 1. So the answer is equal to minus 1. That's the second choice. Okay. So that's about the questions. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. Right? Okay. Thank you.